ഞാൻ ബേസിക്കലി ഒരു എക്കോളജിസ്റ്റാണ്. ഒരു എക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഈ പ്രശ്നങ്ങളെ കാണാനും അതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുക എന്നുള്ളത്. അപ്പം അത് വൈൽഡ് ലൈഫ് ഡിസീസ് എക്കോളജി ആയാലും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആയാലും ബാക്കി എക്കോളജിക്കലും അതർ ഇൻട്രാക്ഷൻസ് ആയാലും ഐ വോണ്ട് ടു സീ തിങ്സ് ഓൺ ദ ബേസ് ഓഫ് എവല്യൂഷൻ. നമ്മൾക്കൊരു ഒരു ഒരു ആനയെ പിടിച്ചിട്ടോ കടുവയെ പിടിച്ചിട്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷമാണ്. ഞാൻ ഹണ്ടറൊന്നുമല്ല. ഞാനൊരു ഹണ്ടറല്ല. ഞങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്മാരാണ്. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ കൊളീഗുമായിട്ടുള്ള ഹുസൈൻ മരിച്ചു പോയത് എൻ്റെ കയ്യിൽ നിന്നാണ്. പാലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് HNL-ൻ്റെ ആണെന്ന് ഒരു പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു, റബ്ബർ പ്ലാന്റേഷൻ. ഇപ്പോഴത്തെ നാടാണ്, ഭയങ്കര തിക്കായിട്ടുള്ള നാടാണ്, ഇപ്പോഴത്തെ കാടാണ്. അപ്പോൾ അതിൽ 3 ബുൾസാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരിച്ച് ഓടിക്കാന്നുള്ള കുങ്കി വെച്ച് ഓടിക്കാന്നുള്ള ചലഞ്ചാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉച്ച വരെ ചെയ്തു. അതിനിടയ്ക്ക് വൈകുന്നേരമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ആനിമൽ താഴെ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ആനിമൽ ഭയങ്കര വിഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഈ കുങ്കി വെച്ചിട്ട് ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ ആനിമൽ ചാർജ് ചെയ്തു. ഞങ്ങൾ ടീമിൻ്റെ എല്ലാവരും ചെതറി ഓടേണ്ടി വന്നു. ഹുസൈൻ താഴത്തേക്ക് ഓടിയുണ്ട്. മരണം അത്രയും ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയും. പുള്ളി സാക്രിഫൈസ് ആണ്. ഹുസൈനെ അടിച്ചു, റിബ്സ് പൊട്ടി, 20 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. അത് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വളരെ ബോൾഡായിട്ടുള്ള ഇത്രയും ഒരു കഴിവുള്ളൊരു ഒരു 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 ആനിമൽ, പുള്ളിയുടെ ഇൻസ്റ്റിങ്സിൽ പുള്ളിയുള്ളൊരു കഴിവാണ് ഈ ആനിമൽസായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത്. ഏത് ട്രൈബൽ ആനിമലിൻ്റെ മുകളിൽ കയറി പുള്ളി കോളർ ചെയ്യായിരുന്നു, അത് കുങ്കിയില്ലാണ്ട്. അത്രയും ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. ഹുസൈൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ച. ഈ തകർച്ചയിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ടീം എന്ന് പറഞ്ഞാൽ ഈ ടീം വർക്കാണ് ഇതിൻ്റെ സക്സസ്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വ്യക്തമായിട്ട് അറിയാം ഓരോരുത്തർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, വളരെ കൃത്യമായിട്ട്. അത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്ത്. ഇത് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു 10-15 എക്സ്പീരിയൻസ് ഉണ്ടായ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ്. അല്ലാതെ ആരും പഠിപ്പിച്ചൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്കിലില്ല, ഒന്നിലുമില്ല. നമ്മൾ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെ തരത്തിലുണ്ട്, എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളതൊക്കെ കൂടുതൽ പറയാൻ ചിലപ്പം സാറിന് പറ്റുമായിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം നമുക്ക് പല രീതിയിൽ എടുക്കാം. ഒന്നാമത് ലാൻഡ്സ്കേപ്പ് ലെവലിലുള്ള കോൺഫ്ലിക്റ്റ് എടുക്കാം. അപ്പോൾ വയനാട് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അല്ല മൂന്നാർ ഉണ്ടാകുന്നതല്ല അട്ടപ്പാടി ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ മറ്റേ തിരുവനന്തപുരം ഇതുപോലത്തുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുന്നത് വേറെ രീതിയിലുള്ള കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ലെവലിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പിന്നെ സ്പീഷീസ് ലെവലും കോൺഫ്ലിക്റ്റ് ഡിഫൈൻ ചെയ്യാം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന മനുഷ്യ സംഘർഷം, കടുവ മനുഷ്യ സംഘർഷം, പുലി ലെപ്പേർഡ് മനുഷ്യ ആയിട്ട് നെഗറ്റീവ് ഇൻട്രാക്ഷൻ, അതായത് മൃഗത്തിനും മനുഷ്യനും നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ മയിലൊരു വലിയ കോൺഫ്ലിക്റ്റ് ഫാക്ടറായിട്ട് പോകും, വളരുന്നുണ്ട് പല സ്ഥലങ്ങളിലും, പാലക്കാട് ജില്ലകളിൽ പോലെ. മങ്കി കുരങ്ങ് വലിയൊരു പ്രശ്നമായിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട്, ഗവൺമെൻറ് അത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. പല രീതിയിൽ പല സ്പീഷീസ് ആയിരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നേച്ചറും ആ ലാൻഡ്സ്കേപ്പും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് നോക്കുക. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഇത് പണ്ട് മുതലേ മനുഷ്യൻ്റെ എവല്യൂഷണൽ സമയം തൊട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത് വെറും ഒരു എക്കോളജിക്കൽ ഒരു ആട്രിബ്യൂട്ട് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ എക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫെനോമിനയാണ് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. പലപ്പോഴും നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു മൃഗത്തിൻ്റെ ഇതായിട്ട് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ബുദ്ധൻ പറഞ്ഞ കഥയിൽ ഇത് 5 കുരുടന്മാർ പോയിട്ട് ആനയെ കാണുന്ന സമയത്ത് പറയുന്ന പോലെ ഇത് ആന ഇതുപോലെ പില്ലർ പോലെയാണ്,
ചെവി മുറം പോലെയാണ് എന്ന് പറയുന്ന പോലെ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പകരം ഈ എല്ലാ ഈ സോഷ്യലായിട്ടുള്ളതും എക്കണോമിക്കലായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വയനാട്ടിലെ പല എസ്റ്റേറ്റുകളും അബാൻഡൻഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ വിളയ്ക്ക് വിലയില്ല. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടിക്കാട് വെട്ടണം, കപ്പിയുടെ അടിക്കാട് വെട്ടണം, ഇതൊന്നും ചെയ്യില്ല. അപ്പോൾ എന്താ, ഇത് സ്വാഭാവിക വനമായിട്ട് ഇത് മാറുകയാണ്. അവിടേക്ക് ഈ മൃഗങ്ങൾ കയറി ആശയം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ കോൺഫ്ലിക്റ്റിനെ കാണുന്നത് ഈ ലെവലിലാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എലഫൻ്റ് കോൺഫ്ലിക്റ്റ് പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനും 300 കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ നമ്മൾ പ്രൊഫൈൽ ചെയ്യും. പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എലഫൻ കോൺഫ്ലിക്റ്റ് എടുക്കുകയാണെങ്കിൽ 90%, 95% വരുന്നത് ബുൾസാണ്. അതായത് ആ മെയിലാണ് കോൺഫ്ലിക്റ്റ് ചെയ്യുക. ആനകളാണ് കൂടുതൽ വെഞ്ചർ ചെയ്യാൻ താല്പര്യപ്പെടുകയും മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കയറാനും താല്പര്യപ്പെടുന്ന ആനകളാണ്. അത് ഒറ്റ ആനയായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 50% മോഴയാണ്. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് എക്സാമ്പിൾ പറയാം. വയനാട് വലിയ സൈൻസ് ലാൻഡ്സ്കേപ്പ് 8 ആനകളെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓൺലി 8 ആനകളെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ എല്ലാ ആനകളും കോൺഫ്ലിക്റ്റ് ചെയ്യാന്നുള്ള ധാരണയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കാട് കാണുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സെറീനായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരിക്കലുമല്ല. അവിടെ ഓരോ ചെടികൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. റിസോഴ്സിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടിയിട്ട്, വെള്ളത്തിന് വേണ്ടിയിട്ട് അത് തമ്മിൽ ഒരു കടുവ ഒരു മാനിനെ ഓടിക്കുന്ന പോലെയാണ് ഇത്. ഹൈ ഡൈനാമിക്കാണ് ഇത് കാണുന്നത്. കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നും. ഓരോ അതിനിടയ്ക്കും പരസ്പരമുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. സാമർത്ഥ്യവും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് തന്നെയാണ് കോൺഫ്ലിക്റ്റിൻ്റെ പോലും പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയറാണ്. ഇപ്പോൾ ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ 560 പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കോൺഫ്ലിക്റ്റ് ആനിമൽ നോക്കുകയാണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആനിമൽ 40 വയസ്സിനപ്പുറത്തേക്ക് പോകില്ല. അതിനു മുമ്പ് ഡെത്ത് ആവും. പോയ്സണിങ്, ആരോ, ഇലക്ട്രോക്യൂഷൻ, എന്തെങ്കിലും കാരണം കൊണ്ട് അത് പോയിരിക്കും. ഓക്കെ, അതിന് ഷോർട്ട് ലൈഫാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഒരു പേപ്പർ വന്നതെന്ന് പറഞ്ഞാൽ 50 വയസ്സാവും ഒരു ആന ശരിക്ക് സയർ ചെയ്യാൻ, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ, ഒരു ബുള്ളിന്. അതായത് ഒരു യഥാർത്ഥ ഒരു ബുള്ളിന്. അത് കാട്ടിൽ ബുൾസുമായിട്ട് മുട്ടി വന്ന് അത് ഡോമിനൻ്റ് ആയി വന്ന് അതിന് ഹേർഡ് അക്സെപ്റ്റ് ചെയ്ത് ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യാനുള്ള സമയമാണ് പറഞ്ഞത്. സൗത്ത് ആഫ്രിക്കൻ പേപ്പറാണ്, പക്ഷേ അത് അപ്ലിക്കബിൾ ടു ഇന്ത്യ ടു. ഇവിടെ സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ ഇതൊരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയറാണ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് പല രീതിയിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫ്രാഗ്മെൻറ്റേഷൻ കൊണ്ടൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ വലിയൊരു ഫാക്ടറായിട്ട് വരുന്നതാണ് റിസ്ക് എടുക്കാൻ വില്ലിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു 13 വയസ്സാകുമ്പം ഈ ബുള്ള് കൂട്ടൊന്ന് മാറിപ്പോവും. അത് കഴിഞ്ഞ് ആദ്യത്തെ മസ്ത് വരുമ്പം അവൻ കൂട്ടത്തിനോട് അടുക്കാൻ ശ്രമിക്കും, ഇത് ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിനകത്ത് വലിയ ഡോമിനൻറ്റ് ബുള്ളുണ്ടാവും. അവൻ കുത്തി ഓടിക്കും. അങ്ങനെ അവൻ ഈ ഓരോ യുദ്ധത്തിനെയും കഴിഞ്ഞാണ് ലാസ്റ്റ് അവൻ ഡോമിനൻ്റ് ആവുകയും ഈ ഫീമെയിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു ലോങ് പ്രോസസ്സാണ്. ഈ സാധനത്തിനെ ബൈപ്പാസ് ചെയ്യാൻ കോൺഫ്ലിക്റ്റിന് പറ്റും. ഓക്കെ, കാരണം ബോഡി സ്ട്രക്ചറും സൈസുമാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത്. ഒരു ബുള്ള് ഇത് കഴിഞ്ഞിട്ട് ഇത് വന്ന് ഇത് ക്രോപ്പറേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡാണ് അതിന് കിട്ടുന്നത്. ഹൈ പ്രോട്ടീനീഷ്യസ്, ഹൈ ടേസ്റ്റി, ഭയങ്കര ടേസ്റ്റ് മാത്രമല്ല ഇതിൻ്റെ ഫാക്ടർ, ഹൈ പ്രോട്ടീൻസ്. അത് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ബുള്ളിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോൺഫ്ലിക്റ്റ് ആനകൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ബോഡി ആയിരിക്കും. ഓക്കെ, ഒരു 10-40 വയസ്സുകൊണ്ട് ഉണ്ടാക്കേണ്ട ബോഡി അവൻ ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അവൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, 20-25 ആകുമ്പോഴേക്കും ഒരു നല്ല പക്ക ബുള്ളായിട്ട് വരും. അതിന് പെട്ടെന്ന് അതിന് മെയ്റ്റിംഗ് ചാൻസ് അതിന് കൂടും. അതേ സമയത്ത് കോൺഫ്ലിക്റ്റിൻ്റെ റിസ്ക് ഉണ്ട്. അതായത് മനുഷ്യരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കറണ്ട് അടിക്കാം, ആരോ കൊള്ളാം, പടക്കം വെക്കും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. ഇപ്പോൾ മനുഷ്യരിലൊക്കെ ഉണ്ട് ബഞ്ചി ജമ്പേഴ്സ്, അങ്ങനത്തെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് ഉണ്ട്. ഈ റിസ്ക് ടേക്കിംഗ് ഒരു ജെനറ്റിക് പ്രൊഫൈലും കൂടിയാണ്, ആക്ച്വലി ഒരു ജെനറ്റിക് ക്യാരക്ടറും കൂടിയാണ്. ഓക്കെ, ഷിസോഫ്രീനിക് ജീൻസിൻ്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു വലിയൊരു ജീനാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന, ചിലർ വളരെ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഈ എലഫൻസിനും ഉണ്ടാകുന്നത്. അപ്പം ഈ റിസ്ക് ടേക്ക് ഇപ്പം നമ്മൾ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 2, 3, 4 ബുള്ളുകൾ ഒരുമിച്ച് വന്നിട്ട് ഒരു വളരെ സർപ്രൈസിങ് ആണ്. നമ്മൾ 2007 മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. വലിയ കൂട്ടം, അതായത് നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ ആനകളൊന്നും അവരെ അടിക്കുന്ന വിചാരിക്കുക. ഇവർ തമ്മിൽ ഭയങ്കര കോപ്പറേറ്റീവായിട്ട് നിന്നിട്ട് ഇപ്പോൾ ആലോചിക്കൂ, ഒരു വയൽ, അതിന് ചുറ്റും മനുഷ്യന്മാർ ജീവിക്കുന്നു, അവിടേക്ക് ഒരു ആന ഇറങ്ങി ചെല്ലുന്നു, കൂട്ടമായിട്ട് ആൾക്കാരെ ആക്രമിക്കുന്നു.
അതേ സമയത്ത് 4 പോയിന്റിൽ നിന്ന് 4 ആന ഇറങ്ങുകയാണെങ്കിൽ എന്താണ് ഈ റിസ്ക് ഷെയർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഈ രീതിയിലുള്ള കോപ്പറേറ്റീവ് ക്രോപ്പറേറ്റ്. ഇപ്പം നമ്മൾ പാലക്കാട് കണ്ട കേസ്, PT7 ലീഡർഷിപ്പുള്ള കേസ്, കല്ലൂരിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വലിയ കൂട്ടങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ലീഡ് ബുള്ളുണ്ടാവും. ഈ ലീഡ് ബുള്ളിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യും. ഇതാണ് പാലക്കാട് PT7 നമ്മൾ മാറ്റിയപ്പോൾ സംഭവിച്ചത്. കല്ലൂർ കൊമ്പനെ മാറ്റിയപ്പോൾ സംഭവിച്ചു. കല്ലൂർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഏറ്റവും വലിയ വയലായിരുന്നു. അവിടെ ഈ 4 കൊമ്പന്മാരായിരുന്നു ഒരുമിച്ച് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ റേഡിയോ കോളർ ചെയ്ത് കല്ലൂർ കൊമ്പനെ നമ്മൾ റേഡിയോ കോളർ ചെയ്ത് 4 വർഷത്തോളം മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് ഇത് ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമലാണെന്ന് വെച്ചാണ് നമ്മൾ മാറ്റുന്നത്. ഇത് മാറ്റിയോടെ അവിടുത്തെ പ്രശ്നം റിസോൾവ് ആയി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചലഞ്ചസ് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു ബിഹേവിയർ തന്നെ ഈ കോൺഫ്ലിക്റ്റ് തന്നെ ഇവോൾവ് ചെയ്യാൻ മാറ്റപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാനതുകൊണ്ടാണ് ഈ കാടിൻ്റെ കഥ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള രൂപമാണ്. അങ്ങനെയല്ല, ഇതിനകത്ത് ചേഞ്ചസ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബിഹേവിയറിൽ ചേഞ്ച് വരുന്നുണ്ട്, സോഷ്യൽ ഓർഗനൈസേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ഈ ചേഞ്ച് എല്ലാം കോൺഫ്ലിക്റ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സിംഗിൾ ബുൾ കോൺഫ്ലിക്റ്റ്, പിന്നെ ബുൾ അസോസിയേറ്റഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹേർഡ് കോൺഫ്ലിക്റ്റാണ്. കൂട്ടം വന്നിട്ട് ചെയ്യുന്നത്. കൂട്ടം വന്ന് ചെയ്ത് പലപ്പോഴും പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റഡ്, കാട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറിപ്പോകുന്ന സിറ്റുവേഷനിലാണ് കൂട്ടങ്ങൾ വരിക. 2-3 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഉള്ളത്. ആറളത്തിൻ്റെ അങ്ങനത്തെ സ്ഥലങ്ങൾ ഫ്രാഗ്മെൻറ്റഡ്, കാട് ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇതിൻ്റെ ഭീകരാവസ്ഥ ബംഗാളിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോർത്ത് ഈസ്റ്റ് ബംഗാളിൽ ബക്സാറ്റ മറ്റേ അവിടെയൊക്കെ ഉണ്ടെന്നും 10-360 പേരാണ് ഒരു വർഷം മരിക്കുന്നത്. കാരണം പറഞ്ഞാൽ കാട് ചെറിയ പാച്ചായിട്ട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇടയിൽ ഫ്രാഗ്മെൻറ്റഡ് ആവുകയും ആനിമൽസ് മൂവ് ചെയ്യുകയും ചെയ്യും. കാരണം ആനയ്ക്ക് റിസോഴ്സസ് വളരെ നിർബന്ധമാണ്. ഇത്രയും 10-20 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യുന്ന ഒരു ആനിമലാണ്. ഓക്കെ, അങ്ങനത്തെ ഉള്ള കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഹേർഡ് കോൺഫ്ലിക്റ്റ് ആ രീതിക്കാണ്. ഓക്കെ, ബുൾ കോൺഫ്ലിക്റ്റ് ഈ ബുൾ ഗ്രൂപ്പ്സിൻ്റെ കോൺഫ്ലിക്റ്റ് വേറെ രീതിക്കാണ്. ആ രീതിയിൽ വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാൻ. ഇതുപോലെ തന്നെയാണ് ടൈഗറിൻ്റെ കേസ്. നമ്മൾ 163 കേസുകൾ നമ്മൾ പ്രൊഫൈൽ ചെയ്തു. 163 കേസ് നമ്മൾ പ്രൊഫൈൽ ചെയ്തു, ഏത് കോൺഫ്ലിക്റ്റ് കേസുകൾ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു പാറ്റേൺ കിട്ടുകയാണ് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടർ എന്ന് പറയും. ഫ്ലോട്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കടുവക്കുഞ്ഞുണ്ടായി. ഓക്കെ, അതിൻ്റെ തള്ളയുടെ കൂടെ നിന്നു. 2 വയസ്സായി കഴിഞ്ഞാൽ ഇതിൽ വീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളേന്ന് മാറ്റും. ഈ തള്ളേനെ മാറ്റിയിട്ട് ഈ കുഞ്ഞ് പോയിട്ട് ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, കുഞ്ഞല്ല, ഒരു ചെറിയ ഒരു സൈസ് ഉണ്ടാവും. ഇയാൾ പിന്നെ ടൈഗർ ടെറിറ്റോറിയലാണ്, അറിയാലോ, അതിന് കൃത്യമായിട്ടുള്ളൊരു ഏരിയ വേണം. ഈ ടെറിറ്ററി ഡിസൈഡ് ചെയ്ത് മെയിൻലി അവിടെയുള്ള അതിൻ്റെ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഹൈ ഡെൻസിറ്റി ടൈഗറുള്ള സ്ഥലങ്ങളിൽ ഇയാൾ പോകുന്നു. അവിടെ അടുത്ത സ്ഥലത്ത് അടുത്ത ടൈഗറിൻ്റെ അവിടെയാണ്. അത് എത്ര പെട്ടെന്ന് അവിടുന്ന് മാറിയിട്ട് അടുത്ത സ്ഥലത്ത് ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഈ സംഭവത്തിൽ ഈ കടുവകളിൽ സംഘർഷം വരും, ഇതിനെ കൊല്ലുകയും തിന്നു പോവുകയും ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, വലിയൊരു ശതമാനം, റൈറ്റ്. പക്ഷേ ചിലത് ഇങ്ങനെ അലഞ്ഞ് നടന്ന് പലപ്പോഴും ഇത് അബാൻഡൻ എസ്റ്റേറ്റ്സ് കിട്ടും. ഓക്കെ, അവിടെ ഒന്ന് കയറും. അപ്പോൾ അവിടെ അതിന് ചില ആൾക്കാർ പശുവിനൊക്കെ കിട്ടുന്നുണ്ടാവും, അവൻ അതിനെ പിടിക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ അത് ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമലായിട്ട് മാറും. ഈ ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽ, അതായത് ഇത് ആർജിച്ചു പോയ ഒരു ആനിമൽ. അത് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള ടൈഗേഴ്സാണ്. ഇതൊരു ഡൈനാമിക് സൊസൈറ്റിയാണ്. ഓരോ ടെറിട്ടറിയും അവൻ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിൽക്കുകയാണ്. ഇത് യൂറിനേറ്റ് ചെയ്തിട്ടൊക്കെ മാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഒരു പ്രായമാവുന്നതോടെ അതിൻ്റെ പല്ല് ഒഴിയുന്നു, അതിൻ്റെ ആരോഗ്യാവസ്ഥ പോകുന്നു, ഇൻഫൈറ്റിൽ മുറിവുണ്ടാവുന്നു, അതോടെ ഇതിനെ ഇൻകപ്പാസിറ്റഡ് ആവും, ഇതിനൊരു ഇര പിടിക്കാനുള്ള കഴിവ് പോകും. അപ്പം പിന്നെ അത് ഔട്ട്ഫിറ്റാണ് ഇതിനകത്ത് നിലനിൽക്കാൻ ഇയാൾക്ക് പറ്റില്ല. ഇയാൾ നേരെ എന്താ ചെയ്യുന്നത്, ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിൽ പോകും. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന തൊട്ടടുത്ത് പശുവിനെ കെട്ടിയിട്ടുണ്ടാവും. സ്റ്റോൾ ഫെഡായിട്ടുള്ള, അതായത് കെട്ടിയിട്ട് വളർത്തുന്ന പശുക്കൾ മാത്രമേ പിടിക്കുള്ളൂ. ഇത് ഭയങ്കര രസകരമാണ്, നല്ലതാണ് മാത്രം. അതിന് രാത്രി വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു, തിന്നുന്നു, ഓടുന്നു, തിരിച്ച് കാട്ടിലേക്ക് തന്നെ അത് വന്ന് ഹൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഇത് വരുന്നു, വീണ്ടും വന്നിട്ട് ആ ആനിമലിൽ തന്നെ അറ്റൻഡ് ചെയ്തില്ല, ആനിമലിൽ തന്നെ തിന്നുന്നു. പലപ്പോഴും അത് കുഴിച്ചിടും, അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാണ് നടക്കുന്നത്. ഈ ആനിമൽസ് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കോ അതിൻ്റെ എക്കോളജിക്കോ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. ഓക്കെ, ഈ ആനിമൽസ് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളത്.
ഇതൊന്നും എക്കോളജിക്കൽ സർവീസസ് ഇല്ല, ഒന്നുമില്ല. ഈ ആനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് വലിയൊരു ഡയലമയാണ്. ഈ ഡയലമ ആൻസർ ചെയ്യാനാണ് നമുക്ക് വേറെ നിവൃത്തിയിൽ നമുക്ക് കള്ളിയാൻ പറ്റത്തില്ല. ഓക്കെ, നാഷണൽ ആനിമലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. ഈ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കൂട് വെച്ചാൽ മതി. ഒരു കടുവ ഒരു ആനിമലിനെ തിന്നു കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചു വരും. ഈ കാർക്കസ് എടുത്ത് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സ് എടുത്ത് കുളിക്കുമ്പോൾ വിളി വരും, സാധനം കയറി എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിൾ മാനേജ്മെൻറ്റാണ്. പക്ഷേ ഇതിനെ നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരും, അടുത്ത സെറ്റിൽമെൻറ്റിലേക്ക് വരും. ഇതൊരിക്കലും അത് കോൺഫ്ലിക്റ്റ് മാറുന്നില്ല, കാരണം അതിന് കാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അന്നാണ് അസുഖം വന്നത്. ചിലപ്പോൾ യങ് ആനിമലായിരിക്കാം, കുറച്ച് പ്രായമുള്ളതായിരിക്കാം, ശ്വാസകോശത്തിന് ഒരുപാട് അസുഖം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പരഗോണിവസ് എന്ന വരെയൊക്കെ ഒരു ഫ്ലൂക്ക് ഉണ്ട്, അത് ലങ്സിൽ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓടാൻ പറ്റില്ല. മനസ്സിലായോ? ഓടാൻ കഴിയില്ലോടെ പിന്നെ അതിന് ഇര പിടിക്കാൻ കഴിയുന്നില്ല. അതിങ്ങനെ മറ്റേ ഹ്യൂമൻ ഹാബിറ്റേഷനിലൂടെ ഇങ്ങനെ നടന്നു പോവുക ചെയ്യാം. പശുവിനെ പിടിക്കും, കുറച്ച് തിന്നും, വീണ്ടും പോവും. ഇങ്ങനെ സ്നീക്ക് ചെയ്യാണ് എൻ്റെ ബിഹേവിയർ. ചാർജിങ് ബിഹേവിയർ അല്ല, സ്നീക്ക് ചെയ്ത് പോവുക. നമ്മളെ കാലിനിടയിൽ കൂടെ ആയിരിക്കും ഇത് പോവുക. ഓക്കെ, സ്നീക്ക് ചെയ്തിട്ട് ഒളിച്ച് പാത്താണ് പോവുക സംഭവം. അങ്ങനത്തെ ആണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഡാർട്ടിങ് മാത്രമേ അതിന് വഴിയുള്ളൂ. പിന്നെ നാലാമത്തെ ഗ്രൂപ്പാണ് മാനീറ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. മാനീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ ആനിമൽസ് മനുഷ്യനെ മാത്രമേ കഴിക്കുള്ളൂ. അതായത് കൃത്യമായിട്ട് മനുഷ്യനെ സ്റ്റോക്ക് ചെയ്ത് കൃത്യമായിട്ട് വെച്ച് ഹണ്ട് ചെയ്യുന്ന ഇത്. ഇവിടുന്ന് ഒരു മനുഷ്യനെ പിടിച്ചു, അടുത്ത സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്കും ഇയാൾ പോകില്ല. കൃത്യമായിട്ട് ഹ്യൂമൻ സ്റ്റോക്കിങ്. ഇപ്പോൾ 2-3 എക്സാമ്പിൾസ് നമുക്കുണ്ട്. പലപ്പോഴും ഈ ആനിമൽസിന് നമുക്ക് ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഡാർട്ട് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം റിസ്ക്കാണ്. ചാർജ് ചെയ്യും, കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചു തന്നെ ചാർജ് ചെയ്തു. നമ്മൾ സ്റ്റാഫിന് നേരെ ചാർജ് ചെയ്തു. അത് മൂന്നാറായാലും. പക്ഷേ മൂന്നാർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമല, ഒരു മാനിറ്റർ അല്ല. പക്ഷേ വയനാട് പറഞ്ഞത് ക്ലീൻ മാനിറ്ററാണ്. അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ പുറകിലാണ് അത് വരുന്നത്. ഓക്കെ, ആ പുറകിൽ വന്നിട്ടാണ് അടിക്കുക. അപ്പോൾ നമുക്ക് ആ പാറ്റേൺ കേട്ടാൽ തന്നെ അറിയാം എങ്ങനെയാണ് അറ്റാക്കിൻ്റെ പാറ്റേൺ കേട്ടാൽ തന്നെ ഇത് ഏതാണെന്നറിയാം. അപ്പോൾ നമ്മളിപ്പം പോയി ഒരു കടുവയുടെ മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റെസ്പോൺസും അതിൻ്റെ അറ്റാക്കും ഈ പുറകിൽ നിന്ന് വരുന്ന സ്റ്റോക്ക് ചെയ്ത് വരുന്ന അറ്റാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊരു മാനിറ്റർ ആണോ, ഇല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡൻ്റലി ഇതിൻ്റെ മുമ്പിൽ ജമ്പ് ചെയ്ത കേസാണെന്ന് അറിയാം. അപ്പോൾ ഈ മാനിറ്റർ കേസസ് ഉണ്ട്. മാനിറ്റർ കേസിൻ്റെ മിക്കതും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേ നമുക്ക് നിവൃത്തിയുള്ളൂ. പിന്നെ ഫോർത്ത് ഒരു ഗ്രൂപ്പ് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തള്ളയുണ്ടായി, അതിന് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഹൈ റിസ്ക്കാണ് ഈ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് വേറെ കടുവ വന്ന് ഹണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ തള്ള പലപ്പോഴും ഇതിൻ്റെ സേഫായിട്ട് പോകുന്ന ഈ പറയുന്ന അബാൻഡൻഡ് എസ്റ്റേറ്റ്സിലാണ്. ഇപ്പോൾ പാമ്പ്ര പോലുള്ള എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് വയനാട്. അങ്ങനെ വെറുതെ കിടക്കുകയാണ്, ഒന്നുമില്ല, കാടായി, അത് തിരിച്ച് കാടായി മാറി. അവിടെ ഇടയ്ക്ക് ആൾക്കാർ പശുവിനൊക്കെ കിട്ടും, ഇതവിടെ പോകുന്നു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ കുഞ്ഞാണ് പഠിക്കുന്നത്, ഈ തള്ള ഹണ്ടിങ്ങിനൊക്കെ പഠിപ്പിക്കുന്നത് ഈ നാച്ചുറൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. എങ്ങനെ ഹൈഡ് ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം, എങ്ങനെ അറ്റാക്ക് ചെയ്യണം, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതിന് പകരം ഈ കാറ്റൽ പ്രിഡേഷൻ വരുന്നതോടെ ഈ കുഞ്ഞുങ്ങൾ ഇതാണ് പഠിക്കുന്നത്. മനസ്സിലായത്? ലേണിംഗ് പ്രോസസ്സിൽ മൊത്തം മാറുകയാണ്. അത് കാറ്റൽ ലിഫ്റ്റേഴ്സായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയുള്ള നമുക്ക് പ്രൊഫൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെ 4 തരത്തിൽ 5 തരത്തിൽ നമുക്ക് ഈ ടൈഗർ കോൺഫ്ലിക്റ്റിനെ നമുക്ക് അതിന് ഓരോന്നിൻ്റെ സ്ട്രാറ്റജി വേറെയാണ്. ഇത് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി വേറെയാണ്. ഓക്കെ, ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമലിനെ, അതായത് ഇഞ്ചേർഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആനിമലിനെ ചെയ്യുന്നതല്ല നമ്മൾ ഫ്ലോട്ടറിൽ ചെയ്യുക, അത് തന്നെയല്ല മാനിറ്ററിൽ ചെയ്യുക, അത് തന്നെയല്ല നമ്മൾ സ്നീക്കേഴ്സിൽ ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രൊഫൈൽ ചെയ്തപ്പോഴാണ് നമ്മൾ കണ്ടത്, ഞെട്ടിപ്പോയത്. വേറെ എവിടെയും ഡാറ്റ ഇല്ല. ഓക്കെ, ഇത്രയും നമ്മൾ ഡാറ്റ നമ്മൾ പ്രൊഫൈൽ ചെയ്ത് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, ഓരോന്നിനുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ അങ്ങനെ വേരിയേഷൻസ് വരും, അതിനുള്ള വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ഈ ആനിമൽ കോൺഫ്ലിക്റ്റ് എടുക്കുമ്പോൾ എലിഫൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഡീൽ ചെയ്യേണ്ടി വരുന്ന സാധനങ്ങൾ. ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള സാധനം കൂടിയാണ്. അപ്പം അതിനുള്ള സൊല്യൂഷൻ എന്താണ് ഒരു അനിമൽ കോൺഫ്ലിക്റ്റ് എലിഫൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ? കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഫൈനൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ വയനാട്ടിലെ സിറ്റുവേഷൻ 8 ആനകൾ മാത്രമേ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വ്യക്തമായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അറിയാം, അവിടുത്തെ ആൾക്കാർക്കറിയാം ഇത്ര ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ള അറിയാം. ഞാൻ അവിടെ ഒരു മാനേജറായി നോക്കാം, ഞാൻ പോയി ബാബു അവിടെ വരിക നോക്കാം. അപ്പോൾ ഞാൻ ആർജിച്ച ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന ആനയുണ്ട്, വടക്കരാടെ ആൾ, മറ്റൊരു സ്ഥലത്ത് ആനയുണ്ട്, ഇന്ന ആനയാണ്. പക്ഷേ ഇതൊന്നും അങ്ങോട്ട് പകർന്നു തരാൻ എനിക്ക് പറ്റില്ല, കാരണം എന്താണ്, വെർബലി പലപ്പോഴും നടക്കില്ല. അപ്പോൾ അത് ശരിക്കും മാപ്പ് ചെയ്യണം കോൺഫ്ലിക്റ്റ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ, സമയവും
സ്ഥലവും വെച്ചിട്ടുള്ള മാപ്പിംഗ് ചെയ്യണം. ഓക്കെ, അതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. വ്യാപകമായിട്ടുള്ള ഡാറ്റ എടുത്തിട്ട് അത് ഒരു മാപ്പ് ചെയ്തിട്ട് ഒരു ഹീറ്റ് മാപ്പ് പോലെ പല കളറിൽ റെഡും ബ്ലൂവും ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ്, എന്നിട്ട് അവിടെ ശ്രദ്ധിച്ചിട്ട് അവിടെ എന്താണ് മിറ്റിഗേഷൻ മെഷേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഡാറ്റ വരുന്നത് നമ്മൾ മാപ്പ് ചെയ്തിട്ട് ആ മാപ്പിൻ്റെ മുകളിൽ വേണം നമ്മൾ ബിൽഡ് ചെയ്യാൻ. ഓക്കെ, അതാണ് നമ്മൾ തുടങ്ങുന്നത്. അതാണ് ഇപ്പോൾ തുടങ്ങി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും കോൺഫ്ലിക്റ്റ് മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫർദർ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മൾ ക്ലാസിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ബാരിയേഴ്സ് എന്ന് പറയും. അതായത് ആന കൊണ്ട് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി അത് ക്ലാസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രഞ്ച് ഉണ്ടാക്കും. അപ്പോൾ ട്രഞ്ചൊക്കെ ഇപ്പോൾ ഫെയിലിയറായി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹെവി മഴ പെയ്യുന്ന സമയത്ത് ഈ ട്രഞ്ച് അങ്ങ് മൂടിപ്പോവും, ഇല്ല പൊളിഞ്ഞു പോകും. കാരണം നിൽക്കുന്നില്ല ഇപ്പോൾ ട്രഞ്ച്. ഇപ്പോൾ മാത്രമല്ല ട്രഞ്ചിന് വേറെ എക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം കംപ്ലീറ്റ് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകും, ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട വെള്ളം കംപ്ലീറ്റ് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകും. ട്രഞ്ച് ഉണ്ട്, ഫെൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സാമ്പത്തികപരമായിട്ടും ഒക്കെ ഏറ്റവും നിൽക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫെൻസാണ്. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫെൻസ്, DC കറണ്ട് ആയിരിക്കും, ആനിമൽ തട്ടും ഷോക്ക് അടിക്കും. ഓക്കെ, അപ്പോൾ അതൊരു കണ്ടീഷൻ റിഫ്ലക്സാണ്. അറിയാലോ, നമ്മൾ പാവലും എക്സ്പെരിമെൻറ്റിൽ ഒന്ന് തട്ടി ഒരു ഷോക്ക് അടിച്ചു, രണ്ട് തട്ടി ഒരു ഷോക്ക് അടിച്ചു, മൂന്നാം തവണ പുള്ളി ആ സ്ഥലത്തേക്ക് അവോയ്ഡ് ചെയ്യും എന്നാണ് കാഴ്ചപ്പാട്. പക്ഷേ ദേ ആർ മോർ ബ്രില്യൻറ്റ്, എലഫൻസ് ആർ മോർ ബ്രില്യൻറ്റ്. ഇത് വളരെ കൃത്യമായിട്ട് ഇവർ പൊളിക്കാനുള്ളവർക്കറിയാം. ഒരു മരം അതിന് മുകളിലേക്ക് മെല്ലെ അങ്ങ് തള്ളി ഇട്ട് കഴിഞ്ഞാൽ പോയി. ഓക്കെ, പിന്നെ ട്രഞ്ച് ഫെൻസ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ആ ഒരു പുല്ല് വളർന്ന് അതിൻ്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ അത് എർത്ത് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അടി മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മളുടെ ഏരിയയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മുടെ ടെറൈൻ പല രീതിയിലാണ്, അണ്ടുലേറ്റിംഗ് ടെറൈനാണ്, വാട്ടർ ബോഡി ഉണ്ടാവും, അവിടെ ഫെൻസ് ഒന്നും പറ്റില്ല. ഓക്കെ, പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ വോളൊക്കെ കിട്ടുന്നില്ല. വോളൊക്കെ കിട്ടണമെങ്കിൽ മറ്റേ ഇത് കംപ്ലീറ്റ് പൊളിക്കേണ്ടി വരും. ഇത് വെസ്റ്റേൺ ഗാർഡ് കംപ്ലീറ്റ് പൊളിച്ചാലേ നമുക്കൊരു ഇതുണ്ടാക്കാൻ പറ്റും. മാത്രമല്ല കാടും നാടും തമ്മിൽ അത് വേർതിരിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഫിസിക്കൽ ബാരിയർ വെച്ച് വേർതിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് പോയി. ഓക്കെ, ഇതൊരു ഇൻട്രാക്ഷൻ നടക്കുന്ന സംഭവമാണ്. അതിൻ്റെ എഫ്ലുവൻസ് വരുന്നുണ്ട്, ന്യൂട്രിയൻസ് താഴ്ത്ത് വരുന്നുണ്ട്, ഭൂമിയിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഇത് പോയി. അത് മാത്രമല്ല അത് എക്സ്പെൻസീവും ആണ്. പിന്നെ ഒരുപാട് പുതിയ ഓപ്ഷൻ, റെയിൽ ഫെൻസ് പോലുള്ള സാധനങ്ങൾ, റെയിൽ ഫെൻസും ഇത് കിടക്കുന്നുണ്ട്. ചിലത് വളരെ സമർത്ഥമായിട്ട് എൻ്റെ നട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കേബിൾ ഫെൻസുകൾ പോലുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ പലതുണ്ട്. ഇതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സും ഉണ്ട്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇതൊക്കെ. അതായത് ചില്ലി ഫെൻസ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതായത് മുളക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനയ്ക്ക്. അപ്പോൾ ഈ മുളക് പൊടി എടുത്തിട്ട് ഗ്രീസിലാക്കിയിട്ട് കയറിൽ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടിയിടും. അപ്പോൾ എന്താ ഇത് ക്രോസ് ചെയ്യുക. പക്ഷെ നമ്മളെ പ്രശ്നം എന്താ, പലപ്പോഴും കോൺഫ്ലിക്റ്റ് നടക്കുന്നത് മഴക്കാലത്താണ്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് പോകും. കാരണം മഴക്കാലത്താണ് നമ്മൾ കൃഷിയെല്ലാം പൊങ്ങി വരുന്ന ആ സമയത്ത്, അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് പലപ്പോഴും നടക്കില്ല. പിന്നെ ആഫ്രിക്കയിലൊക്കെ പറഞ്ഞ ചില്ലി ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് കൃഷിയിടത്തിൻ്റെ ഇതിൻ്റെ ബൗണ്ടറിയിൽ ചില്ലി തോട്ടങ്ങൾ സബ്സിഡി കൊടുത്തിട്ട്. പക്ഷെ നമ്മളുടെയൊക്കെ ഇവിടെയുള്ള ചില്ലിയുടെ വളർച്ചയൊക്കെ ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നില്ല. ഓക്കെ, വേറെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹണി ബി ഫെൻസ് എന്നൊരു ഐഡിയ. ഓക്കെ, ഹണി ബി ഫെൻസ് എന്ന് പറഞ്ഞാൽ തേനീച്ച ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കൊളീഗ് തന്നെ ചെയ്തത്, അവൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ തേനീച്ച കൂടി ഇങ്ങനെ തൂക്കിയിടും. ഇത് കയറിന് മുകളിൽ ഒരു പോളിൽ ഇങ്ങനെ കയറ്, അവിടെ ഒരു തേനീച്ച കൂടി ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ ഇവർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് തേൻ കിട്ടുകയും ചെയ്യും. ഈ ആന വന്നു കഴിഞ്ഞ് തട്ടുന്ന സമയത്ത് തേനീച്ച ഇളകും, ആന ഓടും. വെരി എഫക്റ്റീവ്. ഓക്കെ, അപ്പം നമ്മളിത് ഇതേ സംഭവം ഇവിടെ ചെയ്യാൻ വേണ്ടി നോക്കി. ഓക്കെ, അപ്പം ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ പ്രശ്നം എന്താ പറയുന്നത്, നമ്മൾ ഈച്ചകൾ തന്നെ രാത്രി ആക്റ്റീവ് അല്ല. ഇവരെന്ത് കുലിക്കാലും ഇവന്മാർ ഉറങ്ങാനെങ്കില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, വേറെ ആൾ വന്നു, കരടി വന്നു. ഓക്കെ, അപ്പോൾ കരടി വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു മതി, ആന മതി, കരടി വേണ്ട. ഓക്കെ, തേനീച്ച ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് കരടി വരാൻ തുടങ്ങി. അതിനൊരുപാട് രസകരമായ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഞങ്ങൾ ഈ കടുവയൊക്കെ പിടിച്ചിട്ട് ഈ മറ്റേ വണ്ടിയിലാണ് കൊണ്ടുപോകുക. തൃശ്ശൂർ സൂവിലൊക്കെ പണ്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ വയനാട് ചുരത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇത് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക, കൂടുതൽ പൊതിച്ചിട്ട് കൊണ്ടുപോകുക. വയനാട് ചുരത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ എല്ലാം കുരങ്ങന്മാരുണ്ട്. ഈ മുകളിൽ നിന്ന് 9-ാം ചുരത്തിന് ഇത് വണ്ടി വരുമ്പോഴേക്കും പിന്നെ താഴെ ഒരൊറ്റ കുരങ്ങന്മാരെ കാണില്ല, എല്ലാം ഓടും. കാരണം ഇതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോഴേക്കും ഓടും. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഓക്കെ, ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, ഇത് സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സ്മെല്ലൊരു റിപ്പല്ലൻ്റായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ട്രിവാൻഡ്രം സൂന്ന് കുറച്ച് യൂറിനൊക്കെ കളക്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു കപ്പത്തോട്ടുണ്ടായിരുന്നു, ഒരു ഹൈ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പത്തോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുറ്റും ഞങ്ങൾ, അവിടെ പന്നിയാണ് ശല്യം, പന്നി ഒറ്റ കപ്പ വെക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇതിന് ചുറ്റും യൂറിൻ സ്പ്രേ ചെയ്തു. വെരി എഫക്റ്റീവ്. ഒറ്റ പന്നിയും വന്നിട്ടില്ല. പക്ഷെ വേറൊരാൾ വന്നു, ഇതിൻ്റെ സ്മെല്ല് പിടിച്ച് വേറെ ടൈഗർ വന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു വേണ്ട, പന്നി മതി, കടുവ വേണ്ട എന്ന്. സോ ഏത് കോൺഫ്ലിക്റ്റ് നമ്മൾ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ഇതിനൊരു ഓവർകം ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. ഓക്കെ,
അപ്പം അത് അതിൻ്റെ വേറൊരു വശം. അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ സോഷ്യൽ വശം എന്ന് പറഞ്ഞ സംഭവം, സോഷ്യോളജിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ബിഗ് കോൺട്രവേഴ്സിയിലാണ് ആക്ച്വലി. നമുക്ക് എവിടുന്ന വെള്ളം ഉണ്ടാകുന്നത്? കാട്ടുനിന്നാണ്. കാട്ടുനിന്ന് വെള്ളം ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു പറയുന്നുണ്ട്. നമുക്ക് ഈ കടുവകളൊക്കെ അങ്ങ് കൊന്നൂടെ? അപ്പോൾ എന്താ, കടുവകൾ എന്ന് പറഞ്ഞാൽ മാനുകൾ കൂടും. മാനുകൾ കൂടിക്കഴിഞ്ഞാൽ കാട് നശിപ്പിക്കും. ഓക്കെ, വേണ്ട, മാനുകൾ ഒഴിവാക്കുന്ന എന്താവും? കാട് വളരുമോ? കാട് നിൽക്കുമോ? ഇല്ല. ഈ കാടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ മരങ്ങൾ തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഇത് വള്ളികൾ കൊണ്ട് മൂടും, കാട് നശിച്ചു. പപ്പടം പൊടിയുന്ന പോലെ പൊടിയും. ഇത് വള്ളികൾ കയറും, ഇതിന് ചുറ്റും കവർ ചെയ്യും, ഫോട്ടോസിന്തസിസ് നടക്കില്ല, ഈ കാട് നശിച്ചു. ഈ കാട്ടിലാണ് ഈ ഹ്യൂമസിൻ്റെ മുകളിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത്. ഓക്കെ, അവിടുന്ന് ചെറിയ ട്രിക്കിൾ ചെയ്ത് വേനൽക്കാലത്ത് ചെറിയ തോടുകളായി, അരുവികളായി, പുഴയായി കടലിൽ വന്ന് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഡാം കെട്ടി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതും എല്ലാം. ഓക്കെ, ഈ ഇലക്ട്രിസിറ്റിയാണ് നഗരത്തിൽ ജീവിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ ഒരു എയർ കണ്ടീഷൻ ഓൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി കാടിൻ്റെ ഇതാണ് സർവീസാണ്, എക്കോസിസ്റ്റം സർവീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ എക്കോസിസ്റ്റം സർവീസിൻ്റെ ബാധിക്കുന്ന നഗരത്തിലുള്ള ഞാനും യഥാർത്ഥത്തിൽ ഇതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കാം. യഥാർത്ഥ ഫോറസ്റ്റിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇതിന് ചുറ്റുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ എക്കോസിസ്റ്റം സർവീസ് ഉപയോഗിക്കുന്നത് നഗരത്തിലുള്ള ആൾക്കാരുമാണ്. ഓക്കെ, അവർക്ക് ഇതിനോട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവരവിടെ നിന്നുകൊണ്ട് മറ്റേ മൃഗസംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ ഉള്ള ആൾക്ക് അവരാണ് പലപ്പോഴും ഒപ്പീനിയൻ മേക്കേഴ്സ് ആവുന്നത്. ബിക്കോസ് ഓഫ് ദ റിച്ച്, അവരാണ് സമൂഹത്തിൽ തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ അവരാണ് ഈ മാറി ഒപ്പീനിയൻ. അവർക്ക് ആനിമൽസ് ലവ് ഉണ്ടാവും, ഇവർക്ക് ലവിൻ്റെ തന്നെ ഇവരും എപ്പോഴും ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസ് കോർട്ട് ഓൾസോ, പല രീതിയിൽ ബിക്കോസ് എല്ലാ ചാനൽ, ബിക്കോസ് ദേ ആർ ഇൻഫ്ലുവൻഷ്യൽ, ദേ ആർ റിച്ച്, നഗരത്തിൽ റിച്ചാണ്. അപ്പം അങ്ങനത്തെ ഒരു സോഷ്യോളജിക്കൽ പ്രോബ്ലം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ, എക്കോളജിക്കൽ ഒരു ഇഷ്യൂ ആണ്. ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്, ഇത്ര വാസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ ഒരു പ്രശ്നക്കാരന് ഒരു ആനയെ കിട്ടിയാൽ അതിനെ അവിടെ നിന്ന് മാറ്റണമല്ലോ, അല്ലാതെ അവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്തായിരിക്കും? അല്ല, എന്തുകൊണ്ട് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തുന്നതിലാണ് നമ്മൾ ഏറ്റവും വലിയ കഴിവിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചില സിറ്റുവേഷൻ നമുക്കത് വേണ്ടി വരും. ഇപ്പോൾ ഒരു ആന നഗരത്തിലാണ്. ഇപ്പോൾ PM2 എന്ന് പറഞ്ഞ ആന പന്തല്ലൂർ മോഴ, അവിടെ പന്തല്ലൂർ എന്ന സ്ഥലത്ത് 160ഓളം വീടുകൾ തകർത്തു. ഓക്കെ, അതിനവർ പിടിച്ചു. അവരാദ്യം കോളറിട്ട് കുറേ ഒബ്സർവ് ചെയ്ത് നോക്കി, നടന്നില്ല. പിടിച്ചിട്ട് അവർ കർണാടക ബോർഡറിൽ വിട്ടു. പിറ്റേ ദിവസം അത് സുൽത്താൻ ബത്തേരി ടൗണിലാണ്. ഓക്കെ, ഒരാൾ അറ്റാക്ക് ചെയ്തു. പക്ഷേ ഈ ആന ഒരിക്കലും പോകില്ല, ഇത് നഗരത്തിലെ ടൗണിലേ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓടിച്ചു വിടും, അത് അപ്പുറത്തെ ഗ്യാരേജിന് അപ്പുറത്തെ കാട്ടിൽ നിൽക്കും, വീണ്ടും ഓടി വരും. നമ്മുടെ സ്റ്റാഫ് ഒരാഴ്ച അതിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒരു കാരണവശാലും നടക്കില്ല, പോകില്ല. കാരണം ഇത് ഹാബിച്വേറ്റഡ് ആണ്. ഈ ആനിമൽ പിന്നെ എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ഓക്കെ, പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, പിടിക്കുകയോ ട്രാൻസ്ലോക്കേറ്റ് ചെയ്താൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു കാലിലെ മന്തെടുത്ത് നമ്മൾ വേറെ കാലിൽ വെക്കുക ചെയ്യുക. അത് അവിടെ ആളുകൾ ഉപദ്രവിക്കും. ചില സക്സസ്ഫുൾ ആയിട്ട് ഫോർ അരിക്കമെൻഡ് കേസ് സക്സസ്ഫുൾ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അപ്പോൾ അത് ഹാബിച്വേറ്റഡ് ആയി. അവിടെ ഒരു ഹൈ കോൺഫ്ലിക്റ്റ് ആനിമൽ ഹാബിച്വേറ്റഡ് ആയി. ഓക്കെ, ആക്ച്വലി വി സേവ് ദ ലൈഫ് എന്ന് വെച്ചാൽ അതുവെങ്കിൽ അത് വേറെ രീതിയിൽ അത് പോയനെ, പോയ്സണിങ്ങോ എന്തോ ആയിട്ട് പോയനെ. അപ്പോൾ അത് പുതിയൊരു ഹാബിറ്റാറ്റിലേക്ക് വന്നു, അത് അഡ്ജസ്റ്റ് ചെയ്തു. അത് സക്സസ് സ്റ്റോറിയാണ് ആക്ച്വലി. ബട്ട് ബാക്കിയുള്ള കഥകൾ നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇങ്ങനെ വന്നിറങ്ങി, നിലമ്പൂർ ടൗണിലിറങ്ങി ഒരുപാട് ആനകൾ നമ്മൾ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിടിച്ച് നമ്മൾ, കാരണം അത് എത്തിപ്പെടുന്നതാണ്. ഒന്നുമില്ല, പിടിക്കുക, മയക്കോടി വെക്കുക, ലോറി കയറ്റുക, കൊണ്ടുപോവുക, നമ്മൾ ഡീപ്പ് ഇൻറ്റീരിയർ ഫോറസ്റ്റിൽ നമ്മൾ വിടുക. സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഒരുപാട് കേസ് സക്സസ്ഫുൾ ആയിട്ട്, ആരും അറിയാത്ത കേസുകളാണ് ഇതൊക്കെ. ഓക്കെ, പഴയ പത്രങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് ലൈനായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമൽസിനെ നമ്മൾ റേഡിയോ കോളർ ചെയ്ത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് മാപ്പ് ഉണ്ടാക്കി അതിൻ്റെ ആക്ടിവിറ്റി മനസ്സിലാക്കി ഇതൊരു ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമൽ ആണോ എന്ന് നോക്കി ഇതുമായി കഴിഞ്ഞാൽ ഇതിന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയാലും ഇത് കോൺഫ്ലിക്റ്റ് ചെയ്യും. ഒരു ബിഹേവിയറായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ആനിമൽസിൽ പലപ്പോഴും നമുക്ക് നമ്മളെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. ടു സേഫ് ഗാർഡ് ഇറ്റ്സ് ലൈഫ് മെയിൻലി. അത് പലർക്കും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ ആനയെ പിടിക്കുന്നത് നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടാണ്, അല്ല, പലപ്പോഴും ആനയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അത് കൊല്ലപ്പെട്ടു, പല രീതിയിൽ കൊല്ലപ്പെട്ടു, നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ കൊല്ലപ്പെട്ടു. ഓക്കെ, ആ രീതിയിലുള്ള ആനിമൽ. സോ പിന്നെ ഈ ലോങ് ടേം ആയിട്ടുള്ള ഈ ഹേർഡ് പോലെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കോറിഡോർ ഉണ്ടാക്കുക, അങ്ങനത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. അതായത് കണക്റ്റഡ് ഫോറസ്റ്റ് കണക്ട് ചെയ്യണം. അങ്ങനെയാലേ ഈ കൂട്ടത്തിന് പോകാൻ പറ്റുള്ളൂ. കോൺഫ്ലിക്റ്റ് ഒരുപാട് കുറയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാട്ടിൽ നടത്തുന്ന ഡീഗ്രഡേഷനും ഫ്രാഗ്മെൻറ്റേഷനും പോലുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റും. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ലെവൽ, സ്പീഷീസ് ലെവൽ, അതേപോലെ ഇതിൻ്റെ നേച്ചർ ഓഫ് കോൺഫ്ലിക്റ്റ് അക്യൂട്ടാണോ, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമാണോ, അതോ ഒരു ക്രോണിക് ആയിട്ടുള്ള കേസാണോ, ഇല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ലെവലിൽ വലിയൊരു കേസാണോ, ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചിട്ട് വേണം നമ്മളിതിനെ കോൺഫ്ലിക്റ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ.
ഇപ്പോൾ ക്യാമ്പിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. കാട്ടിൽ അത്രയും കാലം വിഹരിച്ച ഒരാളെ ക്യാമ്പിനകത്തേക്ക് കൊണ്ടുവരുന്നു. ഹി വിൽ ബി വെരി ഹോസ്റ്റൈൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഹൗ ഡു യു മിറ്റിഗേറ്റ് ദാറ്റ് സിറ്റുവേഷൻ? ആന അറിയാലോ, 10-50 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഫുഡ് കഴിക്കുന്ന 100-150 കിലോ ഫുഡ് കഴിക്കുന്ന 300 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ആനിമലാണ്. അത്രയും ദൂരം അതിന് റിസോഴ്സിന് ട്രാവൽ ചെയ്യേണ്ട ആനിമലാണ്. ഈ ആനിമലിനെയാണ് നമ്മൾ ഒരു ചെറിയ കൺഫൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ആനിമൽ തീർച്ചയായിട്ടും അജിറ്റേറ്റഡ് ആയിരിക്കും, അതിൻ്റെ സ്വാഭാവിക ഇതെന്ന്. അപ്പം അത് മാക്സിമം അത് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിന് മുകളിൽ ഇഞ്ചുറി ഉണ്ടാവും. ഓക്കെ, ഈ സമയത്താണ് നമ്മൾ ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഈ പാരമ്യത്തിൽ നിന്ന സമയത്താണ് നമ്മൾ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഈ അതായത് റേഡിയോ കോളർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ആനിമൽസിനെ വേറൊന്നുമില്ല അതിൻ്റെ ലൈഫ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ക്രാൾ എന്ന് പറഞ്ഞ ഐഡിയ. ക്രാൾ എന്ന് പറഞ്ഞാൽ പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സാധനമാണ്. എന്നാൽ ഇരുമ്പകം എന്ന് പറഞ്ഞാൽ മരം വെച്ചിട്ടാണ് അവർ ഈ ക്രാൾ ഉണ്ടാക്കുക. ഇരുമ്പകം എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റേഡിയം വരാണ്, പക്ഷേ ഇടിച്ചു കഴിഞ്ഞാൽ ചതഞ്ഞു പോകും, ഇഞ്ചുറി ഉണ്ടാവില്ല. ഓക്കെ, ഇരുമ്പകം കിട്ടാനില്ല നമുക്ക്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഐഡിയ വന്നു യൂക്കാലിപ്റ്റസ് മരങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. അങ്ങനെ ഇതൊരു ക്രാൾ എന്ന് പറഞ്ഞാൽ ഒരു 15 അടി. ഓക്കെ, ആനിമലിന് നിൽക്കാം, കിടക്കാം, എല്ലാം ചെയ്യാം. 15 അടി സൈസിൽ 18 അടി ഉയരത്തിൽ ഉണ്ടാക്കുന്ന 4 തൂണുകൾ 2 സൈഡിൽ, രണ്ട് തൂണുകൾ 2 സൈഡിൽ. അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഓരോ കഴകൾ വെച്ച് കെട്ടുകയാണ്. അപ്പോൾ ഇതിന് വെയിറ്റാണ് ഇതിൻ്റെ കാര്യം. ഇവിടെ ഈ യൂക്കാലിപ്റ്റസ് നമ്മൾ ആനിമൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ചതയത്തേ ഉള്ളൂ, ഇഞ്ചുറി പറ്റില്ല. ഇപ്പോൾ നമ്മൾ സിമെൻറ്റിൽ ഇടിക്കുന്നതും നമ്മൾ എന്താ പറയുക ഒരു സോഫയിൽ ഇടിക്കുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. അത് ഇടിക്കുമ്പോൾ അത് ചതഞ്ഞ് നിൽക്കുക ചെയ്യുക. ആനിമലിൽ ഒരിക്കലും ഇഞ്ചുറി പറ്റില്ല. അതായത് ഇത് ആനിമൽ രക്ഷപ്പെടാനും പറ്റില്ല, ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട്. നമ്മൾ പല രീതിയിൽ ആനിമലിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. ഒന്ന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും, ചിലത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനയെ അധികം വേദനിപ്പിക്കാതെ അതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, രണ്ട് നെഗറ്റീവ് ഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനിമലിനെ അടിച്ച് അതിൻ്റെ മുറയിൽ തകർത്ത് ഒന്നുമില്ലാതാക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഹോഴ്സ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, കുതിരകളെ ട്രെയിൻ ചെയ്യുന്നത്. അത് അതുമായിട്ട് ഏകദേശം കമ്പയർ ചെയ്യാം. അപ്പം ഈ ഏത് ചൂസ് ചെയ്യണം? പല സ്റ്റേറ്റുകളിലും ഉപയോഗിക്കുന്ന പറഞ്ഞാൽ രണ്ടാമത്താണ്. അതായത് ആനിമലിനെ കൊണ്ടുവന്നു ഭേദ്യം ചെയ്ത് അതിൻ്റെ മുറ അത് കംപ്ലീറ്റ് ഡൗൺ ആയി. ആനിമൽ നോ ഹി ഗോണ സർവൈവ് ആൻഡ് ഹി ഗോണ നോട്ട് ടു സർവൈവ് ആൻഡ് സക്കും ചെയ്തിട്ട് അവിടുന്ന് അതിനെ അണ്ടറിൽ കൺട്രോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ വന്ന് ഒരുപാട് പേര് നമ്മളുടെ മെതഡിൻ്റെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കൂട്ടിലാക്കി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വിഡ്രോ ചെയ്യും. ഒരാൾ നമ്മൾ കൂട്ടിനടുത്തേക്ക് അടുപ്പിക്കത്തില്ല. ഓൺലി ദ ലീഡ് മഹൂട്ട്, അയാൾ മാത്രം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ആളോട് പറയും, ആനയോട് സംസാരിക്കാൻ പറയും. ഫുഡ് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഇയാളിൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആനയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആന ഇയാളുടെ സൗണ്ടുമായിട്ട് ഫെമിലിയർ ആവും. ഇയാൾ ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്, ഇയാൾ സംസാരിക്കുന്നുണ്ട്, ഇയാളെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇയാളെ കാണുന്നുണ്ട്, ഇയാളെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കണ്ടീഷൻ ബോണ്ടേജ് നമ്മൾ ഉണ്ടാക്കും. അത് വളരെ ഇതായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയും ടച്ച് ചെയ്യാൻ പറയും, കൂട്ടിനഴിയിലൂടെ തൊടാൻ പറയും. അപ്പം ഇങ്ങനെ തൊട്ട് ടച്ച് ഒരു വലിയ സാധനമാണ്. അതോടെ വരുമ്പോൾ ബോണ്ടേജ് കൂടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ടച്ച് ചെയ്ത് ചപ്പെടുത്ത് തട്ടി പേര് വിളിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആന റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഇയാളും പറയുന്നതിനനുസരിച്ച് മൂളും ആന. ഇപ്പം നമ്മൾ PM2-നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം, അവിടെ ചെന്ന് നമ്മൾ വർത്താനം പറഞ്ഞാൽ അതിനനുസരിച്ച് അത് മൂളിക്കൊണ്ടിരിക്കും നമ്മളടുത്ത്. സോ ആ ഇതൊന്ന് സൗണ്ട്, ടച്ച്, സ്മെല്ല് നമ്മൾ ഇത് ചെയ്തു. അങ്ങനെ ചെയ്ത് ഇയാൾ ഇതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. 1 മാസം 1.5 മാസം കഴിയുന്നതോടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് കുളിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇയാൾ പുറത്ത് വന്നിട്ട് സ്ക്രബ് ചെയ്യും. സ്ക്രബിങ് ഒരു വലിയ സംഭവമാണ്. ഇത് ഉരച്ച് കുളിപ്പിക്കാതെ കോഴ്സ് കൂടെ വെള്ളം വെച്ചിട്ട് ഇയാളിങ്ങനെ ഉരച്ച് കുളിപ്പിക്കുമ്പോൾ ആന കൂടുതൽ ടച്ച്, കൂടുതൽ ബോണ്ടഡാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇടക്കഴിയിടും. ഇതിനകത്തൂടെ ഇടക്കഴിയിട്ടിട്ട് ഇയാളെ ഇതിനകത്തേക്ക് ഇറക്കും. ആലോചിക്കുക, വേറെ ആരുമില്ല, ഞങ്ങൾ ആരും പോകില്ല, ഞങ്ങളൊന്നും ടച്ച് ചെയ്യില്ല, ഞങ്ങളുടെ ശബ്ദമോ ഒന്നും അതിനെ നമ്മൾ ബോധറിയിക്കില്ല. ഇടക്കഴിയിട്ടിട്ട് ഇയാൾ ആനയിപ്പുറത്ത് ഇയാളിപ്പുറത്തിറക്കും. ഓക്കെ, അപ്പോൾ അയാൾ ആനയുടെ കുറച്ചുകൂടെ അടുത്തു ക്ലോസായി. പിന്നെ അവിടെ ഇട്ട് ഇയാൾ പിന്നെ കുളിപ്പിക്കലും ഇതിനും ചെറിയ കമാൻഡ്, കാല് പൊക്കട, പിന്നെ ചെറിയ ഇത് കൊടുക്കും. ഏത് ഒരു കാല് പൊക്കി കഴിഞ്ഞ ഒരു ഇയാൾ പറഞ്ഞ് കേട്ട് ഒരു കരിമ്പ് കഷ്ണം കൊടുക്കും. മനസ്സിലായി? റിവാർഡ്സ് കൊടുത്ത്
വലുതായിട്ടുള്ള ബോണ്ടേജ് കൂട്ടും. ഇതിനിടയ്ക്ക് ചില അറ്റാക്കൊക്കെ നടക്കും. ഓക്കെ, ആ സമയത്ത് ചില നെഗറ്റീവ് 2 അടിയൊക്കെ കൊടുക്കും. അതില്ല എന്ന് പറയുന്നില്ല, 2 അടിയൊക്കെ കൊടുക്കും. അത് നെഗറ്റീവ് അത് ചെറിയ ലെവലിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്ന മുകളിലൊരു റോപ്പ് കെട്ടിയിട്ട് ഇയാൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കും. അതായത് ആനയുടെ തൊട്ട് മുകളിൽ കൂടെ. ഓക്കെ, അവിടെ വെച്ചിട്ട് ഇയാൾ കാല് വീണ്ടും എല്ലാ ആനിമലിനെ ടച്ച് ചെയ്യും. ഓക്കെ, അവിടെ കംപ്ലീറ്റ് സബ്മിഷൻ, ലവിന് മുകളിലൊരു ആനിമലിനെ സബ്മിഷനിലേക്ക് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങും ഇതിനകത്ത്. അത് ഏറ്റവും ക്രൂഷ്യൽ ഭാഗമാണ്. ആ സമയത്ത് നമ്മൾ വരും. കാരണം നമ്മൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വെച്ചിട്ട് സൈഡ് കട്ട് ചെയ്ത് ഇയാൾക്ക് മാത്രം ഇറങ്ങാനുള്ള 2 സൈഡ് കട്ട് ചെയ്തിട്ട് ഇയാൾ കൂട്ടിലേക്ക് ഇറങ്ങും. അതിലേക്ക് ഒരു കയറില്ലാണ്ട് നിൽക്കുന്ന ആനയാണ്. ഓക്കെ, അയാൾ കൂട്ടിലേക്ക് ഇറങ്ങും, അയാൾ പേര് വിളിക്കും, ആന തിരിയും, ചില കേസുകളിൽ അറ്റാക്ക്. അപ്പോൾ നമ്മൾ അയാളെ വലിച്ച് പുറത്തേക്ക് ഇടും. ഹൈലി റിസ്കി ജോബാണിത്. പക്ഷേ ഇതൊരു അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ബോണ്ടേജായി. പിന്നെ ഇയാൾ ഫുൾ ടൈം അതിനകത്തായിരിക്കും. ഓക്കെ, ഓരച്ചിക്കുന്നു, കുളിപ്പിക്കുന്നു, അവൻ്റെ ഇത് ചെയ്യുന്നു. സോ തിക് ബോണ്ടേജായി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് അത്രയും. ഇത് സാധാരണ ഞങ്ങളൊക്കെ റെക്കോർഡ് ടൈമിൽ പോയിട്ടുണ്ട്. അതായത് 75 ദിവസം കൊണ്ട് ഒരു ആന ഇറക്കിയിട്ടുണ്ട്. വടക്കനാട് കൊമ്പൻ തന്നെ ഏറ്റവും ടെററായിട്ടുള്ള കൊമ്പൻ. 75 ദിവസം കൊണ്ട് മാത്രം. അത് പാപ്പാൻ്റെ കഴിവാണ് കേട്ടോ, നമ്മുടെ കഴിവല്ല. ആ പാപ്പാൻ്റെ കഴിവാണ്. നമ്മുടെ മെത്തഡോളജി വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. 4 കാലം ചേഞ്ച് ചെയ്യും, കുടങ്ങ് മാറ്റി ഇയാളിറക്കും. ചില കേസുകളിൽ ഓടും, ചില കേസുകളിൽ അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടത് മൈക്കോടിയൊക്കെ കൊണ്ടുവരും, കാരണം കൺട്രോൾ ചെയ്താൽ വേണ്ടിയിട്ട് വീണ്ടും ക്രോളിലിട്ട് വീണ്ടും ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് PM2 എനിക്ക് തോന്നുന്നത് 65 ദിവസം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പലരും നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു മെത്തേഡാണ്, റാദർ ദാൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളിതിനെ ഇടിച്ച് ഒരിക്കലുമല്ല മെരുക്കുക. നമ്മൾ ഒരാനയ്ക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ ചെയ്ത ഒരാനയ്ക്ക് ഒരു ഇഞ്ചുറി പോലും ഇല്ല. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത് 40% ഡെഡായി പോകും. ഞങ്ങൾക്ക് ഇതുവരെ ഒരൊറ്റ ഡെത്ത് പോലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. പാപ്പാൻ പറയുന്നത് കേൾക്കുക എന്നൊരു ഫേസ് കഴിഞ്ഞു. മറ്റൊരു ആനയും കൈകാര്യം ചെയ്യുന്ന ഒരു കുങ്കി ലെവലിലോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നത്? ഇപ്പം നമ്മളൊരു നാട്ടാനെ കൊണ്ടുവന്ന് കാട്ടിൽ വിടുകയെന്ന് വെച്ചോ. ഓക്കെ, നല്ല കൊമ്പുള്ള കാട്ടെന്ന് വെച്ചാൽ 2 ദിവസമുള്ള നിങ്ങൾക്ക് ഡെഡ് ബോഡി കിട്ടാറില്ല, സർവേ ചെയ്യാൻ പറ്റും. ഹൈ ഡോമിനൻ്റ് ഞാൻ പറഞ്ഞില്ലേ, എത്രയോ വർഷങ്ങൾ അന്യോന്യം ഫൈറ്റ് ചെയ്ത് വന്ന് ബുൾസിനെ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളൊരു സാധനത്തിനെ കൊണ്ടുവെക്കുന്നത്. ഓക്കെ, അടിച്ചുകളെ. അതേ സമയത്ത് ഈ കാട്ടിൽ നിന്ന് വന്ന ഇയാളും പ്രൂവൻ ബുള്ളാണ്. ഏത് ഇദ്ദേഹം പ്രൂവൻ ബുള്ളാണ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കുങ്കി ട്രെയിനിങ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമ്പിലല്ല വളർത്തുക. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സംഭവമുണ്ട്. നമ്മൾ ഹുക്ക് ഉപയോഗിക്കത്തില്ല, ഒരു ചെറിയൊരു വടി മാത്രമേ ഞങ്ങളെ നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളെ ക്യാമ്പ് കാണിച്ചു തരാം. ഒരക്ഷരം മിണ്ടാണ്ട് കമാൻഡ് അനുസരിക്കുന്ന ആനകളുണ്ട്. അതായത് പാപ്പന് ഒരക്ഷരം കമാൻഡ് കൊടുക്കണ്ട, അവളെ കണ്ണിൽ നോക്കിയിട്ട് ആന ഇരിക്കും, ആന കിടക്കും. ഞാനത് നേരിട്ട് പറയല്ല, യു ക്യാൻ കം ആൻഡ് ഫീൽ, ഐ വിൽ ഷോ യു ദാറ്റ്. ദെൻ അങ്ങനെയുള്ളൊരു ബോണ്ടേജ്, ഒരു തിക് ബോണ്ടേജ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ നേരെ കാട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ കാട്ടിലെന്താ സംഭവിക്കുന്നത്, നമ്മൾ സെമി വൈൽഡായിട്ടാണ് നമ്മൾ. അപ്പോൾ പകല് നമ്മളെ ക്യാമ്പിലായിരിക്കും, സേഫ്റ്റിക്ക് വേണ്ടി ക്യാമ്പിലായിരിക്കും. അത് നമ്മൾ എല്ലാ ഫുഡും കൊടുക്കും, 3 തരം ഫുഡാണ് കൊടുക്കുക. നമ്മൾ കോൺസെൻട്രേറ്റ് ഫുഡുണ്ട്, അതായത് നമ്മൾ റാഗി, ഗോതമ്പ്, പിന്നെ അരി, ചോറ്, പിന്നെ ചെറുപയർ, ഇതെല്ലാം കൂട്ടിയ വൈറ്റമിൻ മിക്സെല്ലാം ചെയ്ത് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് കാട്ടിൽ പോയിട്ട് കാട്ടിൽ നാച്ചുറൽ ഫുഡ് കഴിക്കാതെ, അതാണ് നമ്മളൊരു വലിയൊരു സക്സസ്. കാട്ടിൽ നമ്മൾ പറയാൻ 2 തരം ഫുഡുണ്ട്. ഓക്കെ, ഗ്രേസ് ആൻഡ് ബ്രോസ് എന്ന് പറയും. ഗ്രേസ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഇല, ബ്രോസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ഓക്കെ, ഇത് സീസൺ അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, വേനൽക്കാലത്ത് ആനിമൽ ഗ്രേസിലേക്ക് പോകും, അതായത് പുല്ലിലേക്ക് പോകും.
മഴക്കാലത്ത് നല്ല ലഷ് ഗ്രീൻ ഉണ്ടാകുമ്പോൾ ബ്രോസിലേക്ക് പോകും. ഇതിൻ്റെ രണ്ട് തരം ഫുഡാണ്. ഓക്കെ, ഈ വ്യത്യാസം ഈ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ആനയുടെ ഫുഡുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മളെന്താ നാട്ടാനെ എന്താ ചെയ്യുന്നത്, വെറും ഒരൊറ്റ സാധനത്തിൻ്റെ മുകളിലാണ്, പനമ്പട്ടയുടെ മുകളിലും ഈ കുറച്ച് പുല്ലിൻ്റെ മുകളിലും മാത്രമാണ് കൊടുക്കുന്നത്. ഈ വേരിയേഷൻ, പലതരം ഇലകൾ കിട്ടുന്ന വേരിയേഷൻ അതിനുണ്ടാക്കുന്ന വയറിലുണ്ടാക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മെറ്റാജിനോ പ്രൂഫിലൊക്കെ മറ്റേ കുടലിലുണ്ടാകുന്ന ബാക്ടീരിയകളുടെ മറ്റേ ഡൈവേഴ്സിറ്റിയാണ് ആക്ച്വലി ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഹൈ ലെവൽ ഓഫ് ആ ഇതാണ്. അപ്പോൾ ശരിക്കും ഒരു വൈൽഡ് സിറ്റുവേഷനിലാണ് നമ്മൾ വളർത്തുന്നത്. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ഫോട്ടർ കൊടുക്കും, പുല്ല് കൊടുക്കും. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു വെറൈറ്റി ഓഫ് ലെവലിലാണ് നമ്മൾ ഒരു സെമി വൈൽഡ്. ഇതിനിടയ്ക്ക് 2 നേരം നമ്മൾ പുഴയെ കൊണ്ടുപോകും, കുളിപ്പിക്കും, പാപ്പന്മാർ സ്ക്രബ് ചെയ്യും, ഉരച്ചുരച്ച്. അതൊരു റിച്വലാണ്. ആ റിച്വൽ അവർ നമ്മൾ ബോണ്ടേജ് ഏറ്റവും കൂട്ടുന്ന സംഭവമാണ്. ഇവർ സംസാരിച്ചുകൊണ്ടാണ്, ആനയോട് സംസാരിച്ചിട്ടാണ് ഈ ഉരച്ചുരച്ച് അതൊരു ക്ലീനപ്പ്. ആ ലെവലിലാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ഇരണ്ടക്കെട്ടൽ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കുങ്കികളെ വളർത്തിക്കൊണ്ടത്. സെമി വൈൽഡ് കണ്ടീഷനിലാണ്. അപ്പോൾ കുങ്കി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൾക്കാർക്ക് വലിയൊരു ഒരു ഉറുദു ടേമാണ്. എന്താണെന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ. കുങ്കി തന്നെ ഡോമിനൻ്റ് ആന എന്നുള്ള അർത്ഥമുള്ളൂ. അതായത് വേറെ ആനയെ ഞാൻ പറഞ്ഞില്ല, ഈ ആനകളിലുള്ള സെയിം കോൺഫ്ലിക്റ്റ്, സെയിം ഫിലോസഫി തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കണം. വേറെ കാട്ടാനയെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ പറ്റിയ കഴിവുള്ള ആനയാണിത്. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒരു കുങ്കി ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്കൊരു ഒരു ആനയെ ട്രെയിൻ ചെയ്യുന്ന പോലെ, ബേസിക് കമാൻഡ് പഠിപ്പിക്കുന്ന പോലെ സംഭവമാണ്. ഇത് ലോങ് പ്രോസസ്സാണ്. ഇത് നമ്മൾ കാട്ടാനയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇതിൻ്റെ ഡോമിനൻസ് കൂട്ടും. ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതോടും കാട്ടാനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതോടും ഇവൻ്റെ കോൺഫിഡൻസ് കൂടി വരും. അതിന് ബെസ്റ്റ് കുങ്കിയാണ്. ഇതൊരു ലോങ് പ്രോസസ്സാണ്. 20-25 വർഷം എടുക്കും നമ്മളൊരു നല്ലൊരു കുങ്കിയെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ലൈഫ് ടൈം നമ്മൾ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കാൻ. അത്രയും ഡോമിനൻ്റ് ആനിമൽ വരുമ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫീമെയിൽസ് പ്രിഫർ ചെയ്യുന്ന ഇയാളായിരിക്കും. ഒരുപാട് ഞങ്ങൾ കുങ്കി ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാട്ടിൽ വന്നിട്ട് ഈവൻ ക്യാമ്പിൽ വരും, ഫീമെയിൽസ് വരും, ഹീറ്റായിട്ടുള്ള ഫീമെയിൽസ് ക്യാമ്പിൽ മേറ്റ് ചെയ്ത് നടക്കണം. അതേ സമയത്ത് വേറെ ബുൾസും വരും, ഹിറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇത് മസ്തായി കഴിഞ്ഞാൽ അടുത്ത ഡോമിനെ നോക്കുമ്പോൾ ഇയാളാണ് അടുത്ത ഡോമിൻ്റെ അവിടെ നിൽക്കുന്നത്, അതിനെ വന്ന് ഇടിക്കാൻ വേണ്ടി നോക്കും, തിരിച്ച് ഓടിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് കുങ്കി എന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊരു വലിയ ആൾക്കാർക്ക് കുങ്കി എലഫൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ആനകളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയുള്ള വളരെ കോൺഫിഡൻസ് ഉള്ള ഡോമിനൻസ്. ഇതേപോലെ കോൺഫിഡൻസ് പാപ്പാനും വേണം. മനസ്സിലായി, ഇതിനെക്കാട്ടും കോൺഫിഡൻസ് പാപ്പാനുണ്ടായാലും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാപ്പാനും കുങ്കിയും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. മനസ്സിലായി, നമുക്കല്ല അതിനകത്ത് റോള്, ഇവർ തമ്മിലുള്ള ആ ബോണ്ടേജും. അപ്പോൾ ഞങ്ങളൊക്കെ ക്യാമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ മസ്തിലാണ് ഇവർ അഴിക്കുക. അപ്പോൾ നാട്ടിലൊക്കെ കണ്ടില്ല, മസിൽ കെട്ടിയിടുക ചെയ്യുക. നമ്മൾ 4 കാലം കെട്ടിയിടുന്ന പരിപാടിയില്ല, സിംഗിൾ ചെയിനിലാണ് ഞങ്ങൾ സാധാരണ കെട്ടിയിടുക. ഒറ്റ ചെയിനേ ഉള്ളൂ. മൾട്ടിപ്പിൾ ചെയിൻ ഉപയോഗിക്കില്ല. സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഫുൾ മസ്തിൽ നമ്മൾ എടുക്കുന്ന പാപ്പ എന്ന് പറഞ്ഞാൽ അവൻ അത്രയും കോൺഫിഡൻ്റ് ആണ്. കാരണം അറിയാലോ, മസ്തായി കഴിഞ്ഞാലാണ് ഇവൻ്റെ ഈ ഇത് തകർക്കാൻ നോക്കുക. മസ്താൻ ആദ്യം അടിക്കുക 1-ാം പാപ്പാനെയാണ്. നാട്ടിൽ കണ്ടിട്ടില്ലേ? കാരണം എന്താണ്, 1-ാം പാപ്പാനാണ് ഇവനെ കൺട്രോൾ ചെയ്യുന്നത്. അവന് ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ, ഹോർമോൺ ലെവൽ കയറി കഴിഞ്ഞാൽ ആദ്യം അടിക്കുക 1-ാം പാപ്പാനെ. കാരണം അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഡോമിനൻ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ പാപ്പാനാണ്, അവനെ തന്നെ അടിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മസ്തിൽ പോലും ഇയാൾക്ക് ഇതിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എലഫൻറ്റ് മഹൂട്ട്. പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞതാണ്. അത് ഫുൾ മസ്തിൽ. അത് നിങ്ങൾക്ക് വന്ന് കാണാം. ഫുൾ മസ്തിലാണ് നമ്മൾ ആനയെ അഴിക്കുന്ന പാപ്പന്മാരാണ് യഥാർത്ഥ പാപ്പന്മാർ. അവരഴിക്കും, കൊണ്ടുപോയി കുളിപ്പിക്കും, കൊണ്ടുപോയി ഫീഡ് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. നമുക്കൊന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മളൊക്കെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അതാണ് ബോണ്ടേജ്. വേറെ ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാവരുത്. വേറൊരു ഡിസ്റ്റർബൻസ് നമ്മൾ ക്യാമ്പിലേക്ക് ആരെയും കയറ്റില്ല. കുങ്കി ക്യാമ്പിലേക്ക് വേറെ, കാരണം ഡേഞ്ചറസ് ആണ്. എപ്പോഴാണ് ഇത് ആനിമൽ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ആസ് എ ഡോക്ടർ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ്, ഞാൻ പാപ്പാനിലാണ്ട് ഞാൻ ഒരിക്കലും എലഫൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പോവില്ല. ദാറ്റ് ഈസ് അവരുടെ ബന്ധത്തിനിടയ്ക്കുള്ള ഒരു സ്ഥാനത്തിലേക്ക് ഞാൻ വേറെ ഇതായിട്ട് വരുന്നൊരു വ്യക്തിയാണ്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ കുങ്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. എല്ലാ ആനിമലിനും കുങ്കിയാക്കാൻ പറ്റില്ല. ചില ആനിമൽ ഭയങ്കര പേടിയുള്ള ആനിമലുണ്ട്. ഓക്കെ, കുങ്കിയാക്കാൻ പറ്റില്ല. അപ്പം വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആ കുങ്കി എലഫൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡൊസൈലായിരിക്കും, വളരെ ജെൻറ്റിലായിരിക്കും,
വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അവന് വ്യക്തമായ കാൽക്കുലേഷൻസ് ഉണ്ടാവും. അവൻ്റെ പാപ്പനെ മാത്രമേ അവൻ അനുസരിക്കുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും അത് കൂസാത്തൊരു ആനിമലാണ്. ഓക്കെ, അതിൻ്റെ ബിഹേവിയറിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാം. നിരവധി ആനകളെ കുങ്കികളാക്കിയിട്ടുണ്ട്. അതിൽ ദി മോസ്റ്റ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള കുങ്കി ഏതാണ്? പണ്ടുള്ള ഒരുപാട് നല്ല കുങ്കികളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഒരു ആനയുണ്ടായിരുന്നു, വളരെ നല്ല കുങ്കിയായിരുന്നു. പക്ഷെ നമുക്കത് ഉപയോഗിക്കാനൊന്നും അന്നത്തെ സ്കോപ്പില്ല. അന്ന് സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ട്രെയിൻ ചെയ്തെടുത്ത ഏറ്റവും കുങ്കിയിൽ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. അത് ശരിക്കും ആക്ച്വലി ഒരു കാഫായിട്ട് കിട്ടിയ ഒരു ആനയാണ്. കോന്നിയിൽ കിട്ടി അവിടെ വളർത്തിക്കൊണ്ട് വന്നതാണ്. വളരെ ടെററായിട്ടുള്ളൊരു എലിഫൻ്റ് ആയിരുന്നു. കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു ആനിമലായിരുന്നു. അതിനെ എഫക്റ്റീവായിട്ട് നമുക്ക് കുങ്കിയാക്കാൻ പറ്റി. കല്ലൂർ കൊമ്പൻ എന്ന് പറഞ്ഞാൽ കല്ലൂരിൽ നമ്മൾ പിടിച്ച ആന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എലിഫൻ്റ് ആയിരുന്നു. 10 വർഷത്തോളം കോൺഫ്ലിക്റ്റ് എലിഫൻ്റ് ആയിരുന്നു. 5 വർഷത്തോളം നമ്മൾ റേഡിയോ കോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത ശേഷമാണ് പിടിക്കുന്നത്. വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞ എലിഫൻ്റ് ഇതേപോലെയുള്ള എലിഫൻ്റാണ്. പിന്നെ പുതിയൊരു ബാച്ച് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയുണ്ട്. നമുക്ക് ഓഫനായിട്ട് മറ്റേ ഇവിടുന്ന് കിട്ടിയാണ്, മലമ്പുഴയിൽ നിന്ന് കിട്ടിയാണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് എലിഫൻ്റായിട്ട് മാറാൻ പോകുന്നൊരു ആനയാണ്. ചെറിയ ആനയാണ്, 16 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പം തന്നെ 9 അടി കടന്നിട്ടുള്ളൊരു എലിഫൻ്റാണ്. നല്ല ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു എലിഫൻ്റാണ്. അപ്പം തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ 2 ബാച്ചാണ് ഇപ്പോൾ ഉള്ള കുങ്കി എന്ന് പറഞ്ഞാൽ. പിന്നെ കുഞ്ചു എന്ന് പറഞ്ഞ ആന, അതിൽ ഫസ്റ്റ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് കുഞ്ചു എന്ന് പറഞ്ഞ ആനയാണ്, കോട്ടനാട് നിന്ന് കൊണ്ടത്. കുഞ്ചു ഈസ് എ വെരി ഗുഡ്. പക്ഷേ കുഞ്ചു വളരെ വിഷ്യസാണ്. വളരെ കെയർഫുള്ളായിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഈ ബാച്ച്, ഈ 4 കഴിഞ്ഞാൽ അടുത്ത ബാച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു എലഫൻ്റ് കാഫ് ഓർഫൻ്റ് ആയിട്ടുള്ള കുഞ്ഞിനെ കിട്ടി നമ്മളതിനെ വളർത്തിക്കൊണ്ട് നമ്മൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പർ ചെയ്യുക. അത് ഭയങ്കര ക്യൂട്ടാണ്. ഇപ്പോൾ നമ്മളതുമായിട്ട് അതിനെ കൊഞ്ചിക്കും, വഷളാക്കും. അപ്പോൾ കാട്ടിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്ന ഒരു തള്ളയാന എങ്ങനെയാണ്, തള്ളയല്ല കൂട്ടം എങ്ങനെയാണ് കുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത്. ഹൈ ലെവൽ പണിഷ്മെൻ്റാണ്. ഓക്കെ, നല്ല തട്ട് കൊടുക്കും. ശ്രദ്ധ കാട്ടിയാൽ ശരിക്കും അതിന് ഒരു 10 അടിയൊക്കെ പോയി തെറിച്ച് വീഴും. ഓക്കെ, ചെവി പിടിച്ചെത്തിരിക്കും. എല്ലാവിധ പണിഷ്മെൻറ്റും കൊടുത്തിട്ട് ആ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടാണ് ഈ ആനക്കുട്ടി ആ ഹേർഡിൻ്റെ ഭാഗമാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും 2 രീതിയിലാണ് കാണേണ്ടത്. ബുൾസിൻ്റെ ക്യാരക്ടർ വേറെ, ഫീമെയിൽസിൻ്റെ ക്യാരക്ടർ വേറെ. ഈവൻ നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സ് അടക്കം 2 കൂട്ടത്തിൽ ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്നാണ് പറയുക. ആ കൂട്ടത്തിൻ്റെ ഫിറ്റ്നസ്സാണ് മൊത്തം. ബുൾസിൻ്റെ ഇൻഡിവിജ്വൽ ഫിറ്റ്നസ്സാണ്. അവർ തമ്മിലടിച്ച് വരുന്ന, മനസ്സിലായി, ഇൻഫൈറ്റ് ഉണ്ടാക്കി സെലക്ഷൻ നടക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഫിറ്റ്നസ്സാണ്. ഇൻക്ലൂസീവ് ഫിറ്റ്നസ് മെട്രിയാർക്കാണ് അതിനകത്ത് ഏറ്റവും വലിയ റോള്. മെട്രിയാർക്ക് എന്ന് പറഞ്ഞാൽ ലീഡിങ് ഫീമെയിൽ എലിഫൻ്റ്. ഓക്കെ, അവളാണ് ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ചെയ്യും. ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഫീമെയിൽ അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, ഞങ്ങൾ ചെയ്ത പോസ്റ്റ്മോർട്ടത്തിൽ ഫീമെയിൽസിൽ 30% ഫീമെയിൽസും ജീവിതത്തിൽ പ്രസവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഗർഭപാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് സർവീസിന് മുകളിൽ റിങ്സ് കിട്ടും. അത് എണ്ണിക്കഴിഞ്ഞാൽ എത്ര പ്രസവിക്കുന്നു നമുക്കറിയാം. മിക്ക ആനിമൽസും 30% ആനിമൽസോളം ജീവിതകാലത്ത് പ്രസവിക്കുന്നില്ല. മെയ്റ്റ് ചെയ്യാത്തതുകൊണ്ടല്ല, ഇതെന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് തോന്നുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രൂയിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, അന്യോന്യം സഹായിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അൾട്രൂയിസം ഉറുമ്പുകളിൽ അൾട്രൂയിസം ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. അതിൻ്റെ സെക്ഷൽ ക്യാരക്ടറൊക്കെ കളഞ്ഞിട്ടാണ് ഈ പണിയെടുക്കുന്ന ഉറുമ്പുകൾ നിൽക്കുന്നത്. 3 ഉറുമ്പുണ്ട്, അറിയാലോ. മെയിലുണ്ട്, ഒരു ക്വീനുണ്ട്, പിന്നെ കുറേ പണിക്കാരുണ്ട്. പണിക്കാർക്കൊന്നും ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരതിൻ്റെ ബ്രീഡിങ് കപ്പാസിറ്റി കളഞ്ഞിട്ടാണ് ഇതിന് വേണ്ടി നിൽക്കുന്നത്. ഇത് ഈസ് കോൾഡ് അൾട്രൂയിസം എന്ന് പറയും. ഈ അൾട്രൂയിസ്റ്റിക് നേച്ചർ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അൾട്രൂയിസ്റ്റിക് നേച്ചർ തീരുമാനിക്കുന്നത് ഫീമെയിൽ എലിഫൻ്റാണ്. ഓക്കെ, അവളാണ് ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം നടക്കുന്നത് ആനകളിലാണെന്ന് ഞാൻ പറയാം. ഷീ ഡിസൈഡ്സ്. ഓക്കെ, അവക്കാണ് അതിൻ്റെ റിസോഴ്സസ് എവിടെയാണ്, വെള്ളം എവിടെയാണെന്നൊക്കെ അറിയുന്നത്. ആ ഹേർഡിൻ്റെ ഫിറ്റ്നസ് നിൽക്കുന്നത് എന്നാണ് ഈ ഫീമെയിലിൻ്റെ ക്യാരക്ടറിൻ്റെ മുകളിലാണ്. അത് ഇൻക്ലൂസീവ് ഫിറ്റ്നസ്സാണ്. ഇതെല്ലാം മെയിൽസിൽ നടക്കുന്നത്. ഓക്കെ, മെയിൽസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 12 ഇതാകുമ്പോൾ ഫസ്റ്റ് മസിന് മുമ്പ് ഇതിനെ ഓടിച്ചു വിടും. കാരണം തന്നെ ഇത് തിരിച്ചു വന്ന് മെയ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇവൻ പിന്നെ വാണ്ടർ ചെയ്ത് നടക്കുക ചെയ്യാം. ബുൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളാണ്. ഓക്കെ, അല്ലാണ്ട് അതിന് കുടുംബവും ഫാമിലിയായിട്ട് മറ്റേ ഷോപ്പിങ്ങിന് പോകുന്ന പരിപാടിയൊന്നും ഇതിനില്ല. അതൊക്കെ വെറും ഉണ്ടാക്കുന്ന കഥകളാണ് സംഭവം. അവൻ മസ്ത് വരുന്നു, അവർ കോമ്പറ്റീഷൻ വരുന്നു, സക്സസ്ഫുൾ ഇതിന് വരുന്നു, ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു. അതൊക്കെ ഇതാണ് ആനകളിൽ നടക്കുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഫീമെയിലാണ് സെലക്ട്. സെക്ഷൽ സെലക്ഷൻ ഫീമെയിലാണ്. സെക്ഷൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ഇത് ഒത്തിരി ഇതാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്.
സെക്ഷൽ സെലക്ട് ഫീമെയിലാണ്. കാരണം എന്തിനാണ് ഫീമെയിൽ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ഒരു ആന പ്രസവിച്ചിട്ട് 20 തൊട്ട് 22 മാസം വരെ ഗർഭം. ഓക്കെ, അത് പ്രസവിക്കുന്നു, ആ കുഞ്ഞിനെ വളർത്തി ഒരു 8 വയസ്സ് വരെ വളർത്തുന്നു. ഒരു 10 വർഷമാണ് അത് എനർജി സ്പെൻഡ് ചെയ്യുന്നത്. മെയില് മേറ്റിംഗ് കഴിഞ്ഞു, മെയില് പോയി, അയാൾക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ഈ ഫീമെയിലാണ് ഈ കൂട്ടമാണ് ഇതിന് ബ്രിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്ര എനർജിയാണ് ഇതിന് മുകളിൽ 3, 4, 5 പ്രസവം മാക്സിമം ഒരു ഫീമെയിലിന് ലൈഫിൽ നടക്കുള്ളൂ. ഓക്കെ, ഇതിൽ ഏറ്റവും ബെസ്റ്റ് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് അവളുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് അവളാണ് സെലക്ട് ചെയ്യുന്നത് ഏത് ഏറ്റവും നല്ല ബുള്ള് ഏതാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഫീമെയിൽ സെലക്ഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് ആനകളിൽ നടക്കുന്നത്. ഓക്കെ, ഫീമെയിലാണ് നടക്കുന്നത്. മെയിൽസിന് അതിനകത്ത് റോളില്ല. മെയിൽസിനെ ഫീമെയിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു മെയിൽ ബുള്ള് വന്നാൽ തന്നെ ഇവർ തമ്മിൽ കോൺടാക്ട് വെക്കും, അവർ സ്മെല്ല് ഫെറമോൺസ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ മെയ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, അത് ഭയങ്കര ഫെനോമിനയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ നാഗർഹോളി ഫോറസ്റ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഗ്രാസ് ലാൻഡ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഈ പഴയ ആനകൾ ഡെഡായതിൻ്റെ ബോൺസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കൂട്ടം പോകാൻ നോക്കട്ടെ, കൂട്ടം പോയി ഈ ബോൺസിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെയാണ്. പെട്ടെന്ന് ആ ഹേഡ് അങ്ങ് സൈലൻ്റ് ആവും. സൈലൻ്റായിട്ട് ആ ബോൺസിന് ചുറ്റും നിൽക്കും, തൊടും, ഇങ്ങനെ സ്മെല്ല് ചെയ്യും. ഇവിടെ ഒമറോണസ് ഓർഗൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ഓർഗൻ ഉണ്ട്, അത് സ്മെല്ല് ചെയ്യും. ഒരു ഹോമേജ് കൊടുക്കുന്ന ഒരു ഭയങ്കര ഒരു പ്രതീതി, നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അതൊരു ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു ഹേഡ് പെട്ടെന്ന് വന്ന് സ്റ്റാൻഡ് സ്റ്റിലായിട്ട് ആ ബോൺസിന് ചുറ്റും നിന്ന് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പോകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ദേ ആർ ട്രൈയിങ് ടു കണക്ട് ദിസ് ആനിമൽ, ദ പാസ് ആനിമൽ വിത്ത് ദം. ഓക്കെ, ഇത് തന്നെയാണ് ബ്രീഡിങ് നടക്കുന്നത്. ക്ലോസ് റിലേറ്റീവാണ് ബ്രീഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിന് ഭയങ്കര ക്ലാസിക് എക്സെപ്ഷൻസ് ഉണ്ട്. തേക്കടിയിൽ 2012 തോന്നുന്നു ഒരു ബുള്ള്. അപ്പോൾ സാധാരണ ഒരു ബുള്ള് വന്നു, ഇവർ തമ്മിൽ ഈ സ്മെല്ലിങ് ഇത് കഴിഞ്ഞു, ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയ്റ്റിംഗ് നടക്കുകയാണ് ചെയ്യുക. ഇയാൾ വന്ന് നോക്കും, സ്മെല്ലിംഗ് ഒന്നും നിൽക്കത്തില്ല, മൗണ്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ സാധാരണ ഫീമെയിൽ പറ്റില്ലെങ്കിൽ ഫീമെയിൽ ഇരിക്കും, നേരെ ഫ്രണ്ടിലേക്ക് വരും, കണ്ണിൽ കുത്തിയങ്ങ് 22 ആനകളെയാണ് 2 മാസം കൊണ്ട് കൊന്നു ഫീമെയിൽ എലിഫൻസിന്. അതിൽ 6 പ്രഗ്നൻ്റ് ആയിരുന്നു. ഓക്കെ, 3 യൂട്രൈൻ പതോളജി ഉണ്ടായിരുന്നു. മെയ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റുന്നത്. ആലോചിച്ച് നോക്കാം. ഇപ്പം അത്രയും ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം മനുഷ്യരുടെ ടെർമിനോളജി പറയുകയാണെങ്കിൽ ഈ റേപ്പിന് സമാനമായ അല്ലെങ്കിൽ ശ്രമത്തിന് സമാനമായിട്ട് കൊല്ലുന്നു. എക്സാക്ട്ലി ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. വളരെ ഒരു 2 മാസത്തിനുള്ളിലാണ് ഇത്രയും 22 കിൽസ് നടക്കുന്നത്. 6 ഫുള്ളി പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ റെയറാണ് സംഭവം, വളരെ ക്വൈറ്റ് റെയറായിട്ടുള്ള സംഭവങ്ങളുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഗ്യാങ് എന്ന് പറയുന്നതിൽ മെയിൽസ് അല്ലെങ്കിൽ ഉണ്ടാവില്ല. മെയിൽസിന് റോളില്ല. ഈ ഒരു പറയും പോലെ അച്ഛനമ്മ കുട്ടി ഇല്ല ഉത്സവത്തിനൊന്നും ഇല്ല സംഭവം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്കുള്ള. അതായത് കുടുംബം, ആനക്കുടുംബം, ഒരു ആനക്കുടുംബം ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തള്ളയും കുട്ടിയാണ് മാത്രം. പിന്നെ അതിന്റെ അഗ്രിഗേഷനാണ് ഇത് ഹേർഡ് എന്ന് പറയുന്നത്. മോഴകളുണ്ടാവും. ആ മോഴം ബുള്ളാണ്. മോഴയും ശ്രമിച്ചു നോക്കും. മോഴയും മെയിലും തമ്മിൽ ഫൈറ്റ് നടന്നുണ്ടാവും. കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞു അഡൽട്ട് ഉണ്ടാവില്ല. ഫീമെയിൽസ് അഡൽട്ട് വരുന്ന ബ്രീഡിംഗ് സീസൺ ആകുമ്പം ഈ ലീഡിംഗ് ബുള്ള് വന്ന് അതിന്റെ കൂടെ നിൽക്കും. കുറച്ച് ഷോർട്ട് ടൈമിലേക്ക്, മേ ബി 2-3 months ബ്രീഡിംഗ് സീസൺ. നവംബർ, ഡിസംബർ, ജാനുവരി. അപ്പോൾ ഈ ബ്രീഡിംഗ് അഥവാ മേറ്റിംഗ് എന്ന് പറയുന്ന സാധനം ലോങ് പ്രോസസ്സാണ്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരു തവണയല്ല, പലപ്പോഴും മൾട്ടിപ്പിൾ മേറ്റിംഗ് നടക്കുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ് ഓടിച്ചോടും. ആ കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ വഴിക്ക് പോകും. ഓക്കെ, അതിന് പിന്നെ ഇത് ഈ ഹേർഡിനെ കൊണ്ട് നടക്കുന്ന റെസ്പോൺസിബിലിറ്റി ഒന്നും മൂപ്പർക്കില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. മാർക്കറ്റിൽ പോവുക, സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആനകൾ ഇപ്പം മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, ഫീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു, ആനകൾ ഉറങ്ങുന്നത് എങ്ങനെയാണ് എപ്പോഴാണ്? ആനയുടെ 70% വെയിറ്റ് വരുന്നത് ഫ്രണ്ടിലാണ്, ഏഷ്യൻ എലിഫന്റ്. അതായത് മുൻകാലിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, അവിടെ കൊണ്ടാണ് ഇരിക്കസ്ഥാനം എന്ന് പറയുക. അവിടെയാണ് ആൾ ഇരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആനയ്ക്ക് ഇറക്കിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടോപ്പിൽ ചെയ്ത് പോകും. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പുറകിലെ കാലിത് പുഷ് ചെയ്യുക. ഇതാണ് വെയിറ്റ് ബാരർ ചെയ്യുന്നത്. പുറകിലെ കാല് തള്ളുകയാണ് ചെയ്യുക. ഓക്കെ, കയറ്റം കയറാൻ ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് കയറും. ഓക്കെ, ഇറങ്ങാൻ കുറച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രണ്ടിലായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ പലപ്പോഴും നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് ആനയിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉറങ്ങുന്ന സെറ്റ് നിന്നുറങ്ങാൻ പറ്റും. ഇതിൽ വെച്ച് നിന്നുറങ്ങാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ വേറെ ഇഷ്യൂസ് ഇല്ലേ, കിടന്നുറങ്ങും. ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, മുകളിൽ കുറേ എലിഫൻസ് ഒന്നിച്ച് ഉറങ്ങുന്ന. ചൈനയിൽ ഹേർഡായിട്ടാണ് ഉറങ്ങുന്നത്. അല്ല, ഹേർഡായിട്ട് ഉറങ്ങുന്നില്ല. ചിലത് നിൽക്കും, ചിലത് ഉറങ്ങും, വളരെ കാമായിട്ട് ഉറങ്ങും. കോൺഫ്ലിക്റ്റ് ആനിമൽസിൻ്റെ സംഭവം തന്നെ അവന്മാർ രാത്രിയാണ് ഓരോ പ്രോഗ്രാം കംപ്ലീറ്റ്.
അത് കഴിഞ്ഞ് ഡേ ടൈമിന് സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെ സമയം ഒന്ന് കൃത്യമായ ടൈമിംഗ് ഉണ്ട് ഇതിനൊക്കെ. ഇത് ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ഈ മറ്റേ കല്ലൂർ കൊമ്പൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കാണ് ഇയാൾ ഇറങ്ങുക കോൺഫ്ലിക്റ്റ്. ഓക്കെ, പുലർച്ചെ 5 മണിക്ക്. അപ്പം ഞങ്ങൾ ഈ വാങ്ക് വെക്കുന്ന സമയം വെച്ചിട്ടാണ് ഇത് കയറി വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 5 മണിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡാറ്റ ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ ആ പള്ളിക്കാരോട് പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞു. അവർ നിർത്തി. കൃത്യമായിട്ട് എനിക്ക് 7 മണിക്ക് സാധനം കിട്ടി നമ്മൾ ഡാറ്റ ചെയ്തു. സോ ഒരുപാട് കണ്ടീഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ടൈമും ഇതൊക്കെ ഇതിന് ബാധകമാണ്. ഒരു 15-20 മിനിറ്റ് വരെ ചിലത് വളരെ കാമായിട്ട്. കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ വരെയൊക്കെ സുഖമായിട്ട് കിടന്നിട്ട്, കാരണം രാത്രിയിലെ ജോലി കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരികയാണ്, പുള്ളി നന്നായിട്ട് കിടന്നു തുടങ്ങും. ഭയങ്കര രസമുള്ളൊരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം കാടിൻ്റെ ഒരു ആംബിയൻസ് എല്ലാ കാലത്തും എനിക്കും സാറിനും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ കാട് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ജീവിതത്തെ പറിച്ചു നടുക എന്നുള്ള തീരുമാനം കോൺഷ്യസ് ആയിട്ട് എടുത്ത ഒരു സാധനം തന്നെയാണല്ലോ. അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്? ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ മണാശ്ശേരി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതല്ല, കോഴിക്കോട്. അപ്പം അവിടെ മെയിനായിട്ട് വായനയുണ്ട്, കുളങ്ങളുണ്ട്, തോടുണ്ട്, പുഴയുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വായനക്കൂടെ പല സംഘടനകൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള പിന്നെ നല്ലൊരു പ്രകൃതി സമരമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. സൈലൻറ്റ് വാലി സമരമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു പൊതുവെ ഒരു എക്കോളജിക്കൽ അവയർനെസ് സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതൊരു വലിയൊരു സംഭവമായിരുന്നു അത്. അങ്ങനെ അതിലൂടെയൊക്കെ നമ്മൾ വരുമ്പം നമുക്ക് പ്രകൃതിയെ നമ്മൾ അറിയണം നമ്മൾ തോന്നുന്നു. അതിലൂടെ നമ്മൾ അതിനകത്തേക്ക് വരുന്നു, കൂടുതൽ വായിക്കുന്നു, പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ വരുന്നു. നമ്മൾ ശരിക്കും നോക്കേണ്ടത് നമ്മളൊരു കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വന്ന് വളരെ ലേറ്റായിട്ടാണ് സമൂഹത്തിൽ വന്നത്. ഈവൻ വെസ്റ്റേൺ വേൾഡിൽ പോലും വന്നത്. ഓക്കെ, സൈലന്റ് സ്പ്രിംഗ് ഒക്കെ വന്ന ശേഷമാണ് യൂറോപ്പിൽ ഒരു കൺസർവേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ഈ സൈലന്റ് വാലി സമരമാണ് കേരളത്തിൽ ശരിക്കും ഒരു പാരിസ്ഥിതിക ബോധം ശരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടാവാൻ പറ്റി. നന്നായിട്ട് വായിക്കുമായിരുന്നു. അമ്മ വളരെ കൃത്യമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ മേടിച്ചു തരുമായിരുന്നു. ഞങ്ങൾ 3 സഹോദരന്മാരാണ്. 3 സഹോദരന്മാർ ഈ ലെവലിൽ തന്നെയാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. ദെൻ പിന്നെ പുസ്തകങ്ങളിലൂടെയാണ് നമുക്കൊരു ഒരു 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 മൃഗങ്ങളോടുള്ള സ്നേഹം വരുന്നു. നമ്മൾ സയൻസ് പഠിക്കുന്നു. അതൊരു 80കളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സയൻസിൻ്റെ ഒരു എക്സ്പ്ലോഷൻ്റെ ഒരു സമയമാണ്. പുതിയ ബയോടെക്നോളജി വരുന്നു, അങ്ങനെ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ താല്പര്യം നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ സയൻസ് പഠിക്കുന്നു, നാച്ചുറൽ സയൻസ് പഠിക്കുന്നു, എവല്യൂഷനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ അറ്റാച്ച്ഡ് ആവാണ്. അത് കഴിഞ്ഞിട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ആനിമൽ സയൻസിലേക്ക് പോകണം. ശരിക്കും എനിക്ക് BSc സുവോളജി എടുക്കാനായിരുന്നു താല്പര്യം. പക്ഷേ നമ്മൾ പ്രൊഫഷൻ എന്നുള്ള ലെവലിൽ വെറ്റനറിയിലേക്ക് വന്നു. അപ്പോൾ 1-2 പുസ്തകമൊക്കെ വായിക്കുമ്പോൾ, ജെയിംസ് എലിയറ്റ് വായിക്കുമ്പോൾ നമ്മൾ വളരെ ത്രില്ലടിക്കുന്നു. അങ്ങനെ വെറ്റനറി കിട്ടുന്നു, വെറ്റനറിയിലേക്ക് പോകുന്നു. വെറ്റനറിയിലേക്ക് പോയി വൈൽഡ് ലൈഫ് മെഡിസിൻ നമുക്ക് കാട്ടിലേക്ക് പോകണം. ഇതെങ്ങനെ ക്ലബ് അപ്പ് ചെയ്യണത്? അപ്പോൾ 2 പ്രശ്നം നമുക്കുള്ളത്. ഈ വൈൽഡ് ലൈഫ് മെഡിസിൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കൺസർവേഷൻ മെഡിസിൻ എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് വിളിക്കുന്നത്. ഈ സാധനത്തിന് 2 ബ്രാഞ്ചുണ്ട്. ഒന്ന് സൂ മെഡിസിൻ എന്ന് പറയും, അതായത് സൂ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു അടച്ചിട്ട് മൃഗശാലയിൽ ഒരു മൃഗങ്ങളെ ഒരു ആർട്ടിഫിഷ്യൽ സാധനത്തിൽ വളർത്തിയിട്ട് അതിനെ പരിപാലിക്കുന്ന ഒരു ശാസ്ത്രം. രണ്ടാമത് കാട്ടിലുള്ള മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു സയൻസ്, അതൊരു എക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസാണ്. അപ്പോൾ ഇത് വളരെ മുമ്പേ വളർന്നൊരു ശാഖയാണ്. സുവോളജിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മുമ്പേ വളർന്ന ശാഖയാണ്. കാരണം നമ്മളൊരു ഫാമിൽ വളർത്തുന്ന പോലെ തന്നെയാണ്. അതിനൊരുപാട് എന്താ പറയുക, ഹസ്ബൻഡറി പ്രാക്ടീസസ് ഉണ്ട്. എങ്ങനെ വളർത്തണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇന്ന സമയത്ത് വരെ ഇളക്കണം, ഡിവേം ചെയ്യണം, വാക്സിൻ കൊടുക്കണം. അപ്പോൾ വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സയൻസാണ്. അതേസമയത്ത് ഫ്രീ റേഞ്ചിങ് മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് കാട്ടിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന മൃഗങ്ങളുടെ ഒരു 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 സയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അത് വളരെ റീസെൻ്റ് ആയിട്ട് വന്നൊരു സയൻസാണ്. ഒരു 20-30 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു എക്കോളജിയുടെ ഭാഗമാണ്. ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൺട്രോളിങ് മെക്കാനിസമാണെന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ പിന്നെ പെട്ടെന്നാണ് ഒരു സയൻസിൽ ഒരു 70s ഒക്കെ വരുമ്പോഴാണ് ഒരു സയൻസിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെ ആൻഡേഴ്സൺ മേ എന്ന് പറഞ്ഞ 2 സായിപ്പന്മാർ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡിസീസ്, അസുഖങ്ങൾ ഈ പോപ്പുലേഷനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണല്ലോ ഇതെല്ലാം, അറിയാലോ. ഒരു പ്രെഡേറ്റർ, അങ്ങനെ മരം, ഹെർബിവോർ, അതായത് മാനുകൾ, അങ്ങനത്തെ സാധനം, അതിനെ പിടിക്കുന്ന കടുവ എന്നുള്ള പ്രിഡേറ്റർ,
ഇതിൻ്റെ മുകളിൽ ശരിക്കും ഒരു ഡൈനാമിക്സും ആ എക്കോളജിയും ഈ വെറ്റനറി സയൻസും നമ്മൾ ക്ലബ് അപ്പ് ചെയ്തിട്ട് വരികയാണ്. ഡിസീസ് തമ്മിൽ, വെറ്റനറി സയൻസ് ഞാൻ പറയത്തില്ല, ഡിസീസ് തമ്മിൽ അങ്ങനെ പുതിയ സയൻസിൻ്റെ ഡിസീസ് എക്കോളജി എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാച്ചുറലി അതിന് പാഷനേറ്റ് ആവുന്നു. അപ്പം അത് വേറെ എവിടെയും 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെ സ്ഥാപനം പഠിപ്പിക്കുന്ന പോലെയുള്ളൂ. അങ്ങനെ നമ്മുടെ ആകെ നമുക്ക് കാട്ടിൽ കയറിയിട്ട് നമ്മൾ കാട്ടിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം. കാടാണ് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലം, കാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഓപ്ഷനാണ് നമ്മൾ ആ സമയത്താണ് നമുക്ക് 2 പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ്, അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റും ഫോറസ്റ്റ് വെറ്റനറി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റും കോന്നിയിലും, മറ്റേത് മുത്തങ്ങ. ഈ പോസ്റ്റ് ഭയങ്കര ഐറണിക്കലാണ് ആക്ച്വലി. ഈ പോസ്റ്റുകൾ രണ്ടും ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുടെ സമയത്തേക്കുള്ള പോസ്റ്റാണ്. അപ്പോൾ അത് അവർ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റീവ് എലഫൻറ്റിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അന്ന സമയത്ത് വലിയ വലിയ ക്യാമ്പുകളാണ്, 100 ആനകളുള്ള ക്യാമ്പുകളാണ് ക്യാപ്റ്റീവ് കുങ്കി എലഫൻസിൻ്റെ ആനയെ പിടിക്കാൻ വേണ്ടി. അതിനുള്ള കമ്പനികളുണ്ട്, ബ്രിട്ടീഷ് കമ്പനികളുണ്ട്. പിന്നെ ഈ തടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എലഫൻസിൻ്റെ ക്യാമ്പുകളാണ്. അത് ബർമയിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്, ഒക്കെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് മുതുമല, വയനാട്, മുത്തങ്ങ, കോന്നി എന്നീ സ്ഥലങ്ങളിലെ എക്സ്ട്രാക്ഷൻ പോയിൻറ്റ്സാണ്. അവിടെയാണ് ക്യാമ്പുണ്ട്. അവിടെ നോക്കുമായിരുന്നു യഥാർത്ഥ ജോലി. അപ്പോൾ ഇതുമായിട്ട് വൈൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മളുടെ ജോലിയും തുടക്കത്തിൽ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ 72 ഈ നമ്മൾ മറ്റേ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. അതിനുശേഷം നമ്മൾ ഫെല്ലിങ് നിർത്തി, മരമുറി നിർത്തി. അതോടെ ഈ ആനകളെല്ലാം നമുക്ക് ഇതായി വന്നു. ഈ ആനയെല്ലാം ഗവൺമെൻറ് വിറ്റു. അപ്പോൾ ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 99 ജോയിൻ ചെയ്ത ആ ക്യാമ്പിലുള്ളത് 4 ആന മാത്രമാണ്. വേറെ ജോലിയൊന്നുമില്ല, നമുക്കും ജോലിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ കാടുകളിലേക്ക് നമ്മൾ കയറുകയും നമ്മളിത് പഠിക്കാനുള്ള താല്പര്യത്തിൻ്റെ മുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ഈ അതേ സമയത്ത് പാരലായിട്ട് തന്നെയാണ് ഈ വൈൽഡ് ലൈഫ് മെഡിസിൻ എന്ന കൺസെപ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നതും വൈൽഡ് ലൈഫ് ഡിസീസ് എക്കോളജി എന്ന് പറഞ്ഞ വലിയൊരു സയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ അട്രാക്റ്റഡായി നമ്മൾ അതിനകത്തേക്ക് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോയി. അപ്പം റോയൽ വെറ്റനറി കോളേജിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വൈൽഡ് ആനിമൽ ഹെൽത്ത് ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു വലിയൊരു ഇതിൻ്റെ യഥാർത്ഥ തുടങ്ങിയ ടീമുകളെല്ലാം അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. ദെൻ അത് കഴിഞ്ഞ് വളരെ ലേറ്റായിട്ട് PhD എടുത്തു. പിന്നെ നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യണം നമുക്ക്, അല്ലാതെ നമുക്കൊരു എയർ കണ്ടീഷൻ റൂമിലിരുന്നിട്ട് നമുക്കിത് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഇത് ഫീൽഡിൽ ഇരുന്ന് ഒരു മൾട്ടി ഫാസറ്റഡ് ആണ്. എക്കോളജി വരുന്നുണ്ട്, ജെനറ്റിക്സ് വരുന്നുണ്ട്, മെഡിസിൻ വരുന്നുണ്ട്, വൈൽഡ് ലൈഫ് മെഡിസിൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിലുള്ള ഒരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു സയൻസാണ് വൈൽഡ് ലൈഫ് ഡിസീസ് എക്കോളജി എന്ന് പറഞ്ഞത്. അപ്പം അതിനകത്താണ് പലതും വരുന്നത്, ഏത് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അപ്പം അങ്ങനെ ഈ സയൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ അടുത്ത റീസെൻ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. 10 years മുമ്പാണ് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആയത്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അസുഖമായിട്ട് പനിയായിട്ട് നമ്മൾ ഡോക്ടർ അടുത്ത് പോവുകയാണ്. അദ്ദേഹം നോക്കുമ്പം ഓക്കെ, അപ്പോൾ എന്താണ് കാരണം, പനിയുടെ കാരണം എൻ്റെ വൈറസാണ് എന്ന് അവർ കണ്ടെത്തുന്നു. ആ വൈറസിനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പത്തോജൻ ബേസ്ഡ് ആണ്. നമ്മൾ ഒരിക്കലും നമ്മളെ ഹോളായിട്ട് കാണുകയോ ഇല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയെ കണ്ടിട്ടോ അല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇത് മറിച്ചാണ്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് സർപ്രൈസ് വരുന്നത്. 78% ഇന്ന് വരുന്ന എമേർജിങ് ഡിസീസ് എല്ലാം വൈൽഡിൽ നിന്നുണ്ടായതാണ്, കാട്ടിൽ നിന്നുണ്ടായതാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സാഴ്സ് തൊട്ട് HIV തൊട്ട് എല്ലാ ഡിസീസും, എബോള, നിപ്പ എല്ലാം ഇത് വന്നിരിക്കുന്ന വൈൽഡ് ലൈഫിനാണ്. അപ്പോൾ അതിനൊരു ഒരു അപ്പോഴാണ് ഇങ്ങനെ വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത് ഈ ലേറ്റായിട്ടും. അതായത് ഹ്യൂമൻ ഹെൽത്ത്, ആനിമൽ ഹെൽത്ത്, മറ്റേ ഡൊമസ്റ്റിക് ആനിമൽ ഹെൽത്ത്, വൈൽഡ് ലൈഫ് ഹെൽത്ത്, ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ട്. അപ്പോൾ പിന്നൊരു ഫാസ്റ്റ് പ്രോഗ്രഷൻ ഓഫ് ഇതാണ് സയൻസിൽ ഉണ്ടാകുന്നത്. അതേ സമയത്ത് തന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള വേറെ രീതിയിലുള്ള മിറ്റിഗേഷൻ മെഷേഴ്സും അതിൻ്റെ നല്ല ഒരു സയൻസും ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ നാച്ചുറലി നമ്മൾ അതിനകത്തേക്ക് വന്ന് അതിൻ്റെ ഫ്ലോയിൽ വന്ന് പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാട്ടിലൊരു ഒരു സാധനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഒരു ആന ചെരിഞ്ഞു. എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യാനുള്ളൊരു പ്രൊസീജിയർ? അപ്പം നമുക്ക് ഉള്ളത് ഒന്ന് വെറ്ററോ ലീഗൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇതൊരു ഒഫൻസിൻ്റെ ഭാഗമാണോ, ഓക്കെ, ആദ്യം തീരുമാനിക്കേണ്ട ഒരു നാച്ചുറൽ ഡെത്താണോ അതോ അൺനാച്ചുറൽ ഡെത്താണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കോൾ വരികയാണ്, ഇങ്ങനെ ഒരു എലഫൻറ്റ് ഡെത്ത് ഉണ്ടായിട്ട് എന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നു, നമ്മളതിൻ്റെ ചുറ്റുമുള്ള ഏരിയ കംപ്ലീറ്റ് പഠിക്കുന്നു. അപ്പോൾ അത് മാപ്പ് ചെയ്യുന്നു, ലൊക്കേഷൻ എടുക്കുന്നു, GPS ലൊക്കേഷൻ എടുക്കുന്നു. അത് പഴയ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യും. അടുത്തെങ്ങാനും വല്ല മൃഗങ്ങൾ മുമ്പ് ചത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാ ഡാറ്റയെല്ലാം നമ്മൾ എടുക്കുന്നു. നമ്മൾ പോയിട്ട് ഫീൽഡ് ഇത് ചെയ്യുന്നു, നമ്മൾ കാർക്കസ് നോക്കുന്നു, അതിന് ചുറ്റുമുള്ള എവിടെയാണ്. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു സ്വാഭാവിക അസുഖം കൊണ്ട് ഒരു ആന മരിക്കുകയാണെങ്കിൽ, പലപ്പോഴും ഒരു ആനയല്ല ഏത് മൃഗവും മരിക്കുകയാണെങ്കിൽ അത് മരിക്കുക വെള്ളത്തിനടുത്തായിരിക്കും. ക്രോണിക് ഇൻഫെക്ഷൻ എന്ന് പറയും. എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട് കുറേ ഇതായിട്ടാണ് ഇത് വരിക.
വെള്ളത്തിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് നമുക്കൊരു ബോഡി, ഇത് ബേസിക് ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ പോലെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് ഫോമൽ സാധനങ്ങളൊന്നുമില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവമാണ്. അങ്ങനെ പല ക്ലൂസും നമുക്കുണ്ട്. ബോഡി കണ്ടീഷൻ എങ്ങനെ ഉണ്ടാവും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട്. പിന്നെ പ്രശ്നം നമുക്ക് വരുന്ന പലപ്പോഴും നമുക്ക് കിട്ടുന്ന വളരെ അഡ്വാൻസ് പ്യൂട്രിഫൈഡ് ആയിട്ടുള്ള കാർക്കസാണ് നമുക്ക്, ബോഡിയാണ് നമുക്ക് കിട്ടുക. കാരണം നമ്മുടെ കാട്ടിലല്ലേ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് കണ്ടെത്തുക. അപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് പുഴു അരിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. ഇവിടെ നിന്ന് ഇതിൻ്റെ കോസ് ഓഫ് ഡെത്ത് തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ചലഞ്ചായിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, പുഴുവരിച്ച അവസ്ഥയിൽ ആന ഡോക്ടർ നോവലിൻ്റെ കൃഷ്ണമൂർത്തി സാർ എൻ്റെ ഗുരു പുഴുക്കൾക്കിടയിലൂടെ ഓൺ ദ സ്പോട്ടായിട്ടുള്ള നമുക്കൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. ഇപ്പം ഒരു ഇഞ്ചുറി പറ്റുന്ന, അപ്പം നമ്മളൊരു ക്യാമ്പിൽ ഒരു ആനയ്ക്കൊരു ഇഞ്ചുറി വരും, അപ്പം തന്നെ പാപ്പന്മാർ പറഞ്ഞു നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് കൃത്യമായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ പ്രശ്നം, ഇതിൻ്റെ ഒന്നും ക്ലിനിക്കൽ ഹിസ്റ്ററി നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാമ്പിൽ ഒരു ആനയ്ക്കാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇതിന് ഇരണ്ടക്കെട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ ഹെർപ്പീസ് വൈറസ് വന്ന എല്ലാ റിപ്പോർട്ടും നമ്മൾ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ആനിമലിൻ്റെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി നമ്മുടെ കയ്യിലില്ല. നമ്മളിതെല്ലാം ഈ സ്ക്രാച്ചിൽ ഈ ബോഡിയിൽ നിന്ന് നമ്മൾ സ്റ്റോറി ബിൽഡ് ചെയ്ത് ആക്ച്വൽ യഥാർത്ഥ പിക്ചർ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ ചലഞ്ചാണ്, റിയൽ ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഗൺ ഷോട്ട് ആണെങ്കിൽ എങ്ങനെ കിടക്കും, ഏത് പൊസിഷനിൽ കിടക്കും, ചരിഞ്ഞിട്ടാണോ കിടക്കുന്നത്, സ്റ്റേണത്തിലാണ്, അത് നെഞ്ചിലാണ് നിൽക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് വർക്ക് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുമാണ്. അത് നമ്മൾ എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ആ കോൺസെപ്റ്റത്തിലേക്ക് നമ്മൾ ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, കാർക്കസ് ഇത്ര പഴയതാണ് ഇതൊക്കെ ആണെങ്കിലും നമ്മൾ അതിനകത്ത് കോൺസെപ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ഹെർപ്പീസ് വൈറസ് നമ്മൾ കണ്ടെത്തിയൊരു വൈറസാണ്. അപ്പം പലപ്പോഴും ഇത് വരുന്നത് ഹെർപ്പീസ് വൈറസ് പെട്ടെന്ന് നശിച്ചു പോകും, കാർക്കസ് നശിച്ചു പോകും, 2 ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പോൾ ഹെർപ്പീസ് നമുക്ക് ചിലപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എല്ലാ ലീഷൻസും കിട്ടും, പക്ഷേ നമുക്ക് വൈറസ് കിട്ടില്ല. വൈറസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറ്റും. അപ്പോഴാണ് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ബോൺ മാരോ ഒന്ന് എടുത്തുകൂടാ. കാരണം ബോൺ മാരോ അറിയാലോ, ഈ മജ്ജ എല്ലിൻ്റെ ഉള്ളിൽ വളരെ ഇൻടാക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനം. ഒരു ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ ബോൺ മാരോ എടുത്തിട്ട് നമ്മൾ PCR ചെയ്യും. കിട്ടിയിട്ടുണ്ട്, 7-8 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഇംപ്രവൈസേഷനാണ് ഇതിനകത്ത്. അപ്പോൾ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ പ്രശ്നങ്ങൾ. ഓക്കെ, അത് നമ്മളൊരു എപ്പിഡമിയോളജി ഒരു സയൻസാണ് ചെയ്യുക. അപ്പം നമ്മൾ എല്ലാ ഡെത്തുകളും നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇതുവരെ സോഫർ 564 എലിഫൻറ്റിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പോൾ റെക്കോർഡായിരിക്കും. 560 കാട്ടാനയിൽ മാത്രം ചെയ്തിട്ടുണ്ട്, പല ഏജ് ഗ്രൂപ്പിൽ, പല ലാൻഡ്സ്കേപ്പിൽ. അപ്പം ഇതിൻ്റെ എല്ലാം നമ്മൾ ഒരു സമ്മറൈസ് ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ ഒരു എപ്പിഡമിയോളജിക്കൽ പിക്ചർ ഉണ്ടാക്കും. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മോഡൽസ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, SIR മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ എപ്പിഡമിയോളജി ക്ലാസിക്കൽ മോഡലിംഗ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇതിനകത്ത് നടക്കുന്നില്ല. സസെപ്റ്റബിൾ ഇൻഫെക്ഷൻസ് റിസർവോയർ ഇതൊന്നും നടക്കില്ല. കാരണം നമുക്ക് സ്നാപ്ഷോട്ട് പിക്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് അവർ ചെയ്യുന്ന സിറോളജിക്കൽ സർവേ എന്ന് പറയുന്നത്, അതിൽ ബ്ലഡ് എടുത്തിട്ട് ആനിമലിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് എത്ര പേർക്ക് ഇപ്പോൾ മെൻഡോക്സ് ചെയ്യാണ്, ഏത് TB ചെയ്യാണ്, നമ്മൾ കൈ കുത്തി നോക്കിയിട്ട് എത്ര പേർക്ക് ഈ റിയാക്ഷൻ ഉണ്ടാകുന്ന നോക്കിയിട്ട് നമ്മൾ TB നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പോപ്പുലേഷൻ ഇത്ര % TB ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും നടക്കില്ല. നമുക്ക് കാട്ടിൽ ആനയെ കംപ്ലീറ്റ് മയക്കൂടി വെച്ചിട്ട് നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പരിപാടി മാത്രമല്ല, ഉപയോഗിക്കുന്ന കിറ്റുകൾ ഇപ്പോൾ ഹ്യൂമൻസിലോ അല്ലെ ഡൊമസ്റ്റിക് ആണെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റേ ഡയഗ്നോസ്റ്റിക് കിറ്റുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് എൻ്റലി ഡിഫറെൻറ്റ് സ്പീഷീസാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ചലഞ്ചുണ്ട്. ഈ ചലഞ്ചിൻ്റെ മുകളിൽ നമുക്ക് ഫൈനലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പിഡമിയോളജിക്കൽ മോഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവൈലൻസ് മോഡാണ്. അത് നമ്മൾ എല്ലാ കേസുകളും നമ്മൾ നോക്കും, അത് റെക്കോർഡ് ചെയ്യും, നമ്മളത് സർവൈലൻസിൽ വെക്കും. ദെൻ ഫൈനലി നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ട്. അങ്ങനെ ക്ലാസിക് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലോസ്ട്രിഡിയം പോലുള്ള എമർജൻസി ഡിസീസിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണൊരു ചലഞ്ച്. പിന്നെ രണ്ടാമത് അപ്പോൾ നമുക്ക് ആ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചൊരു പ്ലിതോറ നമ്മൾ ഉണ്ടാക്കുകയാണ്. നമുക്ക് വ്യക്തമായിട്ടുള്ള എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അത് ഏതൊക്കെ സമയത്ത് വരാം, എങ്ങനെ വരാം എന്നുള്ള ഒരു നോളജിൻ്റെ മുകളിലാണ് നമ്മളിത്. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എത്രയോ വർഷങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഒരു എലിഫന്റിനെ നമ്മൾ ഡെത്ത് കണ്ടു, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. ബട്ട് യു ഡീലിംഗ് വിത്ത് എ ഹ്യൂജ് കാർക്കസ് ലൈക്ക്. അപ്പോൾ ആ സാധനം നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ള ഒരു സാധനത്തിൻ്റെ ഒരാൾ മാത്രമായിട്ടല്ല നമ്മൾ പോസ്റ്റ്മോർട്ടം, നമുക്കൊരു ടീമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ഡിവൈസ് ചെയ്തിട്ടുണ്ട്, പുതിയ മെത്തഡോളജി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ വന്ന് വെട്ടിക്കീറി അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഓരോ ഓർഗൻസ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ലിംബ് എടുത്ത് മാറ്റും, അത് കഴിഞ്ഞ് ഡീസ്കിൻ ചെയ്യും. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്താൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോട്ടോകോൾ. 560 കൂടുതൽ പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീമിന് വ്യക്തമായിട്ട് അറിയാം എന്താണ്. അപ്പോൾ നമ്മൾ ഏത് അപ്രോച്ച് വേണം, തൊറാക്സ് അപ്രോച്ച് വേണോ, അബ്ഡോമിനൽ അപ്രോച്ച് വേണോ, ഏത് ഇത്
ചിലപ്പോൾ ഇത് ഒരു ഇൻഡസ്ട്രിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡ് ആവും ഓർഗൻസ്. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ നീറ്റായിട്ട് ഒരു ടീമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഇൻഫെക്ഷസ് ഡിസീസ് അല്ല, ഒരു നാച്ചുറൽ കോസാണ്. നമ്മൾ ആ കാർക്കസ് അതേപോലെ വെറുതെ വിടും. കൊമ്പിൻ്റെ കൊമ്പ് നമ്മൾ ഊരിയെടുക്കും, കാരണം നമ്മൾ അത് വേറെ ഇതിന് ഉപയോഗപ്പെടരുത്. ഊരിയെടുക്കും, എന്നിട്ട് നമ്മൾ നാച്ചുറൽ പ്രോസസ്സിന് വിടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഫസ്റ്റ് കിട്ടി ആദ്യ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഏത് കാർക്കസ് കിട്ടിയാലും കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഞാൻ കത്തിച്ച് കളയാന്നുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് കാലം മുമ്പാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു എലഫൻ്റ് ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾ 4-5 ക്യാമറ ചുറ്റും വെച്ചു. ഇത് ഇൻഫ്രാറെഡ് ക്യാമറ ട്രാപ്പ് വെച്ചു. ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടായിട്ട് ഏകദേശം 20ഓളം സ്പീഷീസാണ് ഇതിന് മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്കാവൻ ചെയ്യാൻ ടൈഗർ സ്കാവൻ ചെയ്യും, ലെപ്പേർഡ് മാത്രമേ സ്കാവൻ ചെയ്യാണ്ട് ഞാൻ കണ്ടുള്ളൂ കേട്ടോ. ഇത് ഈ അളിഞ്ഞ മാംസത്തിനാണ്. ടൈഗർ തൊട്ട് വൈൽഡ് ഡോഗ് ഉണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാ സ്പീഷീസും ഇതിൻ്റെ മുകളിൽ വരും. ഓക്കെ, ഇറച്ചി തിന്നാൻ പറ്റും. ഈവൻ സ്പോട്ടഡ് ഡിയർ, അത് വെജിറ്റേറിയൻ അല്ലേ? സ്പോട്ടഡ് ഡിയർ വെജിറ്റേറിയൻ, പക്ഷേ ഇതിന് എല്ല് തിന്നാൻ വേണ്ടിയിട്ട്, എല്ല് നിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ കൊമ്പ് വളരണമെങ്കിൽ കാൽസ്യം വേണം, എല്ല് നിബിൾ ചെയ്യാൻ വേണ്ടി. പോർക്കിപ്പൈൻ. ഓക്കെ, ഈ മാഗറ്റ് തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് പക്ഷികൾ, ബ്രൗൺ ഫിഷ് ഷോൾ പോലുള്ള ഒരുപാട് പക്ഷികൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഈ കാർക്കസ് ഒരു ജൈവ വ്യവസ്ഥയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്യുക ചെയ്തു. അത് നമ്മൾ തിരിച്ചറിവ് ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ശവശരീരം ആ പ്രകൃതിയോട് എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇൻഫെക്ഷസ് ഡിസീസ് ആണെങ്കിൽ, ഇപ്പോൾ ഹെർപ്പീസ് പോലുള്ള ഡിസീസ് അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം പോലുള്ള ഒരു ഡിസീസ് ആണെങ്കിൽ നമ്മളത് അപ്പം തന്നെ നമ്മളത് ബേൺ ചെയ്യും. കാരണം അത് ട്രാൻസ്മിറ്റ് ചെയ്യും, വാട്ടർ ബോഡി കണ്ടാമിനേഷൻ ഒക്കെ വരും. അപ്പോൾ ആന്ത്രാക്സ് ആണെങ്കിൽ നമ്മളത് ബേൺ ചെയ്ത് കളയും, അപ്പം തന്നെ കത്തിച്ച് കളയും. ബാക്കിയുള്ള ബോഡിയെല്ലാം നമ്മൾ പ്രകൃതിക്കും. നമുക്ക് വൾച്ചർ പോപ്പുലേഷൻ്റെ സ്ഥിതി അറിയാലോ. ആകെയുള്ളൊരു വൾച്ചർ ഒരു ഹാവൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വയനാടാണ്, ബാക്കി എല്ലായിടത്തും പോയി. ഓക്കെ, അപ്പോൾ ഈ കഴുകന്മാരും 2 സ്പീഷീസ് ഉണ്ട്. അപ്പം ഈ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റോഡ് കിൽസ് കിട്ടും. അപ്പോൾ നമ്മൾ മുത്തങ്ങയ്ക്കടുത്തൊരു വയലുണ്ട്. ഓക്കെ, വയൽസ് അറിയാലോ, രണ്ട് എക്കോളജി. അപ്പം അവിടെ നമ്മൾ ഈ ബോഡി കൊണ്ടിടും. ഓക്കെ, നമ്മൾ ആ വൾച്ചർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് വെച്ച് കിച്ചൺ അവിടെ കൊണ്ട് കാർക്കസിനും വൾച്ചേഴ്സ് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ കാർക്കസിന് നമ്മൾ പർപ്പസ് നമ്മൾ കണ്ടതാണ്. റോഡ് കിൽസ്, ഇത് വണ്ടി ഇടിച്ച് മരിക്കുന്ന ഒരുപാട് ആനിമൽസ് ഡെത്ത് ആവും, ഇതിന് വൾച്ചറിന് കൊടുക്കാതെ. അപ്പോൾ അതൊരു നല്ലൊരു മാനേജ്മെൻറ്റ് സ്റ്റൈലായിരുന്നു സംഭവം. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ ഇതിനെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. ഈ 3 കുട്ടിയാനകളാണല്ലോ. അപ്പോൾ എവിടെ നിന്നാണ് ഈ കുട്ടിയാനകളെ ഇവിടെ കിട്ടുന്നത്? കുട്ടിയാന നമുക്ക് ആക്ച്വലി നമുക്ക് 5 ക്യാമ്പാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഒന്ന് മുത്തങ്ങ, പാലക്കാട് ധോണി, ദെൻ കോടനാട്, ദെൻ കോന്നി, ദെൻ കോട്ടൂര്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞില്ല പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ മറ്റേ തടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. മുത്തങ്ങ ക്യാമ്പ് ഇപ്പം നമ്മളിപ്പോൾ ഒരു കുങ്കി ക്യാമ്പായിട്ട് ഡെവലപ്പ് ചെയ്തു. ഈ ക്യാമ്പ് മെയിനായിട്ട് ഈ ഓർഫൻ കാഫ്സിന്. അപ്പോൾ നമുക്ക് കാട്ടിൽ ആനക്കുട്ടികളെ അനാഥമായിട്ട് കിട്ടും, ഓർഫൻ കാഫ്സ് എന്ന് പറയും. അപ്പോൾ പലപ്പോഴും അത് നാട്ടിലേക്ക് മനുഷ്യന്മാർ അവിടേക്ക് വരും, നമുക്ക് സേവ് ചെയ്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ കേസുകൾ നമ്മൾ ആനക്കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അബാൻഡൻഡ് ആയിട്ട് ഓർഫൻഡ് ആയിട്ട് കാണും. അപ്പോൾ ഓർഫൻ ആവുന്നത് എന്തുകൊണ്ടെന്ന് പല ചോദ്യവും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു നമ്മൾ കയറി ആനക്കുട്ടികൾ കൊണ്ടുവരുന്നത് ഒരിക്കലുമല്ല. ആനക്കുട്ടികൾ വിട്ടും പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നാച്ചുറൽ കലാമിറ്റി. അപ്പോൾ പോയി ഒരു കുഴിയിൽ വീഴുക, അല്ലെങ്കിൽ ഫ്ലഡിൽ ഒലിച്ചു വരിക, അങ്ങനത്തെ കുട്ടികളുണ്ട്. ആ നാച്ചുറൽ കലാമിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എടുക്കും. 2, ഇൻറ്റൻഷനലി ആന കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്. അത് ജനിതകമായിട്ടുള്ള ഡിഫക്റ്റോ ചില അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടും ഉപേക്ഷിക്കാറുണ്ട്. ഏട് ഉപേക്ഷിച്ചു കുഞ്ഞുങ്ങളെ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ജനറ്റിക്കലി ഫിറ്റ് അല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കേസുകൾ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രേനിയൽ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തത്, അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് ഉള്ളത്. അപ്പോൾ അത് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കൂട്ടം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ഇത് പലപ്പോഴും നാട്ടിലേക്ക് മറ്റേ ഗ്രാമങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടേക്കോ വരും. വി ആർ ഫോഴ്സ് ടു ടേക്ക് ദോസ് കാർ. മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചെറിയ യങ് മദേഴ്സ് ഉണ്ട്. യങ് മദേഴ്സ് അറിയാലോ, ആനയുടെ ഒരു കൂട്ടം മെയിൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തള്ളയും കുട്ടിയാണ്.
അപ്പോൾ സർപ്ലസ് സമയത്ത്, അതായത് മഴയൊക്കെ ഉണ്ടായി ഒരുപാട് പുല്ലുള്ള സമയത്ത് ഇത് ഒരുമിച്ചാണ് നിൽക്കാം. വേനൽക്കാലത്ത് ചെറിയ ചെറിയ യൂണിറ്റായി പോകും. അപ്പോൾ വളരെ യങ് ആയിട്ടുള്ള മദേഴ്സ്, അമ്മമാർ, ഇവർക്ക് ചിലപ്പോൾ ഒരു കടുവ അറ്റാക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഓടിക്കളയും, കുഞ്ഞിനെ അബാൻഡൻ ചെയ്ത് പോകാനുള്ള അങ്ങനെ കിട്ടാറുണ്ട്, സ്ട്രേ ഔട്ട് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ 3 റീസണാണ് നമുക്ക് പ്രൈമറിലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കാഫിന് നമ്മൾ വി ആർ ഫോഴ്സ് ടു ടേക്ക് ഇറ്റ്. കാരണം നാട്ടിലേക്ക് ഇറങ്ങി വന്നു, വേറെ നിവൃത്തിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പിലേക്ക്, കോട്ടൂർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പരിപാലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വളരെ ചെറിയ ആനക്കുട്ടിയൊക്കെയാണ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അറ്റൻഷൻ വേണം, 24/7 അറ്റൻഷൻ വേണം. ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുക പറഞ്ഞാൽ ആനയുടെ പാല് ഹ്യൂമൻ മിൽക്കുമായിട്ട് വളരെ സിമിലറാണ്. അറിയുമെന്ന് അറിഞ്ഞൂടാ, മനുഷ്യൻ്റെ പാലുമായിട്ട് വളരെ സിമിലറാണ് എലഫൻറ്റ് മിൽക്ക്. എന്ന് പറഞ്ഞാൽ സായാം എന്ന് പറയുന്ന പഴയ തായ്ലൻഡിലൊക്കെ പണ്ട് രാജാക്കന്മാരുടെ ആനക്കുട്ടികളെ കൊടുത്തുകൊണ്ടിരുന്നത് ഹ്യൂമൻ ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. മനുഷ്യ സ്ത്രീകൾ സറോഗേറ്റ് മദേഴ്സാണ് പാല് കൊടുത്തിട്ട് വളർത്തുന്നത്, രാജാവിൻ്റെ ആനകൾ. സോ അങ്ങനെയുള്ള സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ഹ്യൂമൻ മിൽക്ക് ഫോമുല അത് നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് 2-3 ഫാറ്റി ആസിഡ്സ് കുറവുണ്ട്, അത് സപ്ലിമെൻറ്റ് ചെയ്തിട്ട് മിനറൽസും ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഓരോ ചെറിയ കുഞ്ഞുങ്ങളാണ് ഓരോ അവേഴ്സ് പിന്നെ കൂട്ടി കുറച്ച് കൊണ്ടുവന്ന് ബാക്കി ഫുഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. ശരിക്കും ഒരു ആനക്കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെയിനാണ്, റിയൽ പെയിനാണ്. വളരെ പാപ്പന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള ശ്രദ്ധയും കെയറും ഉണ്ടെങ്കിൽ മാത്രം. ഒരു കണ്ടാമിനേഷൻ വന്നാൽ മതി ആനക്കുട്ടി ഡെത്താക്കും. കാരണം തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല. കാരണം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടാവില്ല, ഈ ആനയിലെ പാലിൽ കൂടി ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പലപ്പോഴും വിട്ടു. പിന്നെ ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഹെർപ്പീസ് പോലുള്ള അസുഖം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആനക്കുട്ടി അപ്പം തന്നെ അബാൻഡൻ ചെയ്തു. ഹെർപ്പീസ് ഒരു വലിയൊരു കഥയാണ് ആക്ച്വലി. ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് 1995 നാഷണൽ സൂ എന്ന് പറഞ്ഞ സ്മിത്സോണിയൻ നാഷണൽ സൂവിലാണ്. എൻ്റെ കൊളീഗ് തന്നെയാണ് ലോറ റിച്ച്മാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണിത്. അപ്പം അവർ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയാൽ അബ്നോർമലായിട്ട് ഒരുപാട് ഡെത്ത് ആനക്കുട്ടികളിൽ വരുന്നുണ്ട്. അങ്ങനെ അവർ പെത്തോളജിസ്റ്റ് ആയിരുന്നു, വെറ്ററിനറി പെത്തോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ പെത്തോളജി ചെയ്തപ്പോഴാണ് കോശത്തിനകത്ത് ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ വൈറസിൻ്റെ ഒരു ഇൻക്ലൂഷൻ ബോഡിയാണ്. ഹെർപ്പീസ് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ ബോഡി അവർ കണ്ടെത്തി. അപ്പോൾ അവരത് ഫർദർ അത് ജനിതക അനാലിസിസും ചെയ്തപ്പോഴാണ് ഇത് പുതിയൊരു ഹെർപ്പീസ് വൈറസ് ആണെന്ന് കണ്ടെത്തി. എൻഡോത്തിലിയോട്രോപ്പിക് എലഫന്റ് ഹെർപ്പീസ് വൈറസ് എന്ന് പേരിട്ടു, EEHV. എൻഡോത്തിലിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എൻഡോത്തിലി എന്ന് പറഞ്ഞാൽ നമ്മളെ ആർട്ടറിയുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു ചെറിയ ലെയറാണ് എൻഡോത്തീലിയം. അപ്പോൾ അതിന് മാത്രമേ എഫക്റ്റ് ചെയ്യും. മാസീവ് ഹെമറേജ് ആയിരിക്കും, സഡൻ ഡെത്ത് ആയിരിക്കും. നമ്മൾ ആനക്കുട്ടി ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. വിത്തിൻ 24 hours ആനക്കുട്ടി തൂങ്ങി നിൽക്കും. വിത്തിൻ 48 hours ആനക്കുട്ടി മരിച്ചു പോകും. പെറക്യൂട്ട് ഡെത്ത്. മുഖമൊക്കെ നീര് വെക്കും, ടങ്ങൊക്കെ ബ്ലൂയിഷ് ആവും, പെട്ടെന്ന് പെറക്യൂട്ടായിട്ട് മരിച്ചു പോകും. അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യൂറോപ്പ് ആൻഡ് അമേരിക്കൻ സൂസിൽ 70% ആനക്കുട്ടികളും ഹെർപ്പീസായിട്ട് ഡെഡ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരിതിൻ്റെ മുകളിൽ പഠിച്ചപ്പോൾ, ഇതിൻ്റെ ജനിതകമെല്ലാം പഠിച്ചപ്പോൾ, വൈറസിൻ്റെ ജനിതകം പഠിച്ചപ്പോൾ ഇവർ കണ്ടു ഇതേപോലൊരു വൈറസ് ആഫ്രിക്കൻ എലഫൻസിലും ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും മരണം ഉണ്ടാക്കുന്നില്ല. തുമ്പിക്കയുടെ മുകളിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലുള്ള ലീഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അവർ ഈ 2 വൈറസുകൾ പഠിച്ചപ്പോഴാണ് അവർ കണ്ടത് ഇത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു 10% ജനിതക ഘടനയിൽ വ്യത്യാസമുള്ള വൈറസാണെന്ന് കണ്ടെത്തി. അങ്ങനെ അവർ പുതിയ ഈ വൈറസിന് പേരിട്ടു. അപ്പോൾ അവർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതും ചിലപ്പം ഈ അറിയാലോ, ആഫ്രിക്കൻ എലഫൻറ്റും ഏഷ്യൻ എലഫൻസും ഇത്ര മില്യൺ ഇയേഴ്സിൻ്റെ മുകളിൽ സെപ്പറേറ്റഡ് ആയതാണ്. അപ്പോൾ ഈ വൈറസ് ആഫ്രിക്കൻ എലഫൻറ്റിൽ ഉണ്ടാവുകയും നമ്മൾ ഈ സൂവിൽ ഈ 2 ഇപ്പം അമേരിക്കൻ സൂവിലൊക്കെ എന്ന് പറഞ്ഞാൽ 2 അടുത്തടുത്താണ് നിൽക്കുക, ആഫ്രിക്കൻ എലഫൻറ്റും ഏഷ്യൻ എലഫൻറ്റും അടുത്തടുത്താണ് നിൽക്കുക. അങ്ങനെ ഈ വൈറസ് ഇങ്ങോട്ട് പടർന്നതായിരിക്കുന്നതാണ് അവർ ഉദ്ദേശിച്ചത്. ജമ്പിങ് ഓഫ് വൈറസ് എന്ന് പറയും. ഓക്കെ, അതിലേക്ക് എവല്യൂഷണറി ആയിട്ട് 2 ഡിസ്റ്റൻസ് സാധനത്തിനെ നമ്മൾ സൂവിൽ കൊണ്ടുവന്നപ്പം അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് അവർ മുന്നോട്ട് വെച്ചു. ഈ സമയത്താണ് 2007 നമ്മൾ ഫസ്റ്റ് ഹെർപ്പീസ് കേസ് നമ്മൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ആനക്കുട്ടിയായിരുന്നു. ഞാൻ മൂന്നാറിന്ന് കൊണ്ടുവന്ന ഒരു ആനക്കുട്ടിയായിരുന്നു, നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ഒരു ദിവസം ക്രിസ്മസിൻ്റെ തലേന്ന് 2007 ക്രിസ്മസിൻ്റെ തലേന്ന് ഞാൻ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നു. അബാൻഡൻ്റ് ആയിട്ടുള്ളൊരു കാഫായിരുന്നു. പെട്ടെന്ന് ഡെഡായി. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ ടിപ്പിക്കൽ ലീഷൻസ് നമുക്ക് കണ്ടു, ഈ ഹെർപ്പീസ് പോലെ. അപ്പോൾ നമ്മളാകെ പാനിക്കായി. അപ്പം തന്നെ നമ്മൾ അതിൻ്റെ സെൽസൊക്കെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു. ഹിസ്റ്റോപത്തോളം ചെയ്തപ്പം ശരി സെയിം ഇൻക്ലൂഷൻ ബോഡി കിട്ടി. അപ്പോൾ നമുക്കിന്ന് PCR ഫെസിലിറ്റി ഒന്നും നമുക്കില്ല. ഞാൻ നേരെ സാമ്പിളായിട്ട് നേരെ മദ്രാസ് വെറ്ററിനറി കോളേജിൽ പോയി. അപ്പോൾ ഞാനും പഠിച്ചത് ഇതിൻ്റെ മുകളിലായിരുന്നു.
മദ്രാസ് വെറ്ററിനറി കോളേജിൽ പോയി നമ്മൾ PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതായത് ഈ വൈറസിൻ്റെ ജനിതക ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ സീക്വൻസ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് EHV1 കിട്ടി. വിതിൻ 3 days ഇതിൻ്റെ കൂടെയുള്ളൊരു കാഫ് ഉണ്ടായിരുന്നു, അശ്വതി എന്ന് പറഞ്ഞു. ആ ആനക്കുട്ടിയും ഡെഡായി, സഡൻ ആയിട്ട് ഡെത്തായി. അപ്പോൾ ഇതേ ലീഷൻസ് തന്നെ അപ്പോൾ നമ്മൾ ആകെ കൺഫേംഡായി. അപ്പം ഹെർപ്പീസ് എന്നുള്ള ഇതിലിപ്പോൾ അപ്പോൾ എങ്ങനെ ഈ ഹെർപ്പീസ് നമ്മുടെ കേരളത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര വെച്ചാൽ, കാരണം ആഫ്രിക്കൻ എലിഫൻസ് ഇവിടെ ഒന്നും ഇല്ല. ആകെയുള്ളത് മൈസൂർ സൂവിൽ ഒരു ആഫ്രിക്കൻ എലിഫൻ്റ് ആണുള്ളത്. അവിടുന്ന് ഒരിക്കലും ഇങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യത ഒരിക്കലും കണ്ടില്ല. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷം തേക്കടിയിൽ ഞങ്ങൾക്ക് വൈൽഡിൽ ഫസ്റ്റ് കേസ് കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ സീക്വൻസ് നമ്മൾ കിട്ടി, നമ്മൾ പബ്ലിഷ് ചെയ്ത് നമ്മൾ ഇതിൽ വലിയൊരു EHV ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു US-ലൊക്കെ. അപ്പോൾ നമ്മൾ അവരെ ഇൻഫോം ചെയ്തപ്പം അവർ പറഞ്ഞു ഒരിക്കലും സാധ്യതയില്ല, കാരണം ഞങ്ങൾ വിചാരിക്കുന്നത് ആഫ്രിക്കൻ എലിഫൻ്റ് ഏഷ്യൻ എലിഫൻ്റിലേക്ക് ചാടിയതാണ്, നിങ്ങൾക്ക് ഏഷ്യയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്ക് സീക്വൻസ് ആണ്, വളരെ കൃത്യമായ സീക്വൻസ് ഉണ്ട്, ഈ 2 സീക്വൻസും സിമിലർ ആണ്, ഹെർപ്പീസ് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. അത് ഹോൾ ടീം ദേ ഫ്ലൂ ഫ്രം DC ടു ഇവിടെ കേരളത്തിൽ വന്നു. അവർ കംപ്ലീറ്റ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ കംപ്ലീറ്റ് നമ്മളെ റിസൾട്ട്സ് അവർ വെരിഫൈ ചെയ്തു. അവരാ ഞെട്ടിപ്പോയി. ഓക്കെ, ഫസ്റ്റ് അങ്ങനെ ആദ്യമായിട്ട് ഏഷ്യയിൽ നമ്മൾ ഹെർപ്പീസ് വൈറസ് നമ്മൾ കൺഫേം ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറകെ കൃത്യമായ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പം 48 കേസുകൾ നമുക്ക് ഇതുവരെ സോഫാർ നമ്മൾ ഹെർപ്പീസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ജനിതഘടന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പം ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നല്ല ജനിതകമായിട്ടുള്ള വേരിയേഷൻ, വ്യത്യാസം ഓരോ ഇതുണ്ട്. നമുക്ക് ഒരു 13 സ്ട്രെയിൻ കേരളത്തിൽ തന്നെ കിട്ടി. അതായത് മൂന്നാറിലുള്ള ഹെർപ്പീസ് അല്ല, വയനാട്ടിലുള്ള ഹെർപ്പീസ് വൈറസ് തന്നെ, പക്ഷേ ജനിതകമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഈ എവിഡൻസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ആക്ച്വലി ഇത് പുതിയൊരു വൈറസ് അല്ല. ഓക്കെ, ഇത് ഈ വൈറസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഏഷ്യൻ എലിഫൻറ്റിൽ തന്നെ ഉണ്ടായൊരു വൈറസാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈപ്പ് അതിന് ശേഷം കണ്ടെത്തി, ലോകത്ത് കംപ്ലീറ്റ് കണ്ടെത്തി. അതിന് ശേഷം നമ്മൾ ബർമയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്തോനേഷ്യയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാബ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ അവർ കേസുകൾ വന്നപ്പോൾ നമ്മൾ തന്നെ പോയി നമ്മൾ ഇത് ചെയ്ത് കൊടുത്തു, ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു. തായ്ലൻഡിൽ എല്ലാം ഇപ്പോൾ അവരെ സ്വന്തം യൂണിറ്റ് ഉണ്ട്. ദെൻ ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ജനറ്റിക് വേരിയേഷൻ ഈ വൈറസിനകത്തുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഈ ശരിക്ക് ഈ വൈറസ് ഏഷ്യൻ എലിഫൻസ് തന്നെ ഉണ്ടായതാണ്. ഓക്കെ, അതിനുശേഷം EHV1, EHV2, 3, 4, 5, 6 വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഗാമ ഹെർപ്പീസ് പറഞ്ഞ പുതിയൊരു ഗ്രൂപ്പ് കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഈ വേരിയേഷൻസിൻ്റെ എല്ലാം റെപ്രസെൻറ്റേറ്റീവ് US-ലും ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഭയങ്കര രസകരമായ കാര്യം. അവർ ചിലപ്പോൾ ഇതെങ്ങനെ സെയിം സ്ട്രെയിൻ അവിടെയും വരിക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോയ ആനകൾ കംപ്ലീറ്റ് ഇവിടുന്നാണ്, ശ്രീലങ്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും കൊണ്ടുപോയ ഈ സെയിം. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഏഷ്യൻ എലിഫൻ്റ് തന്നെ ഉണ്ടായ ഇവോൾവ് ചെയ്ത ഒരു വൈറസാണ് EHV. ഓക്കെ, അതൊരു ജമ്പ് ചെയ്ത് വന്നതല്ല ആഫ്രിക്കൻ എലിഫൻസ്. അതിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഹെർപ്പീസ് വന്ന ശേഷം ആനിമൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് ഈ ആനയെ സൂവിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്നു. ഇത് സയൻറ്റിഫിക് അല്ല, അവിടെയാണ് നമ്മൾ ഈ ഇത് വെക്കുന്നത്. എലഫൻസ് തന്നെയുള്ള പലതരം ഡിസീസ് ഉണ്ട്, നമുക്ക് അതിനകത്തേക്ക് വരാം. നമുക്ക് ഹെർപ്പീസ് വൈറസ് ഇവോൾവ് ചെയ്താണ് അത് അതിൻ്റെ കൂടെ ഇവോൾവ് ചെയ്തൊരു വൈറസാണ്, ഇൻഹെറന്റ് വൈറസ് എന്ന് പറയും. പക്ഷേ പ്രശ്നം അതല്ല. നമ്മുടെ ചോദ്യം, ഒരുപാട് ബ്രീഡിങ്ങും എല്ലാം നമ്മൾ ഈ മറ്റേ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ബ്രീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണമൂർത്തി സാറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാർ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറിനൊന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല. ഈ 2007-10 ശേഷം നമ്മൾ വ്യാപകമായിട്ട് നമുക്ക് ഈ സാധനം കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തു, ആസാമിൽ റിപ്പോർട്ട് ചെയ്തു, മഹാരാഷ്ട്രയിൽ ടഡോബയിൽ റിപ്പോർട്ട് ചെയ്തു. സാമ്പിൾസ് എല്ലാം നമുക്ക് അയക്കുന്നുണ്ട്, നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്വൈറ്റ് സർപ്രൈസിങ്. പക്ഷേ ഈവൻ ദോ ഇറ്റ് ഈസ് ഇവോൾവ്ഡ് ഇൻ എലഫൻറ്റ്, ഇതിൻ്റെ ഫ്രീക്വൻസി ഒത്തിരി കൂടുന്നുണ്ട്. ഓക്കെ, അതൊരു ചലഞ്ചിങ് ആണ്. എന്തുകൊണ്ട് ഇത് ഇത്രയും കൂടുന്നു എന്നുള്ളത്, അപ്പോൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആനയുടെ ജനിതകത്തിൻ്റെ, അതായത് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ജനിതക വ്യത്യാസം കുറഞ്ഞു വീഴുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു അസംഷൻ. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ പല അസുഖങ്ങളും പൊങ്ങി വരാം. ഓക്കെ, അറിയാമല്ലോ സംഭവം എവല്യൂഷണറി പാർട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ആനയ്ക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു വലിയ അത്ഭുതമാണ്. നമ്മൾ ടീലോമിയർ എന്ന് പറയുക, ക്രോമസോം അറിയാമല്ലോ, നമ്മൾ ഈ സെൽ വിഭജനത്തിന് മുമ്പ് ഈ DNA എല്ലാം ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആക്കി, കൃത്യമായ ക്രോമസോം നമ്പർ ഉണ്ടാവും. ഈ ക്രോമസോമിൻ്റെ അറ്റത്ത്
കണ്ടിന്യൂസ് ആയിട്ട് ടീലോമിയേഴ്സ് എന്ന് പറയും, കണ്ടിന്യൂസ് യൂണിറ്റ് ഉണ്ടാവും. ഇത് ഒത്തിരി, അതായത് ഒരു ചെറിയൊരു സെഗ്മെന്റ് ആയിരിക്കും ATC എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മേ ബി ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു ക്ലസ്റ്റർ, അത് റിപ്പീറ്റ് ചെയ്ത് ആയിരക്കണക്കിന് ഇങ്ങനെ കിടക്കും. അതിന് നീളം കൂടുന്തോറും ക്യാൻസർ വരാനുള്ള സാധ്യത ഏറ്റവും കുറവാണ്. എലഫൻസിൻ്റെ നല്ല ലെങ്ത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ ഒക്കെ വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് മനുഷ്യന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും, എലഫൻസിന് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി കൂടും. ഇത് വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഹോസ്റ്റ് ജീനോം, അതായത് ഈ ആനയുടെ ജീനോമും ഈ രോഗത്തിന് ഇതിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹെർപ്പിസ് എന്ന അസുഖത്തിന് ചികിത്സ അങ്ങനെ പരിപാടി ഉണ്ട്, ചികിത്സയുണ്ട്. അസൈക്ലോവിർ, ഫാംസൈക്ലോവിർ എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ബോക്സിന് കൊടുക്കുന്ന സെയിം മരുന്ന് തന്നെ. അതിൻ്റെ പുതിയ മരുന്നുകൾ പെൻസിക്ലോവർ. വാക്സിൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, പക്ഷേ ഒരു വാക്സിൻ കഴിഞ്ഞ മാസം റിലീസ്ഡ് ആയിട്ടുണ്ട് ഇവിടുന്ന്, നെതർലാൻഡ്സിൽ നിന്ന്. റോട്ടർഡാം ടീം അവർ ഇതിൻ്റെ ട്രയലിലാണ് വാക്സിൻ നിൽക്കുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അസൈക്ലോവറും ഫാംസിക്ലോവറും പെൻസിക്ലോവറും എന്ന് പറഞ്ഞ മരുന്നുകൾ, ആൻറ്റിവൈറൽ മരുന്നുകൾ കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല. കാരണം അതിനു മുമ്പേ ഈ ഞാൻ പറഞ്ഞില്ല, പെർവക്യൂട്ടാണ്, പെട്ടെന്നാണ്. ആനിമൽ, നിങ്ങൾ കാണുന്ന ആനിമൽ വിതിൻ 41 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകും. അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് വെയിൻസിലും ഇതിലുള്ള ഉള്ളിൽ ലെയർ കംപ്ലീറ്റ് പൊട്ടി പോകും. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുകൊണ്ടാണ് പുറത്തുള്ള സൂവിലൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും ബ്ലഡ് എടുത്ത് അവർ ബ്ലഡും ഇതും. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പരക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അഡൽട്ട് ആനിമൽസ്, ചില ഈ ക്യാമ്പിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായതാണ്. ഈ ക്യാമ്പിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ട് നമുക്ക് 4 ആനക്കുട്ടി പോയതാണ്. ഓക്കെ, ഹെർപ്പിസായിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ഈ ആനക്കുട്ടി നമുക്ക് രക്ഷിക്കാൻ പറ്റും. നമ്മൾ ഇൻറ്റൻസീവായിട്ട് ഈ ആൻറ്റിവൈറൽ കൊടുത്തിട്ട്. അപ്പോൾ പുറത്തൊക്കെയാണ് എല്ലാ ആഴ്ചയും നമ്മൾ ഇത് ചെയ്യും. ഇതൊന്ന് അഡൽട്ട് ചില ആനിമൽസ് ഇത് വൈറസ് ഷെഡ് ചെയ്തുകൊണ്ട് അതിൽ രോഗം ഉണ്ടാക്കില്ല. ഓക്കെ, 2 സ്റ്റേജാണ്, ലേറ്റൻ ആൻഡ് ലൈറ്റിക് സ്റ്റേജ് എന്ന് പറയും. ലൈറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അസുഖം വന്ന് അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വരുള്ളൂ, അഡൽട്ടിന് ഒരിക്കലും വരില്ല. അപ് ടു 8, നമ്മുടെ മാക്സിമം റിപ്പോർട്ട് 9-10 വയസ്സ് വരെയാണ്. 10 വയസ്സ് വരെയാണ് മാക്സിമം റിപ്പോർട്ട്. അതിനപ്പുറത്തേക്ക് ഹെർപ്പീസ് വരികയില്ല. പക്ഷെ ചില അഡൽട്ട്സ് ഇത് കാരിയേഴ്സ് ആവും, ഇതിങ്ങനെ ഷെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പകരും. അപ്പോൾ നമ്മൾ ഇൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏഷ്യയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത, വൈൽഡിലും ആദ്യം റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ എപ്പിഡമിയോളജി കൃത്യമായിട്ട് ഫസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്തത് നമ്മളാണ്. വേറെ ഏതെങ്കിലും ഒരു ഡിസീസിന് ഇവിടെ നമ്മൾ ഇതായിട്ടുള്ളൊരു സർപ്രൈസിംഗ് ആയിട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ TB ആണ്. ഓക്കെ, അതായത് ക്ഷയം. ഓക്കെ, നാട്ടാനയ്ക്ക് TB വളരെ കോമൺ ആണ് സംഭവം. അതുപോലെ പാപ്പാന്മാർക്ക് TB ഉണ്ടെങ്കിൽ ആനയ്ക്ക് വരാം. ഓക്കെ, മെയിൻലി തന്നെ TB എന്ന് പറഞ്ഞാൽ പലതരം TB ഉണ്ട്. ഏവിയൻ TB, ബൊവൈൻ TB, MTB വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മനുഷ്യന്മാരിൽ ഉണ്ടായിട്ടുള്ള രോഗമാണ്. ഓക്കെ, വേറെ ഒന്നിനും വരില്ല. ഓക്കെ, അപ്പോൾ ഫറോമാരുടെ മറ്റേ പല ഇതിനകത്ത് പോലും മമ്മീസിൽ പോലും TBയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ലങ്സിനെയാണ് ബാധിക്കുക. ലങ്സിനെ TB ഉള്ള ഒരാൾ ബാധിക്കുന്നു. ആദ്യമായിട്ട് പോയത് എവിടെയെങ്കിലും ഒരു ലിംഫ് നോഡിൽ ഇത് മറ്റേ ഇവിടെ ഒളിഞ്ഞിരിക്കും. പിന്നെ ഒരു നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രായം കൂടുന്ന സമയത്ത് ഇത് ലങ്സിനെ ബാധിക്കും. ലങ്സിനെ ബാധിച്ച് നമ്മൾ തുമ്മുമ്പം 10 മൈക്രോൺ സൈസാണ് ഡ്രോപ്ലെറ്റ് സൈസ് വേണ്ടത്. എന്നാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. എനിക്ക് TB ഉണ്ടെങ്കിൽ ഞാൻ തുമ്മുന്നു, ബാബു അവിടെ നിൽക്കുന്നു, ബാബുവിനത് ഇൻഹേൽ ചെയ്യുന്നു, നിങ്ങൾ അകത്തൂടെ പോകുന്നു. ഇതാണ് TBയുടെ മെക്കാനിസം, റൂട്ട് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ അത് അവിടെയാണ് നമുക്ക് വൈൽഡ് ലൈഫിൽ ആദ്യം, വൈൽഡ് എലിഫൻസിന് ആദ്യമായിട്ട് MTB കിട്ടുന്നത്. ഓക്കെ, ഞങ്ങൾ വേറെ TB ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളത് ഇതെല്ലാം ചെയ്ത് നമ്മൾ മറ്റേ ബാക്ടീരിയയുടെ DNA ഒക്കെ നമ്മൾ ഞെട്ടിപ്പോയത് MTB ആണ്. മനുഷ്യന്മാർക്കുള്ള TB വൈൽഡ് എലിഫൻസ് വേൾഡ് തന്നെ ഫസ്റ്റ് റിപ്പോർട്ടാണ്. അതിനുശേഷം ഞങ്ങൾ 6ഓളം കേസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അത്രയാണ് മനുഷ്യന്മാരും വന്യജീവി സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഡെക്സ് ആണ്. ഓക്കെ, കാരണം ഇത്രയും, കാരണം നിങ്ങൾ ശരിക്കും ഒരു ആനയ്ക്ക് TB പറഞ്ഞാൽ ശരിക്കും ഒരു തുമ്പി കൈ എടുത്ത് നിങ്ങൾ അതിന് തുമ്മണം. ഓക്കെ, വൈൽഡ് എലിഫൻസ് നടക്കില്ല. പക്ഷേ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ TB ഒരു ഭീകരപ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത ഭാവിയിൽ ഉണ്ട്. കാരണം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ കൊമ്പന്മാരായിരുന്നു, പക്ഷേ ലാസ്റ്റ് കിട്ടിയത് ഫീമെയിലാണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് കാരണം തുമ്പിക്കൈയിൽ ഇതിൽ കൂടി ഡിസ്ചാർജ് കൂടിയാണ് TBയുടെ ബാക്ടീരിയ പോവുക, തുമ്പിക്കൈയുടെ ഡിസ്ചാർജ് കൂടെ. ഈ തുമ്പിക്കൈയാണ് ഇവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ചാൻസ് ഓഫ് ഗെറ്റിംഗ് അതർ ആനിമൽസ് ഇൻഫെക്റ്റഡ് ഈസ് മച്ച് മോർ. TB വി തിങ്ക് ഇറ്റ്സ് എ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. അതിൻ്റെ താഴത്തുള്ള വ്യാപ്തി നമുക്ക് കാലം തെളിയിച്ചു. ഈ ആനകളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ നമ്മളെപ്പോഴും ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം ഈ മയക്കുവെടി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ആളുകൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? എലഫന്റിനെ നമ്മൾ മെനൂർ ചെയ്യണം.
പല പർപ്പസ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ട്രാൻസ്ലോക്കേഷൻ ആയിരിക്കും, ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും, ചിലപ്പോൾ പിടിച്ച് കൂട്ടിലാക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു മുറിവ് ചികിത്സിക്കാനായിരിക്കും. ഓക്കെ, അപ്പോൾ പല പർപ്പസുണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ആനിമലിനെ എങ്ങനെ സെക്യൂർ ചെയ്യണമെന്ന്. നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് എന്തായാലും ആനിമലിനെ കെട്ടിവെക്കാൻ പറ്റില്ല, ആനയെ കെട്ടിവെക്കാൻ പറ്റില്ല. കാരണം ആനിമൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ജീവിയാണ്. അതിനെ ബോധം പോകാണ്ട് നമുക്ക് കെട്ടിവെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും നടക്കുന്ന കാര്യമല്ല, വെരി പവർഫുൾ. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്ന് ഡള്ളാക്കണം ഇതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക, മയക്കോടി വെക്കുക. ഇപ്പോൾ റേഡിയോ കോളറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുങ്കിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അനസ്തീഷ്യ ലെവൽ. ഞാൻ പറഞ്ഞല്ലോ ഇത് പല ലെവലിലുണ്ട്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഉറക്കം, നാർക്കോസിസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ്, അതിൻ്റെ മുകളിൽ അനസ്തീഷ്യ, അതിൻ്റെ മുകളിൽ അത് കൂടിക്കഴിഞ്ഞാൽ കോമയായി പോവും, അത് കഴിഞ്ഞ് ഡെത്തായി പോവും. ഓക്കെ, മരുന്ന് കൂടിക്കഴിഞ്ഞാൽ. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ റേഡിയോ കോളറിങ് ചെയ്യണം ഒരു ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ, കുങ്കിയൊന്നുമില്ലെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആനിമൽ മയങ്ങി അനസ്തീഷ്യ ലെവലിൽ വീഴും, ഫ്ലാറ്റായിട്ട് വീഴും. അത് നെഞ്ചടിച്ച് വീണ് കഴിഞ്ഞാൽ ആനിമൽ ഡെഡ് ആവും. ഓക്കെ, അപ്പോൾ തന്നെ പുഷ് ചെയ്ത് സൈഡിലേക്ക് ആക്കണം. അത് കറക്റ്റ് ഡോസാണെങ്കിൽ സൈഡിലേക്ക് തന്നെ വീഴുള്ളൂ, മരം വെട്ടിയിട്ട പോലെ വീഴും. അപ്പോൾ തന്നെ നമ്മൾ റേഡിയോ കോളറൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിഡോട്ട് കൊടുത്തു സാധനത്തിനെ വിട്ടു. ഓക്കെ, അത് ഒരു സിനേറിയോ. രണ്ടാമത്തെ സിനേറിയോ, നിങ്ങൾക്ക് ഇതിനെ ക്യാപ്ചർ ചെയ്യണം, പിടിക്കണം, ഇല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണം. ബാക്കി ആനിമലിനെ കൂട്ടിലാക്കുന്ന പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ആനയെ കൂട്ടിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഹിപ്നോസിൻ നാർക്കോസിന് ഇടയ്ക്കുള്ള ഒരു ലെവലിലെ സാധനം. അപ്പോൾ നിൽക്കാൻ പറ്റണം, ആനിമലിന് നിൽക്കാൻ പറ്റണം, ആനിമലിന് കോൺഷ്യസ്നെസ് വേണം, ഹാഫ് കോൺഷ്യസ്നെസ് വേണം, ബാലൻസ് ചെയ്യാൻ പറ്റണം. കാരണം ലോറിയിൽ നിന്ന് മൂഴിക്കഴിഞ്ഞാൽ ഇത് ലോറിയിൽ നെഞ്ചടിച്ചാൽ വീഴുക, പിന്നെ നോക്കണ്ട, ആനിമൽ ഡെഡാണ്. ഓക്കെ, ആ കൃത്യമായിട്ടുള്ള അളവിൽ വേണം നമുക്ക് അതിനെ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കൊരു വൂണ്ട് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ, ഒരു മുറിവ്, ഒരു ബുള്ളറ്റ് വൂണ്ടുണ്ട്, ആ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡിങ് നമ്മൾ നിർത്തിയിട്ട് എങ്ങനെ ഏത് ലെവൽ വേണമെന്ന് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ പർപ്പസിൻ്റെ അനുസരിച്ചിട്ടാണ് ഒന്നാമത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത് കെമിക്കൽ ഇമ്മൊബിലൈസേഷനും നമ്മൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ആനയുടെ കാഴ്ച വളരെ കുറവാണ്, ബൈനോക്കുലർ വിഷനാണ്. നമ്മളെപ്പോലെ രണ്ട് കണ്ണും ഒരുമിച്ചല്ല, രണ്ട് സൈഡിലേക്കാണ്. ബൈനോക്കുലർ വിഷൻ ആകുമ്പോൾ ഡെപ്ത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് കണ്ണാകുമ്പോൾ നമുക്ക് ഡെപ്ത് അറിയാം, ഈ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റും. എലഫൻറ്റിന് ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഇങ്ങനെയാണ്. ഇത് കോൺ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഈ രണ്ടിൻ്റെ ആംഗിൾ വന്ന് കോൺ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് പുള്ളിക്ക് ശരിക്കും ഒരു വിഷൻ വരുന്നത്. പക്ഷേ മാക്സിമം പോയി കഴിഞ്ഞാൽ 20 ഇതാണ്. കളർ ബ്ലൈൻഡ് ആണ് ആനിമൽ. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, വൈറ്റ് പോലുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആനിമലിന് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിങ് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐസൈറ്റ് എന്ന് പറഞ്ഞാൽ ആനിമലിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ് അല്ല ആനയുടെ. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്മെല്ലാണ്. ഓക്കെ, സ്മെല്ല് വളരെ കൃത്യമായിട്ട് തന്നെ സ്മെല്ല് കിട്ടും. അപ്പോൾ നമ്മളൊരു ആനിമലിനെ നമുക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എൻ്റെ നല്ല പഴയ എക്സ്പേർട്ടായ വാച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം, കാട്ടാനെ പോയി തൊട്ടിട്ട് വരും, ഒന്ന് ടച്ച് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് ടച്ച് ചെയ്തിട്ട് വരും. അതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ആ വഴിക്കാരുത്, അത് നമ്മളെ സ്മെല്ല് അങ്ങോട്ട് പോകരുത്, ഏത് ആനയ്ക്ക് പോകരുത്. ഓക്കെ, ഈ ലെവലിലേക്ക് വരണം. അത് കൃത്യമായിട്ട് നോക്കി, ശബ്ദം ഭയങ്കര പ്രശ്നമാണ്, ഈവൻ വൈബ്രേഷൻസ് പ്രശ്നമാണ്. ഏറ്റവും കാമായിട്ട് നിന്നിട്ട് വേണം നമ്മൾ ആനയെ ചെയ്യാൻ. ഓക്കെ, രണ്ട് രീതിയിൽ നമ്മൾ ആനയെ ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പ്രിഫർ ചെയ്യുന്നത് ബൈ സർപ്രൈസ് എന്നാണ് പറയാം. നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, രാവിലെ ഒരു 4-5 മണിയാകുമ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ സൈറ്റിലെത്തി, ആനയുടെ സൈറ്റിൽ. അതിന് മുമ്പ് ട്രാക്കേഴ്സ് പോയിട്ടുണ്ടാവും, അവർ കണ്ടെത്തി, അവർ സൈറ്റിലെത്തി. നമ്മൾ പിന്നെ മെല്ലെ കയറി, ഓക്കെ, പോയി ആനിമലിനെ കണ്ടു, കൃത്യമായിട്ട് എൻ്റെ ട്രാക്കേഴ്സുണ്ട്, അവർ കണ്ട് നമ്മൾ സേഫ് ഡിസ്റ്റൻസ് വെച്ചു, അടിച്ചു. ചില കേസുകൾ ആന അറിയ പോലുമില്ല ഇത് ഡാറ്റ് കൊണ്ട്. ഇതിൻ്റെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മയക്ക് വെടി എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഈ ഒരു തോക്ക് ഉപയോഗിക്കുന്നു. ആക്ച്വലി നമ്മളെന്താ ചെയ്യുന്നത്, നിങ്ങളൊരു സർജറി ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഇത് ചെയ്യുന്നു, അതിന് മുമ്പ് പ്രീ അനസ്തറ്റിക് ഇഞ്ചക്ഷൻ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഗ്യാസ് അനസ്തീഷ്യ ഒന്നും കൊടുക്കാൻ നമുക്ക് പാങ്ങില്ല, നമുക്ക് പറ്റില്ല, നടക്കില്ല. ആകെ ചെയ്യുന്നത് ഇഞ്ചക്റ്റബിൾ അനസ്തറ്റിക്സ് കൊടുക്കുക എന്നുള്ളത്, ഇൻട്രാമസ്കുലർ കൊടുക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ മസിലിൽ കൊടുക്കുക എന്നുള്ളത്. ഇതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് പകരം നമ്മൾ ആനയ്ക്ക് പോയിട്ട് നമുക്ക് അവിടെ പോയി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ഡെലിവറി സിസ്റ്റം ഉപയോഗിക്കുന്നു, അതാണ് തോക്ക്. ഓക്കെ, അപ്പം ഈ തോക്കും സാധനങ്ങളൊക്കെ ഈ വെടി എന്ന് പറയുന്നുള്ള ഒരു വലിയൊരു ഒരു നോഷൻ ഇതിൽ വരുമ്പം ഒരു നെഗറ്റീവാണ്. ഒന്നുമില്ല, ഇറ്റ്സ് എ ഡ്രഗ് ഡെലിവറി സിസ്റ്റം.
പറഞ്ഞിട്ട് ഉണ്ടെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സിറിഞ്ചിന് നമ്മൾ ഒരു ചാർജ് വെച്ച് പ്രൊപ്പൽ ചെയ്യുന്നു, അതിനെ ഇടിക്കുന്നു, ആ മരുന്ന് അതിനകത്ത് കയറുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വാക്കുന്ന ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്നാണ്. ആക്ച്വലി ഗൺ എന്നുള്ളത് ഒരു റോങ് നോഷനാണ്. ഓക്കെ, അതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. അപ്പോൾ ആൾക്കാർ വെടി വെച്ച് മയക്കുവെടി വെച്ച് ഇഞ്ചുറി, ഇത് മയക്കുവെടി ഇല്ല, നമ്മൾ അനസ്തീഷ്യ ലെവലിൽ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുമ്പുള്ള പല കേസുകളിലും പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്ടർ 6 തവണയും കണ്ട് മയക്കുവെടി വെച്ചതിൻ്റെ ആഘാതത്തിൽ മരിച്ചുപോയി, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു വലിയ തെറ്റിദ്ധാരണ. ഈ മയക്കുവെടി എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു റോങ് നോഷൻ അതിൻ്റെ മുകളിലുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നമുക്ക് ഒരുമിച്ച് നമ്മൾ മയക്കല്ല ചെയ്യുക, നമ്മൾ പല ഇൻട്രീമായിട്ട്. ഇപ്പോൾ നമ്മുടെ പർപ്പസ്, ഇപ്പോൾ അരിക്കൊമ്പൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ അപ്പുറത്തൊരു ഹൈറ്റിൽ ആനിമൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു വിൻഡോ ആണ് ഇവിടെ ഉള്ളത്. ഇവിടേക്ക് അതിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എനിക്കത് എളുപ്പമുള്ള കാര്യമില്ല. ഓക്കെ, അതിന് ഞാൻ പറഞ്ഞത് കേൾക്കില്ല, അപ്പോൾ അത് വേറെ സ്ഥലത്ത് പോകും. അപ്പോൾ നമ്മൾ ചെറിയ സെഡേഷൻ കൊണ്ട് മയക്കി അതിനെ നടത്തിച്ച് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുക ചെയ്യാം. ദെൻ സെഡേഷൻ കംപ്ലീറ്റ് ആക്കുന്നു, നമ്മൾ ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് തന്നെയാണ് മനുഷ്യരിൽ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കയറുമ്പോൾ ആദ്യം തന്നെ ഈ ഇൻഹലേഷൻ അനസ്തീഷ്യ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. ഇല്ല, ചെറിയ ഇൻട്രീം ഡോസായിട്ട് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ചെയ്യും. ഈ മെയിൻറ്റെയിൻ ടോപ്പ് എന്നാണ് പറയുക. ഓക്കെ, ജനങ്ങൾ ഈ ബൂസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്, ഇതൊന്നും ബൂസ്റ്റ് ചെയ്യുന്നതല്ല, ഇതൊരു ടോപ്പ് എന്നാണ് പറയുക. നമ്മൾ ആ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഇതിൻ്റെ ഹാഫ് ലൈഫ്, ഡ്രഗിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറേ ഉള്ളൂ, അപ്പോഴേക്കും മെറ്റബോളൈസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ അത് അടുത്ത് കൊടുത്ത് കൊണ്ടുപോകാണ്. അല്ലാതെ നമ്മളിത് ഇപ്പോൾ ഫുൾ ഡോസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യില്ല. ഫുൾ ഡോസ് കൊടുത്ത് ഞാൻ ആനിമൽ തലകുത്തി താഴെ വീണ് ചത്തുപോകും. അല്ല, ഞാൻ പല മാധ്യമങ്ങളിലും കണ്ടിട്ടുള്ളൊരു തെറ്റിദ്ധാരണ, അരുൺ സക്കറിയ ആദ്യം വെച്ച മയക്കുവെടി കൊണ്ട് ആന മയങ്ങാതിരുന്നുകൊണ്ട് വീണ്ടും ഡോസ് കൂട്ടി വെടിവെച്ചു എന്നുള്ളൊക്കെ വാർത്തകളാണ്. തെറ്റാത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ മലയുടെ മുകളിൽ നിന്ന് ഒരു ഫുൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ആനിമൽ താഴെ വീഴും. അപ്പം ഇത് നമ്മൾ ഈ റിഫ്ലക്സ് നോക്കി വളരെ പെയിൻഫുൾ ആയിട്ടൊരു സമയമാണ്. നമ്മളെ കംപ്ലീറ്റ് അറ്റൻഷൻ ഇതിൻ്റെ മുകളിലാണ്. ഓരോ ചെറിയ റിഫ്ലക്സ്, അത് പെനിസ് റിലാക്സ് ചെയ്യുന്ന അതിൻ്റെ ചെവിയുടെ മൂവ്മെൻറ്റ്, ബാക്കി റിഫ്ലക്സ് നോക്കിയിട്ടാണ് ഏത് ലെവലിലാണ് അവൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി. ഓൺലി വിഷ്വൽ ക്ലൂസ് നോക്കിയിട്ടാണ് നമ്മൾ അടുത്തത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. അല്ലാതെ ആദ്യത്തെ കൊണ്ട് എഫക്റ്റീവ് ആയിട്ട് ഇവരെന്താ വിചാരിക്കുന്നത്, എനിക്ക് ആനിമലിനെ മാക്കിയിട്ട് ക്രെയിനിലാക്കി കൊണ്ടുപോയി താഴെ വെക്കാൻ പറ്റുന്നുള്ള വിചാരത്തിലാണോ? ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ആനിമൽ, 4.5 ടണ്ണുള്ള ആനിമലാണ്. സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി ഡിഫറെൻ്റ് ആണ്. നമുക്ക് പറഞ്ഞ പോലെ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന പോലെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഇത് വളരെ വിഡിത്തമായിട്ടുള്ള ഇതാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ട്രെയിൻഡ് അനസ്തീഷ്യോളജിസ്റ്റ്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പല ലാൻഡ്സ്കേപ്പിലും ഇന്ത്യയിലെ പുറത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പ്രൊഫഷണൽ സംഭവമാണ്. ആ ഐഡിയ ഇല്ലാണ്ട് എന്താണ് ഇതെന്ന് അറിയാണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇനി ഒരു പക്ഷേ ഡോക്ടർ അരുൺ സക്കറിയ കരിയറിൽ ഏറ്റവും അധികം ചിലപ്പോൾ ആളുകളെ ശത്രുത സമ്പാദിച്ചിട്ടുള്ളൊരു വന്യജീവി കോൺഫ്ലിക്റ്റ് എനിക്ക് തോന്നുന്നു അരിക്കൊമ്പൻ്റെ ആയിരിക്കും തോന്നുന്നു. അത് എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ വേർഷൻ തന്നെ? ഇത് 2017 നമ്മളിതിനെ മയക്കുവെടി വെക്കാൻ നോക്കിയത്. അന്ന് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോറിഡോർ, അതായത് ഈ 301 കോളനി നിൽക്കുന്ന ഒരു എലഫൻറ്റ് കോറിഡോർ, മൂന്നാറിൻ്റെ വളരെ രസകരമായല്ല പെത്തറ്റിക് ലാൻഡ്സ്കേപ്പാണ്. ആലോചിക്കുക, മുകളിൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. ഓക്കെ, ഗ്രാസ് ലാൻഡ്സിൻ്റെ ഇടയ്ക്ക് ഷോല ഫോറസ്റ്റ് ഉണ്ട്. ഷോല ഫോറസ്റ്റ് എന്ന് പറയാലോ, ഈ ഹൈ വിൻഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സ്പീഷീസ് മാത്രമുള്ള കാടാണ്. അതിങ്ങനെ ടൈറ്റ്ലി ഇതായിരിക്കും. ഓക്കെ, മടക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആണ് ഷോല ഫോറസ്റ്റ്. അവിടേക്ക് ആനയ്ക്ക് എൻട്രി ഫീഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഗ്രാസ് ലാൻഡ്സിലെ പലപ്പോഴും ഫുഡ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല പലറ്റബിൾ അല്ല. പിന്നെ ഇതിന് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ഈ ഇടയ്ക്കുള്ള മിഡ്ലാൻഡ് പോലൊരു സ്ഥലമാണ്. ഓക്കെ, ഈ മിഡ്ലാൻഡ് കംപ്ലീറ്റ് ചായത്തോട്ടമായി, കംപ്ലീറ്റ് ചായത്തോട്ടം, അതിലൊന്നുമില്ല. പിന്നെയുള്ള താഴത്ത് കിടക്കുന്ന ഒരു കുറച്ചൊരു ഫ്ലാറ്റ് ഏരിയ ഉണ്ട്, അത് കംപ്ലീറ്റ് കാടുമായി. ഒന്നും തിന്നാനില്ല, അവിടെ ഒന്നും തിന്നാനില്ല. ഇതാണ് മൂന്നാറിലെ പ്രശ്നം. പിന്നെ കിടക്കുന്ന ചില പോക്കറ്റുകളാണുള്ളത്. ആ ഒരു പോക്കറ്റിലാണ് ഈ 301 കോളനിയായിട്ട് മാറ്റപ്പെട്ടു പോയത്. അത് ആക്ച്വലി കോറിഡോറാണ്. അതൊരു ഒരു 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 ട്രാജിക് സംഭവം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, പക്ഷേ അവിടെ ഈ ആനിമൽ കോൺഫ്ലിക്റ്റ് ചെയ്യാൻ തുടങ്ങി. 2017 നമ്മൾ അതിനെ കോളർ ചെയ്യാൻ ശ്രമിച്ചു, ഈവൻ അതുപോലും നടന്നില്ല. കാരണം അതൊരു ക്ലിഫിൻ്റെ മുകളിലായിരുന്നു. അവിടെ നിന്ന് മറ്റേ കുങ്കി പേടിച്ചോടിപ്പോയി, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കിയായിരുന്നു. അതൊരു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആനിമലാണ്. രണ്ടായിരത്തി 2023 വന്ന സമയത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ള ലെവലിലാണ് ഇതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കും. ആദ്യം ക്യാപ്ചർ ആയിരുന്നു, പിന്നെ ട്രാൻസ്ലൊക്കേഷനിലേക്ക് വന്നു.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സേഫ് ഗാർഡ് ദ ലൈഫ് ഓഫ് ദ ആനിമലാണ്. അതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഇല്ലെങ്കിൽ അത് പോവും. ആനയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന അരുൺ സക്കറിയ ആക്ച്വലി ചെയ്യാൻ ശ്രമിച്ചത് അതിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് പകരം ചെറിയ സെന്റിമെന്റ്സും വെച്ചിട്ടുള്ള വർത്തനങ്ങളാണ് അതിനകത്ത് നടന്നത്. അപ്പോൾ അതിൽ വിഷമം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കെമിക്കൽ മൊബിലൈസേഷനും ട്രാൻസ്ലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വർക്കല്ല, ഒരു ടീം വർക്കാണ്, മൊത്തം ടീമിൻ്റെ വർക്കാണ്. ടൈഗറിൻ്റെ കേസാണ് നമ്മൾ പറയണത്. ഓക്കെ, ടൈഗറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈഗർ കോൺഫ്ലിക്റ്റ് തന്നെ ഏറ്റവും അബോധകരമാണ് ടൈഗർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എലഫൻറ്റ് ബാക്കിലൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റഷ്യൻ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കളിയാക്കും, മനുഷ്യൻ നിങ്ങൾക്ക് ഭ്രാന്താണെന്നാണ് ചോദിക്കുക. കാരണം തന്നെ നിങ്ങൾ ടൈഗറിന് നേരെ പോകുന്നു, വെടിവെക്കുന്നു, വായിക്കൂടി വെക്കുന്നു. അപ്പോൾ നമ്മൾ ഇമാജിൻ ഒരു ഹെൽത്തി ടൈഗർ കിടക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഒരു 20 മീറ്റർ എത്തുമ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചോ, ടൈഗറിനെ കണ്ടില്ല എന്ന് വെച്ചോ. ഒരു 20 മീറ്റർ നമ്മൾ എത്തുമ്പോഴേക്ക് ടൈഗർ റോർ ചെയ്യും. കൃത്യമായിട്ട് അലറും. സ്മെല്ല് വെച്ച് പിടിക്കാം. അതിനറിയാം. അത് നല്ല ഹ്യൂജ് സ്മെല്ല് നിൽക്കുന്ന ആനിമലല്ലേ. സ്മെല്ലും ഐസൈറ്റും എല്ലാം ഉണ്ട്. ഓക്കെ, പക്ക പ്രിഡേറ്റർ. അത് ഒരു റോർ ചെയ്യും വളരെ കൃത്യമായിട്ട്. അതെന്ന് പറഞ്ഞാൽ അത് ഗിവിങ് എ സൈൻ, ഞാനിവിടെ ഉണ്ട്, മൈൻഡ് യുവർ വേ. ഓക്കെ, അപ്പോൾ നമ്മൾ മാറിക്കൊള്ളുക. ഓക്കെ, അറ്റാക്ക് മോഡിൽ അങ്ങനെ വരണമെന്നില്ല. വളരെ അപൂർവമായിട്ട് ടൈഗേഴ്സ് അറ്റാക്ക് ചെയ്യുള്ളൂ, അങ്ങനെ ഒരു ഇത്. എന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല, നമ്മൾ കയറുകയാണെങ്കിൽ ഓക്കെ ടു അറ്റാക്ക്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് യു. രക്ഷപ്പെടാൻ പറ്റില്ല, ഒരു രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഡെഡാണ്. ഒരു വളഞ്ഞു വളഞ്ഞും ടൈഗറിൻ്റെ അടുത്ത് നടക്കില്ല. കാരണം നല്ല കൃത്യമായിട്ടുള്ള ഫോക്കസാണ്. ഞാൻ ഐ വാസ് അറ്റാക്ക് ബൈ എ ടൈഗർ. എപ്പോൾ? 2014. ടൈഗർ വരുന്ന മാക്സിമം നിങ്ങൾക്ക് രക്ഷിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ വഴിയുള്ളതെന്ന് പറഞ്ഞാൽ കയ്യും കാലും വെള്ളത്തിൽ നിൽക്കുക. യു മേക്ക് യുവർ സെൽഫ് ബിഗ്. ഞാനൊരു സ്റ്റോറി പറയണമെങ്കിൽ ചെറിയൊരു കഥയുണ്ട്. ഒരു ഗോഡ് മസ്റ്റ് ബി ഗ്രേറ്റ് എന്ന സിനിമയിൽ പാർട്ട് 2 ഒരു പിക്മി കുട്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട് ഹൈന. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു മരക്കം പെടുത്ത് തലയിൽ വെക്കുക എന്നുള്ള മേക്ക് യുവർ സെൽഫ് ബിഗ്. അപ്പോൾ ടൈഗർ ഇൻറ്റിമിഡേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ടൈഗർ അറ്റാക്ക് ചെയ്യുന്ന ആദ്യം നിങ്ങൾ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, കയ്യും കാലും വെള്ളത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ സെയിം സംഭവമാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, കാരണം നമുക്ക് ഈ 20-30 മീറ്ററിനുള്ളിൽ ഡാട്ട് ചെയ്യാൻ അത്രയും നമുക്ക് സിറിഞ്ചിന് റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ റിസ്ക് ഫാക്ടർ എടുത്തേ പറ്റൂ. ടൈഗറിൻ്റെ അടുത്ത് പോയേ പറ്റും, അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കണ്ടൊരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീം ഉണ്ടാക്കി, ഒരു ആരോ ഷേപ്പുള്ള ഒരു ടീം. ഓക്കെ, ഈ ടീം ഈ ആരോ പോലെയാണ് പോവുക. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ലീഡ് ട്രാക്കർ ഉണ്ടാവും, 2 ഗൺമാൻമാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ 0.315 2 ഗവൺമെൻറ്, നടുക്ക് ഡാട്ടിങ്ങുള്ള ഞാനുണ്ടാവും. ഇതിൻ്റെ സൈഡിൽ 2 ഗൺമാൻമാരുണ്ടാവും. ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ പാരാഫർണലിയ സപ്പോർട്ടിങ് ടീം ഉണ്ടാവും. അത് ഡ്രഗ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ട്രാങ്കുലേഴ്സിംഗ് ഗൺ ഉണ്ടാവും. ഇതൊരു ടീം അങ്ങ് പോവാണ്. ഓക്കെ, ഹ്യൂജ് ആർമി. ഇതിൽ ഒരാൾ പോലും മാറിപ്പോയി കഴിഞ്ഞാൽ ആളടിക്കും. ഓക്കെ, ഇപ്പോൾ ടൈഗർ നോക്കുമ്പോൾ ഒരു വലിയ ടീമാണ് വരുന്നത്, ഒരു സിംഗിൾ മാനല്ല വരുന്നത്. അപ്പോൾ അത് ഇൻറ്റിമിഡേറ്റഡ് ആണ്. ഈ വിൻഡോ ഓഫ് ഇൻറ്റിമിഡേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ ഡിവൈസ് ചെയ്തെടുത്തൊരു സാധനമാണ് ഇവിടെ ഇന്ത്യയിൽ. നമ്മൾ ഫസ്റ്റ് ഓൺ ഫുട്ടിൽ ചെയ്യുന്നത് നമ്മളാണ്. അതാണ് നമ്മൾ സൈബീരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രാന്താണെന്ന് ചോദിക്കുന്നത്. അവർ അവർക്ക് ഹെലികോപ്റ്ററാണ് മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അസാം സൈഡിലൊക്കെ അവർ എലഫൻറ്റ് ബാക്കിലാണ് ഉപയോഗിക്കുന്നത്. എലഫൻറ്റ് ബാക്കിൽ നമുക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ തിക്ക് അടഞ്ഞ കാടാണ്. ഓക്കെ, അവിടെ ഗ്രാസ് ലാൻഡ്സാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡാറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എലഫൻറ്റ് ബാക്കിൽ ഡാറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. നമ്മൾ വണ്ടി പോകത്തില്ല പലപ്പോഴും കാടിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ഓൺ ഫുട്ട് പോവുക, അനിമലിനെ ലൊക്കേറ്റ് ചെയ്യുക, നമ്മൾ ഓൺ ഫുട്ട് പോവുക. ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ്. ഇതിലും ചിലപ്പോൾ ചാർജ് ചെയ്യാൻ സാധ്യത. മെഷീൻ ചാർജ് ചെയ്യാൻ സാധ്യത. വേറെ നിവൃത്തിയിൽ അടിക്കുക, വേറെ വഴിയൊന്നുമില്ല. വേറെ നാട്ടിൽ ഇഫ് യു വോണ്ട് ടു സേ നമ്മൾ ഷീൽഡ് ഉണ്ടാവും, ഷീൽഡ് വെച്ച് നിൽക്കും, അത് വെച്ച് നിൽക്കും. ഈ ഫസ്റ്റ് പോകുന്ന ട്രാക്കർക്ക് ഷീൽഡ് ഉണ്ടോ? അതിന് ഫ്രണ്ട് ഈ പറഞ്ഞ 2 ഗൺമാൻമാരില്ല, അവരെ ഷീൽഡ് ഉണ്ടാവും. അവർ വെച്ചിട്ടാണ് പലപ്പോഴും ലെപ്പേഴ്സിലൊക്കെ നമ്മൾ ഷീൽഡ് വെച്ചിട്ട് അതിന് അടി കൂടിയാണ് അടിക്കുക. ഇല്ല, നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ വണ്ടിയുടെ അടി കൂടെ നമ്മൾ ഡാട്ട് ചെയ്യും, ചാടി വണ്ടിക്കകത്ത്. അപ്പോൾ ഓരോ സിറ്റുവേഷനും നമ്മൾ ഇംപ്രവൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കഴിവ്. ടൈഗറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്ട്രാറ്റജിയാണ് ഏറ്റവും സക്സസ്ഫുൾ. ഓക്കെ, ഇതിനകത്ത് ഒരാൾ തിരിച്ചോടിക്കഴിഞ്ഞാൽ അവനെ കഴിവടിച്ചിരിക്കും. അപ്പോൾ അത് ടീം വർക്കാണ്. ഞാൻ പറഞ്ഞാൽ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ മൊത്തം ടീം വർക്കാണ്. അല്ലാതെ ഒരു മനുഷ്യൻ ഒരു വെറ്ററിനറി ഡോക്ടർ ഒന്നും തീരുമാനിക്കുന്ന കാര്യമല്ല. എത്ര ടീമാണുള്ളത് കേരളത്തിൽ?
നമ്മൾ വയനാട് ടീമാണ് ഇതിൻ്റെ ലീഡ് ടീമുള്ളത്. ഇപ്പം മൂന്നാർ ഇപ്പോൾ ഒരു നല്ല പുതിയ ടീം ഫോം ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ ടീം കുട്ടികൾ വരുന്നുണ്ട്, കുട്ടികൾ അവർ പുതിയ പുതിയ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നെസസിറ്റി ആയി തുടങ്ങി. പണ്ടൊന്നും സോ മെനി കോൺഫ്ലിക്ട്സ് ടൈഗർ കോൺഫ്ലിക്ട്സ് വരും. അപ്പോൾ അവരെ സ്ട്രെങ്തൻ ചെയ്യാണ് ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരെല്ലാം ആർമർ കൊടുക്കുക, ആ യൂണിറ്റുകൾ ഉണ്ടാക്കുക, ആ യൂണിറ്റുകളെ ട്രെയിൻ ചെയ്യുക, അതെടുക്കുന്നതാണ് ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്നപ്പം വലിയൊരു പ്രോസസ്സ്. ഇപ്പം അതിനുള്ള ഫണ്ടൊക്കെ റിലീസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 3 ഹോസ്പിറ്റൽ സമയത്ത് 17 ഹോസ്പിറ്റലുകളൊക്കെ വന്നു തുടങ്ങി. ഇങ്ങനെ ടീം 6 ടീമുകൾ ഫോം ചെയ്തു തുടങ്ങി. അത് കൃത്യമായിട്ട് അവർ ട്രെയിൻ ചെയ്തു തുടങ്ങി. ഇതിന് മിറ്റിഗേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഓക്കെ, ഇപ്പം എന്നെ അറ്റാക്ക് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ഓരോ സിറ്റുവേഷൻ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്. അവിടെയാണ് നമ്മൾ സക്സസ് എടുക്കുന്നത്. ഓരോ ഫെയിലിയറിലും ഓരോ സക്സസ്സിലും നമുക്ക് ഓരോ ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. എന്നാൽ 2014 അപ്പം ഒരു 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 കടുവ നാട്ടിലേക്ക് ഇറങ്ങി വന്നു. ആ ഒരു കാപ്പിത്തോട്ടത്തിന് നടുക്ക് നിൽക്കുകയാണ്. എന്താ നമുക്കറിയത്തില്ല. ഒരു ചെറിയൊരു ഒരു ഹില്ലൊക്കെയാണ്, അതിൻ്റെ ഫ്രണ്ട് മുകളിൽ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന് ചുറ്റും നിൽക്കുകയാണ്. ഓക്കെ, ബഹളം വെച്ച് ചുറ്റും നിൽക്കുകയാണ്. അതിനെ പിടിച്ചിട്ടേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ആരെ വേണേൽ അടിക്കാം. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഒരാളെ അറ്റാക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനവിടെ വന്നിറങ്ങിയപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോസൊക്കെ കണക്കൂട്ടണമല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റാഫുണ്ട്, ഒരു റേഞ്ച് ഓഫീസറുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് മരുന്ന് നിറയ്ക്കാം എന്നുള്ള ലെവലിൽ ഒരു 15-20 മീറ്റർ അപ്പുറത്താണ് ഈ ആനിമൽ നിൽക്കുന്നത്, ഹില്ലക്കിന് മുകളിലാണ്. ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ഭാഗ്യത്തിന് എൻ്റെ ട്രയാങ്കുലേഷൻ കണ്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്തേക്ക് ഇത് 2 പ്രാവശ്യം ഇങ്ങനെ വീശു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചാർജാണുള്ളത്, ഒറ്റ ചാർജാണ്. റേഞ്ചേഴ്സിൻ്റെ സൈഡിലേക്ക് പോയി എൻ്റെ വാച്ചിൽ ചാടി, അപ്പുറത്തൊരു മതിലുണ്ടായിരുന്നു, ചാടി. ഞാൻ ഓടി എൻ്റെ പുറം നോക്കുമ്പോൾ ഇയാൾ പുറകിലുണ്ട്. ഫുൾ ത്രോട്ടിൽ പുറകിലുണ്ട്. ഞാൻ തിരിഞ്ഞു, ഇയാളും തിരിഞ്ഞു. ഇയാൾ 2 സമ്മർസോൾട്ട് ചെയ്തിട്ടാണ് തിരിഞ്ഞിട്ടാണ് ഫേസ് ടു ഫേസ് ആയത്. ഞങ്ങൾ പിന്നെ ഫേസ് ടു ഫേസായി അടിക്കാൻ വന്നു. ഞാൻ ഗണ്ണെടുത്ത് അടിക്കാൻ നോക്കി, അപ്പോഴേക്കും ചാടി ഞാൻ വീണു. എൻ്റെ ഷൂ ഇതിൻ്റെ ചെസ്റ്റിൽ ഗ്രിപ്പ് കിട്ടി. അത് അടിക്കുന്നുണ്ട്. അടിക്കാൻ വന്നു. ഞാൻ ഗണ്ണ് എൻ്റെ വായിൽ കുത്തിക്കയറ്റി ട്രാങ്കുലേഷൻ ഗണ്ണായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പാടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ടെലിസ്കോപ്പിൻ്റെ മുകളിൽ അതിൻ്റെ പല്ല് കിടപ്പുണ്ട്. കുത്തിക്കയറ്റി ഞാൻ അലറുന്നുണ്ട്, വെക്കണം വെടി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പാനിക്കായി, എല്ലാവരും സ്റ്റക്കായ സിറ്റുവേഷൻ. ഒരു 2 മിനിറ്റ്സ്, ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ആ സ്ട്രഗിൾ ചെയ്തു. ഞാൻ അലറുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞോടെ നമ്മൾ മെല്ലെ ഫെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കുട്ടികളെ മോക്ക് മനസ്സിൽ വരാൻ തുടങ്ങി. നമ്മൾ ഇതിനകത്തേക്ക് പോയി, ഡാർക്കിലേക്ക് പോയി. പിന്നെ ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ പിള്ളേരെല്ലാം ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് അവർ ഗണ്ണൊക്കെ എടുത്ത് ഓടി വന്നു, സാധനം ഇട്ടിട്ട് പോയി. അങ്ങനെ ഒരു അറ്റാക്ക്. അതിന് ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആലോചിച്ചത് ഇത്രയും ഒരു 10-30 മീറ്റർ നിന്നാണ് ഇതിനെ അറ്റാക്ക് ചെയ്തത്. എന്തിനെ അറ്റാക്ക് ചെയ്തത്? പിന്നെ എനിക്കെൻ്റെ സംഭവം മനസ്സിലായത്. ചൊല്ലുണ്ട്, യു കാൻ ക്യാച്ച് എ ക്യാറ്റ് ഇൻ എ ഡാർക്ക് റൂം. ഒരു അടച്ച റൂമിൽ നിങ്ങൾക്കൊരു പൂച്ച പിടിക്കാൻ പറ്റുമോ? അടച്ച റൂമിൽ, ക്ലോസ് റൂം പറ്റില്ല. പൂച്ച ഭയങ്കര വിഷ്യസ് ആവും. അല്ലെങ്കിൽ ക്ലോസ് റൂമിലാകുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി കംപ്ലീറ്റ് പോയി. ഇത് തന്നെ ഇവിടെ നടന്നത്. ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോൾ ഇതൊരു ക്ലോസ് റൂം ഫീലിംഗ് ആണ്, അറ്റാക്ക് മോഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവിടെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വലിയൊരു ലെസൺ പഠിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഉണ്ടാവുന്ന ആൾക്കാരെ കംപ്ലീറ്റ് 144 പ്രഖ്യാപിച്ച് മാറ്റിയ ശേഷം, ആനിമൽ കോൺഫിഡൻ്റ് ആയ ശേഷം മാത്രം നമ്മൾ ഡാറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ ഇൻസിഡൻറ്റും നിങ്ങൾക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഇത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുകയും അതിനനുസരിച്ച് നിങ്ങൾ ഇംപ്രവൈസിങ് ചെയ്യുകയും ചെയ്യണം. അതാണ് എൻ്റെ സക്സസ്. അപ്പോൾ അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെ. അല്ല, തീർച്ചയായിട്ടും ഇതിൽ എല്ലാവരും ചെയ്യണം. പിന്നെ ഹുസൈൻ്റെ മരണം ഞാൻ പറഞ്ഞില്ല, എത്രയോ എൻ്റെ സ്റ്റാഫുകൾ ഇതേപോലെ അറ്റാക്ക്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ജാനുവരി ഉണ്ടായ ഡാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ മാനിറ്ററാണ്. ഞങ്ങൾ അവിടെ ഇതിൻ്റെ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ടീം ഇതേപോലെ ആരോ ഫോർമേഷനിൽ പോവുകയാണ്. കാണുന്നില്ല, ട്രാക്ക് കിട്ടുന്നില്ല. മഴ പെയ്തൊരു സമയമായിരുന്നു, അപ്പോൾ ട്രാക്ക് കിട്ടുന്നില്ല. മഴയല്ല, മറ്റേ ഇലയുള്ള സമയമായിരുന്നു, ട്രാക്ക് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നു, ഞങ്ങളെല്ലാവരും ഇതേപോലെ ഇരുന്നു, ചായ കുടിച്ചു. ചൂടായ ഉണ്ടായിരുന്നു, അത് കുടിച്ചു. 2 ബിസ്ക്കറ്റ് കഴിച്ചു. ഞങ്ങൾ എണീറ്റു, ഇതേപോലെ ഫോർമേഷനിൽ നിന്നു, മൂവ് ചെയ്യാൻ തുടങ്ങി. 2 മിനിറ്റ് പുറകിലാളെ ടൈഗർ അറ്റാക്ക്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതും ഇതെല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും പുറകിലാളെ സ്റ്റോക്ക് ചെയ്തു, അടിച്ചു. നോ, ഹി വാസ് വെരി ബോൾഡ് ബോയ്. പുള്ളി ഷീൽഡ് വെച്ചു. ഇവിടെ ഒരു ചെറിയ മാന്തി കിട്ടി. ഷീൽഡ് സ്പ്ലിൻറ്റർ ചെയ്ത് പോയി, പൊട്ടിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മൾ തിരിഞ്ഞു, ടക്ക് വെടി വെച്ചു, സാധനം ഓടിപ്പോയി. അപ്പം ഇതാണ് ടീമാണ് അതിൻ്റെ ഇത്. അതായത് അന്യോന്യം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടുള്ള
നമ്മളുടെ മൂവ്മെൻ്റാണ് വേണ്ടത്. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വെറ്ററിനറിയൻ എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ പൊതുവേ ജോലി എന്ന് പറഞ്ഞാൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു നേച്ചറാണല്ലോ. അപ്പം അതും നമ്മുടെ ഒരു വ്യക്തി ജീവിതം, കുടുംബജീവിതം, ഇതൊക്കെ ആയിട്ട് കോൺഫ്ലിക്ട്സ് വരാൻ സാധ്യത, വേറൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു? ഒരു ഫാമിലി സപ്പോർട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബാബു പറഞ്ഞ പോലെ തന്നെ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇന്ന് രാവിലെ ആയിരിക്കും നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവുക, ഒരു അക്യൂട്ട് ഇഷ്യൂ ഉണ്ടാവുക. അപ്പോൾ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നു, നമ്മുടെ ടീം പോകുന്നു. അപ്പോൾ നമുക്കൊരു പ്ലാൻ ചെയ്തൊരു ജീവിതം പലപ്പോഴും നടക്കില്ല. നമുക്കൊരു ഹോളിഡേയ്സ് പോകാനോ സൺഡേയ്സ് ഇരിക്കാനോ ഇല്ല ഫാമിലിയോട് നിൽക്കുന്ന സമയത്തായിരിക്കും കോൾ വരിക. ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടാവും, ലാബ് വർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈറ്റ് സ്കെഡ്യൂളായിട്ടുള്ള വർക്കല്ല നമ്മൾ പറഞ്ഞാൽ, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള. വേറെ പലരും വർക്ക് ചെയ്യുന്നതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പല സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നപ്പോൾ അതിലേക്ക് വളരെ തുലവും വളരെ കുറച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അൺപ്രഡിക്റ്റബിലിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ്. നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനോ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഫാമിലി സപ്പോർട്ടാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ കുട്ടികളായാലും വൈഫായാലും ഫാമിലി ആയാലും പാരൻസ് ആയാലും അവരത് സഹിക്കുന്നു എന്നുള്ളത്. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു പല ഫാക്ടേഴ്സിനെ പോലെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന് മീഡിയ കൊടുക്കുന്നൊരു അറ്റൻഷൻ വളരെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്? എനിക്കിത് രണ്ട് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന്, റാഷണൽ തിങ്കിങ്, അതായത് ഒരു യഥാർത്ഥ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പകരം ഒരു ചെറിയ പ്രശ്നമായിട്ട് നിങ്ങൾ അതിനെ വേർതിരിച്ച് വെച്ചിട്ട് നിങ്ങൾ അതിനെ നോക്കുമ്പോൾ വേറെ ആംഗിളിലാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ആ റാഷണൽ തിങ്കിങ്ങും. പിന്നെ രണ്ടാമത് സയൻറ്റിഫിക് അപ്രോച്ച്. അപ്പോൾ നമ്മളുടെ അപ്രോച്ച് തന്നെ സയൻറ്റിഫിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ലോകത്തെ പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള അതൊരു സയൻറ്റിഫിക് ടെമ്പറമെൻറ്റിലാണ്. അല്ലാതെ ഒരു ആവേശത്തിൻ്റെ പുറത്തോ അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നുള്ളൊരു സാധനത്തിൻ്റെ പുറത്തല്ല. ഇതിന് വ്യക്തമായൊരു റൂട്ട് കോസായിട്ടുള്ളൊരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ, ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇതിന് മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായില്ല, അത് പെട്ടെന്നൊരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾക്കൊരു ആനയെ പിടിച്ചിട്ടോ കടുവയെ പിടിച്ചിട്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം കൊണ്ട് ഞാൻ ഹണ്ടറൊന്നുമല്ല. ഓക്കെ, ബേസിക്കലി ഐ എം എ ബയോളജിസ്റ്റ്, ബേസിക്കലി ഐ എം എൻ എക്കോളജിസ്റ്റ്, ഒരു വൈൽഡ് ലൈഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള ലെവലിൽ നമ്മളതിനെ സയൻറ്റിഫിക് അപ്രോച്ചിൽ നോക്കിയിട്ട് എന്താണ് അതിൻ്റെ വഴിയിൽ നോക്കിയിട്ടാണ് നമ്മളതിനെ ആൻസർ ചെയ്യാൻ നോക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഐ എം നോട്ട് എ ഹണ്ടർ. അപ്പോൾ അതാണ് പലപ്പോഴും ആൾക്കാർ കാണുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ടീമിനെ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ എൻ്റെ കീ സക്സസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീം ഉണ്ടാക്കിയെന്നുള്ള, അതുപോലത്തെ ഒരു വെൽ എഫിഷ്യൻറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് മൈ സക്സസ്. ഓക്കെ, പിന്നെ പുതിയ ജനറേഷൻസിന് വരുന്നുണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്, പുതിയ കുട്ടികൾ വരുന്നുണ്ട്, അവരും ടീം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഒന്നുമില്ലായ്മ എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അരുൺ സക്രിയ എന്ന് പറയുന്ന വെറ്ററിനറിയൻ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബയോളജിസ്റ്റ് ആയുള്ള മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എക്കോളജി പ്രിസർവേഷൻ തന്നെയാണ്. അപ്പം അതിന് ദ ലാർജർ പിക്ചർ, അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് എഫേർട്ട് എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജനങ്ങളോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. ഇതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ് ആക്ച്വലി. രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, വെൽഫെയർ ആൻഡ് കൺസർവേഷൻ. ഓക്കെ, വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലി കോൺസെൻട്രേറ്റ് ചെയ്ത സംഭവമാണ്. ഇപ്പം ഈ ആനയുടെ കേസ് ഇറ്റ്സ് എ വെൽഫെയർ ഓപ്പറേഷൻ, കൺസർവേഷൻ വൈസ് അല്ല. ആ ആനിമലിനെ രക്ഷിക്കുക എന്നുള്ള വെൽഫെയർ ആണ് അതിനകത്ത് വരുന്നത്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡർ പിക്ചറാണ്. എനിക്കതിൻ്റെ ഹേർഡിൻ്റെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് 23 ബുൾസും 2 ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്നെ കൺസർവേഷൻ ലെവലിൽ എന്നെ ബോധർ ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, അതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ഒരു കൺസർവേഷൻ ആസ് എ കൺസർവേഷൻ ഞാൻ ആലോചിക്കുക. പക്ഷേ വെൽഫെയർ എന്ന് പറഞ്ഞാൽ വളരെ എന്താ സെൻറ്റിമെൻറ്റ്സും സാധനങ്ങളും വെച്ചിട്ട് ഒരു ആനിമലിനെ രക്ഷിക്കുക എന്നുള്ള ഒരു റെസ്പോൺസ്. ഇത് രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഈ രണ്ട് പേഴ്സ്പെക്റ്റീവാണ്. ഈ പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കുകയും ഈ വെൽഫെയർ ആണ് കൺസർവേഷൻ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, തിരിച്ചും കൺസർവേഷനാണ് വലുത്, വെൽഫെയർ വേണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. വെൽഫെയർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ മോറൽ വാല്യൂസിൻ്റെ മുകളിലുണ്ടാവുന്ന, എംപതിയുടെ മുകളിലുണ്ടാവുന്ന ഒരു സാധനമാണ് വെൽഫെയർ. ഓക്കെ, വെൽഫെയർ വളരെ ഇൻഡിവിജ്വൽ, എന്താ പറയുക, വ്യക്തികേന്ദ്രീകൃതമായ സാധനമാണ് വെൽഫെയർ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡർ പിക്ചറാണ്. ഓക്കെ, ഇത് തമ്മിൽ കൺഫ്യൂഷൻ അടിക്കരുത്. അത് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വെൽഫെയർ ആണെന്നും വെൽഫെയർ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ആണെന്നും കൺഫ്യൂഷൻ അടിക്കരുത്. ഈ ബൗണ്ടറി തിരിച്ചറിയാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ എക്കോസിസ്റ്റത്തിനോട് എത്രത്തോളം ഇഴുകി ചേർന്നുകൊണ്ട് നിൽക്കാൻ പറ്റുമോ
തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, അതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്രോഡർ പിക്ചർ നമുക്ക് കാണണമെങ്കിൽ അത് ശാസ്ത്രീയമായിട്ടുള്ള ബോധം വേണം. ഓക്കെ, ആ ശാസ്ത്രീയമായ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബ്രോഡർ പിക്ചർ കാണാൻ പറ്റുള്ളൂ. ഒരു വെൽഫെയർ ഇഷ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് എമ്പതി മാത്രം മതി, ഒരു സ്നേഹം മാത്രം മതി. ആനയെ രക്ഷിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ഓക്കെ എന്ന് പറയുന്നത് വളരെ 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 ലളിതമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് കൺസർവേഷൻ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് അതിനെ കാണണമെങ്കിൽ അതിന് നിങ്ങൾക്കുള്ള യഥാർത്ഥ എക്കോളജിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയും അറിയുകയും അതിനെക്കുറിച്ച് പെർസീവ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യാം. അപ്പം വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ഇവന്റ് അല്ല നമ്മുടെ ലക്ഷ്യം. കൺസർവേഷൻ എന്ന് പറയുന്ന ബ്രോഡർ പിക്ചറാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നമ്മൾ എസ്പെഷ്യലി ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വരുന്ന എല്ലാം മാറുകയാണ്. നമ്മൾ എക്കോസിസ്റ്റം മാറുകയാണ്, എല്ലാം മാറുന്ന ഒരു സാഹചര്യം. എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എന്തായാലും ആ നിലയ്ക്ക് കൂടുതൽ എഫേർട്ടുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.